അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിസിമാർ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അനീഷ്, ഇക്കാര്യത്തിൽ നിയമവൃത്തങ്ങളിൽ തന്നെ വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്ന്, സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് ലോ ഓഫ് ദി ലാൻഡ് ആണ്, അത് എല്ലാ നിയമനങ്ങൾക്കും ബാധകമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. അതേസമയം ഇത് ഒരു പ്രത്യേക കേസിനെ മാത്രം ആധാരമാക്കിയുള്ളതാണ്, അതുകൊണ്ട് തന്നെ എല്ലാ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടും അത് ആപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നവരുമുണ്ട്. നമുക്ക് പൊതുവെ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? ഒരു സ്റ്റേ എങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നതാണ് വിസിമാരുടെ പ്രതീക്ഷ. ഇതിനെ എങ്ങനെ സമീപിക്കും എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? നമ്മൾ നിയമവിദഗ്ധരുമായി കാര്യം ചർച്ച ചെയ്തപ്പോൾ സാധാരണഗതിയിൽ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ചുവട് പിടിച്ച് ഈ വിസിമാരെ പുറത്താക്കുക എന്ന നടപടിക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ പോലും അതിന് കൃത്യമായൊരു വിശദീകരണം തേടേണ്ടത്. അതായത് ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളെ പെട്ടെന്നൊരു ഉത്തരവിലൂടെ, അസാധാരണമായ ഉത്തരവിലൂടെ പെട്ടെന്ന് പുറത്താക്കുന്നത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാടിന് കരണീയമല്ല എന്നാണ് പറയുന്നത്. ഗവർണർ തന്നെയാണ് ഈ സ്ഥാനത്തേക്ക് ഇവരെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. എന്നാൽ അതേ ഗവർണർ തന്നെ വളരെ പെട്ടെന്ന് സ്ഥാനത്ത് നിന്നും ഒരു കോടതി വിധിയുടെ പിൻബലത്തിൽ, അല്ലെങ്കിൽ അത്തരമൊരു കോടതി വിധിയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് പുറത്താക്കുമ്പോൾ അത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് നിയമവിദഗ്ധരിൽ പലരും പറയുന്നത്. ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഗവർണർക്ക് ഈ വിസിമാർക്ക് നോട്ടീസ് നൽകി അവരുടെ വിശദീകരണം കേട്ട ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയൊക്കെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിക്രമം ഇവിടെ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ താൽക്കാലികമായി നടപടികൾ സ്റ്റേ ചെയ്യുകയും വിശദീകരണം കേട്ട ശേഷം ഗവർണറുടെ ഭാഗത്തു നിന്നും ഒപ്പം ഈ വിസിമാരുടെ ഭാഗത്തു നിന്നും വിശദീകരണം കേട്ട ശേഷം മാത്രം ഈ നടപടിക്രമം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് പുതിയ വിസിമാരെ നിയമിക്കുന്നു അല്ലെങ്കിൽ വിസിമാരുടെ ചുമതല മറ്റേതെങ്കിലും ഉയർന്ന അധ്യാപകർക്ക് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക, ഇക്കാര്യത്തിൽ വിശദമായ വാദം കേട്ട ശേഷം മതിയാവും എന്ന തരത്തിലേക്ക് കോടതിയിൽ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന നിഗമനമുണ്ട്. മറിച്ച് മറുഭാഗം, അതായത് ഗവർണറെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിയമോപദേശങ്ങളുമുണ്ട്. കാരണം സുപ്രീം കോടതി ഉത്തരവാണ്, അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് തുല്യമായ, അതിന്റെ സമാനമായ അവസ്ഥയിലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ നിയമം പ്രാബല്യത്തിലായി എന്നും ബാധിക്കുന്ന വിഭാഗമുണ്ട്. തീർച്ചയായും അങ്ങനെ വിരുദ്ധമായ തരത്തിലുള്ള വിലയിരുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും 4 മണിക്ക് അവധി ദിവസമായിട്ടും പ്രത്യേക സിറ്റിംഗിലൂടെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യും കോടതി ചേർന്ന് ഇക്കാര്യം പരിഗണിക്കും എന്നതാണ് അവിടെ നിന്നുമുള്ള വിവരം. തുടരുക അനീഷ്. നമുക്കൊപ്പം BV അരുൺ കൂടി ചേരുകയാണ്. അരുൺ, ഗവർണറുടെ അന്ത്യശാസനം അതിനനുവദിച്ച സമയം കഴിഞ്ഞിട്ട് 2.5 മണിക്കൂർ പിന്നിടുന്നു. എന്താണ് ഗവർണറുടെ അടുത്ത നീക്കം എന്ന് ഉറ്റുനോക്കുകയാണ് സംസ്ഥാനം. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ, വിസിമാർ, ഈ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിസിമാരെല്ലാം ഗവർണറുടെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എന്താണ് അടുത്ത നീക്കം എന്നത് സംബന്ധിച്ച്? ഒരു പക്ഷേ 4 മണിക്ക് കോടതി പ്രത്യേക സിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് കാക്കുകയായിരിക്കുമോ ഗവർണർ? എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. നേരത്തെ രാജ്ഭവനിൽ ലഭിച്ച വിവരമനുസരിച്ച് 11:30-ക്ക് വിസിമാരുടെ രാജിക്കത്ത് ലഭിച്ചില്ലെങ്കിൽ അതിവേഗം തുടർ നടപടികളിലേക്ക്, അതായത് ഇവർക്ക് കാരണം കാണിക്കുന്ന നോട്ടീസ് നൽകാനായിരുന്നു ആലോചന. പക്ഷേ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് രാജ്ഭവൻ അല്പം പിന്നോട്ട് പോയോ എന്ന് സംശയമുണ്ട്. 4 മണിക്ക് കോടതി ചേരും. കോടതിയുടെ തീരുമാനത്തിന്റെ, കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മതിയോ എന്നൊരു ചർച്ചയാണ് ഇപ്പോൾ രാജ്ഭവനിൽ പുരോഗമിക്കുന്നത്. എങ്ങനെയെങ്കിൽ അതിനുശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് കടക്കൂ. ഏതായാലും ഈ വിസിമാരിൽ 6 പേർ തങ്ങൾ നിയമ നടപടിക്ക് പോവുകയാണെന്നറിയിച്ച് രാജ്ഭവന് കത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ തീരുമാനം അംഗീകരിക്കില്ല എന്ന വിവരവും അതിലുണ്ട്. 9 പേരും നേരത്തെ തങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ രാജ്ഭവൻ സെക്രട്ടറിയോട് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണമെങ്കിൽ ഗവർണർ പുറത്താക്കിക്കൊള്ളൂ എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ അതിനുശേഷമാണ് അവർ ഇത്തരമൊരു മറുപടിയായി കത്ത് നൽകിയത്. അതായത് തങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് കത്ത്. അത് പരിഗണിച്ചുകൊണ്ടാകും ഗവർണറുടെ തുടർ നീക്കങ്ങൾ. ഏതായാലും ഹൈക്കോടതി വിധി വരുന്നവരെ രാജ്ഭവൻ കാത്തിരിക്കാനും സാധ്യതയുണ്ട്. ഇതിനിടെ 2 വിസിമാർക്കെതിരെ കൂടി നടപടിക്ക് രാജ്ഭവൻ ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വിസിയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല വിസി, 2 പേരുടെയും നിയമനങ്ങൾ UGC ചട്ടപ്രകാരമല്ല എന്ന വിലയിരുത്തലാണ് രാജ്ഭവനുള്ളത്. അങ്ങനെ വരുമ്പോൾ അതുകൂടി നടപടിയാകുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും, ആരോഗ്യ സർവകലാശാല ഒഴികെയുള്ള എല്ലാ സർവകലാശാലയുടെയും വിസിമാർ പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഏതായാലും ഹൈക്കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്ഭവനും. അതുവരെ കാത്തിരിക്കാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
തീർച്ചയായും അരുൺ, ഇക്കാര്യത്തിൽ ഗവർണർ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുൻപ് കൃത്യമായ നിയമോപദേശങ്ങൾ തേടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കൂടിയാലോചനകൾ ഗവർണർ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തുടർ നടപടി എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഒരു സ്റ്റേ ഉണ്ടാകും എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നതാണ് വിസിമാരുടെ ആഗ്രഹമെന്ന് മനസ്സിലാക്കുന്നു. ഹർജിയിൽ അവർ സാമാന്യനീതിയുടെ നിഷേധമുണ്ടായി, തങ്ങളോട് വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഒരു സ്റ്റേ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അടുത്ത നിമിഷം തന്നെ ഗവർണർ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? തീർച്ചയായും ഹൈക്കോടതിയിൽ നിന്ന് വിസിമാർക്ക് അനുകൂലമായ ഒരു നടപടി, ഒരു സ്റ്റേ ഉൾപ്പെടെയുള്ള സ്റ്റേ എങ്കിലും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും തുടർ നടപടികളുമായി രാജ്ഭവൻ മുന്നോട്ട് പോകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർണ്ണമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ വേഗത്തിൽ തന്നെ നടപടി ഉണ്ടാകും. ആദ്യം കേരള വിസിയുടെ കാര്യത്തിൽ പകരം വിസി നേരത്തെ തന്നെ ധാരണയായതാണ്. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാലയുടെ വിസിയുടെ ചുമതലയിലേക്ക് വരും. മറ്റ് സർവകലാശാലകൾക്കും പകരക്കാരെ വൈകാതെ തന്നെ രാജ്ഭവൻ നിയോഗിക്കും. അത്തരം വിജ്ഞാപനവും പുറത്തിറങ്ങും. അതിനു മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അവർക്ക് ഷോക്കോസ് നോട്ടീസ് നൽകണം. അതിനുള്ള മറുപടി ലഭിച്ച ശേഷം സസ്പെൻഡ് അല്ലെങ്കിൽ അവർ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കണം. അത്തരം കാര്യങ്ങൾ രാജ്ഭവൻ ആലോചിക്കുന്നു. ഏതായാലും ഹൈക്കോടതി വിധി എന്ത് എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും ഇക്കാലത്തെ തുടർ നീക്കങ്ങൾ. മറ്റൊരു കാര്യം, ഗവർണറുടെ ഈ പദവി തന്നെ, ചാൻസലർ പദവി തന്നെ എടുത്തുകളയാനുള്ള നീക്കവുമായി സർക്കാരും മുന്നോട്ട് പോകുന്നുവെന്ന സൂചനകളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാലന്റായെന്നും പറഞ്ഞത് ചാൻസലർ പദവിയിൽ ഒരു ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള നടപടികൾ ഇടതുമുന്നണി തുടങ്ങി എന്നുള്ളതാണ്. അത്തരത്തിൽ ആ വഴിക്കും കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഏത് തരത്തിൽ സാധ്യമാകുമെന്ന കാര്യത്തിൽ ചില അവ്യക്തതയുണ്ട്. കാരണം സർക്കാർ നിയമം കൊണ്ടുവരണമെങ്കിൽ അത് സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ അല്ലെങ്കിൽ ഓർഡിനൻസായി കൊണ്ടുവരണം. രണ്ട് കാര്യത്തിലും ഗവർണറുടെ അനുമതി വേണം. അത് നേരത്തെ സർവകലാശാല ബില്ല് പോലെ തന്നെ രാജ്ഭവനിൽ വന്ന് ഗവർണറുടെ അനുമതി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ അതിനുമുണ്ടാകാം. ഏതായാലും അത്തരം നീക്കങ്ങളും സർക്കാർ സജീവമാക്കുകയാണ്. ചാൻസലർ പദവി ഗവർണർക്ക് നൽകേണ്ട കാര്യമില്ല, അത് അധികപ്പറ്റാണ്. അതാണ് സംസ്ഥാനത്ത് ഇപ്പോഴത്തെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണം. രാഷ്ട്രീയം കളിക്കുന്ന ഗവർണർമാർ വന്നാൽ സർവകലാശാലകളിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ നിയോഗിക്കും, അവിടെ RSS അജണ്ട അടിച്ചേൽപ്പിക്കും. അതുകൊണ്ട് ചാൻസലർ പദവി തന്നെ ഗവർണറിൽ നിന്ന് എടുത്തുമാറ്റാൻ മറ്റു ചില സംസ്ഥാനങ്ങൾ ചെയ്ത് അതേ മാതൃക സംസ്ഥാനവും പിന്തുടരാനുള്ള നടപടികളുമായി ഒരു വശത്ത് മുന്നോട്ട് പോകുന്നു. മറുവശത്താണ് ഈ വിസിമാരുടെ പുറത്താക്കലിലൂടെ സർവകലാശാലകൾ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യം. അത് ഇന്നത്തെ ഹൈക്കോടതി വിധിയോടുകൂടി അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. അതുവരെ രാജ്ഭവനും കാത്തിരിക്കും. തീർച്ചയായും എന്തായാലും 4 മണി ഒരു നിർണായക സമയമാണ്. അപ്പോൾ കോടതി ചേർന്ന് എടുക്കുന്ന തീരുമാനം വലിയ പ്രാധാന്യം അർഹിക്കുന്നു. അതനുസരിച്ചായിരിക്കും രാജ്ഭവന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. അരുൺ, ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കൂടി അടങ്ങിയിട്ടുണ്ടല്ലോ. ഗവർണറുടെ ഈ തീരുമാനങ്ങൾ, ഈ നീക്കമൊക്കെയും രാഷ്ട്രീയ പ്രേരിതമാണ്, അങ്ങനെ ഉള്ള ആരോപണങ്ങൾ സർക്കാരിന്റെ ഭാഗമായവർ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിനെ രാഷ്ട്രീയമായി നേരിടാനും സർക്കാരും CPM ഒക്കെ തീരുമാനിച്ചിട്ടുമുണ്ട്. അതേസമയം രണ്ടുപേരും കൂടി ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ അത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വരാത്തപ്പോൾ മാത്രമാണ് അതിനെ എതിർക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഉത്തരവാദികൾ രണ്ടുപേരുമാണ് എന്ന് പറയുന്നു. അതിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നതയുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കേണ്ട സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊരു വിമർശനം ഉയരുന്നു. ഹൈക്കമാൻഡിന് മറ്റൊരു അഭിപ്രായമാണ് എന്നത് വരുന്നു. മുസ്ലിം ലീഗിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി വരുന്നു. ലീഗിന് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിൽ, നിലപാടെടുക്കാൻ കഴിയാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞൊരു രാഷ്ട്രീയ സാഹചര്യവും കൂടി ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? തീർച്ചയായും ഗവർണറുടെ ഇന്നലത്തെ അസാധാരണ നീക്കം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കൊള്ളക്കം തന്നെയാണ് ഉണ്ടാക്കിയത്. അത് ഗവർണറും സർക്കാരും മാത്രമല്ല, അതിൽ കക്ഷികൾ, പ്രതിപക്ഷം ഇതിന് കക്ഷി ചേർന്ന് കഴിഞ്ഞു. BJP അതിൽ കക്ഷിയാണ്. അതായത് സർക്കാരിൻ്റെ ഗവർണറുടേത് പൂർണ്ണമായും രാഷ്ട്രീയ നീക്കമെന്നാണ് സർക്കാരിൻ്റെ ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഗവർണർ തള്ളിക്കളയുന്നു. സർവകലാശാലകളുടെ നല്ലതിനു വേണ്ടി മാത്രം താൻ ചാൻസലർ എന്ന അധികാരം ഉപയോഗിക്കുകയാണ്, അതും സുപ്രീം കോടതിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഗവർണർ പറയുന്നു. പ്രതിപക്ഷത്തെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഗവർണറെ പൂർണ്ണമായി സ്വാഗതം ചെയ്താണ് ഇതിൻ്റെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. എന്നാൽ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൽ അക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം ET മുഹമ്മദ് ബഷീറും PMA സലാമും ഒക്കെ ഗവർണർ നടപടിയെ ചോദ്യം ചെയ്ത് തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. ഇന്ന് ACC ജനറൽ സെക്രട്ടറി, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ
KC വേണുഗോപാൽ ഗവർണറെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകളോട് യോജിച്ചു പോകുന്നതല്ല. അതിന് ഘടക വിരുദ്ധമാണ് KC വേണുഗോപാലിന്റെ നിലപാട്. അത്തരത്തിലൊരു അവ്യക്തത, ആശയക്കുഴപ്പം പ്രതിപക്ഷത്തും നിലനിൽക്കുന്നു. ഏതായാലും ഗവർണർക്കെതിരെ ഉള്ള സർക്കാരിന്റെ പോരാട്ടത്തിന് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന് പിന്തുണയില്ല. അവിടെ ആശയക്കുഴപ്പം അവ്യക്തത ഉണ്ടെങ്കിൽ പോലും അവർ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനൊപ്പം നിൽക്കാനാണ് ഈ ഘട്ടത്തിൽ സാധ്യത. നേരത്തെ ഗവർണറുടെ പല നിലപാടുകളെയും ശക്തമായി എതിർത്തുകൊണ്ട്, അതായത് മന്ത്രിമാരെ പിൻവലിക്കുമെന്ന അഭിപ്രായത്തിൽ ഉൾപ്പെടെ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. ഇത്തവണ അതുണ്ടാകുന്നില്ല. സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ കുറ്റപ്പെടുത്തുകയാണ്. അതിനപ്പുറത്തേക്ക് സർവകലാശാല VC-മാരെ പുറത്താക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ്. കാരണം കണ്ണൂർ VC സർവകലാശാല വിഷയത്തിലടക്കം നേരത്തെ പ്രതിപക്ഷം അവിടെ VC-യെ പുറത്താക്കണമെന്ന ആവശ്യമായി രംഗത്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ ഗവർണർക്ക് ഒപ്പം നിൽക്കുന്നു. അപ്പോഴും പ്രതിപക്ഷത്ത് ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഭരണപക്ഷമാകട്ടെ ഒറ്റക്കെട്ടായി ഗവർണർക്കെതിരെ രംഗത്ത് വരുന്നു. ചാൻസലർ പദവിയിൽ നിന്ന് പോലും ഗവർണർ നീക്കണമെന്ന അഭിപ്രായവും ഇടതുമുന്നണിയിൽ ശക്തമാവുകയാണ്. തീർച്ചയായും ഒറ്റക്കെട്ടായി ഗവർണർക്കെതിരെ ഭരണപക്ഷം വരുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിച്ച ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാകുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ച് നടത്തിയ നിയമനങ്ങളാണ്. സംഘപരിവാർ വിരുദ്ധത പ്രതിപക്ഷത്തെ പഠിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടതില്ല. സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ഗവർണർ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അതിനെ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ളത് പ്രതിപക്ഷമാണ്. ഇനിയും എതിർക്കുന്നതും പ്രതിപക്ഷം തന്നെയായിരിക്കുമെന്നും VD സതീശൻ പറയുന്നു. ഇതിൽ ഇത്തരം നിയമവിരുദ്ധ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചട്ടം പാലിക്കാത്ത നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടുപേരും, സർക്കാരും ഗവർണറും കുറ്റക്കാര് ആണ് എന്ന ഒരു കാര്യമാണ് VD സതീശൻ ഇന്ന് വളരെ സ്പെസിഫിക്കായി ആവർത്തിച്ച് വ്യക്തമാക്കാൻ ശ്രമിച്ചതും. തുടരുക അരുൺ, ഞാൻ തിരിച്ചെത്താം. MS അനീഷ് കുമാർ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, ഇക്കാര്യത്തിൽ ഗവർണർ തന്നെ ഒപ്പുവെച്ച നിയമനങ്ങൾ അദ്ദേഹം തന്നെ ഇപ്പോൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട VC-മാരുടെ കൂട്ടത്തിലുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം വന്നപ്പോൾ തന്നെ ചർച്ചയായതാണ്. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് UGC ചട്ടപ്രകാരമല്ല നിയമനം നടന്നത്, അത് പാലിച്ചില്ല എന്ന് ഗവർണർ പറയുന്നു. പക്ഷേ ആരാണ് നിയമനാധികാരി? ചാൻസലർ കൂടിയായ ഗവർണറാണ്. അങ്ങനെയാണെങ്കിൽ പ്രാഥമിക ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇന്ന് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോഴും അങ്ങനെ ചട്ടം ലംഘിച്ച് നടത്തിയ ഉത്തരവാദിത്ത നിയമനങ്ങൾക്ക് ആര് സാധുത നൽകി എന്ന ഒരു ചോദ്യം ഉയർന്നു വരത്തില്ലേ? അതിൽ എന്തെങ്കിലും ഒരു പരാമർശം പോലും ഉണ്ടായാലും ഗവർണർക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കില്ലേ? തീർച്ചയായും ഗവർണർ ഇന്ന് കോടതിയിൽ പ്രാഥമികമായി ഒരുപക്ഷെ പറയാൻ പോകുന്ന വിശദീകരണവും അതുതന്നെയാവും. കാരണം ചട്ടവിരുദ്ധമായ ഒരു നിയമനം നടത്തേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി ഉത്തരവോടുകൂടി ആ നിയമനങ്ങൾ പൂർണ്ണമായും അസാധുവാകുന്ന ഒരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതി ഉത്തരവിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് താൻ അത്തരത്തിൽ നിയമനം നൽകിയ ആളുകളെ തിരിച്ചു വിളിക്കുന്നത്, അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ സ്വാഭാവിക നീതിയുടെ നിഷേധം എന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന ആശയം തന്നെയാവും അദ്ദേഹം കോടതിയിൽ സമർത്ഥിക്കാൻ നോക്കുക. കാരണം ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി നടത്തിയ ഈ ചീഫ് സെക്രട്ടറി അംഗമായ സെർച്ച് കമ്മിറ്റി അല്ലെങ്കിൽ ഒരാളെ മാത്രം ഈ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയ നിയമനങ്ങൾ എല്ലാം അസാധുവാണെന്ന് പറയുമ്പോൾ ആ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കുന്നത് എന്ന വിശദീകരണമാവും കോടതിയിൽ പറയുക. പക്ഷേ ആ വാദം കോടതി എത്രമാത്രം മുഖവിലക്കെടുക്കും എന്നാണ് ഇന്ന് കണ്ടറിയേണ്ടത്. കാരണം ഈ നീതി നിഷേധം എന്ന ഒരു ഒറ്റ വാക്കിലാവും ഈ വൈസ് ചാൻസലർമാരുടെ വാദം കോടതിയിൽ പ്രധാനമായും ഉയരുക. കാരണം നിയമനം നൽകിയ അതോറിറ്റി തന്നെ അല്ലെങ്കിൽ നിയമനം നൽകിയ ആൾ തന്നെ അത് പിൻവലിക്കുമ്പോൾ അതിന് പര്യാപ്തമായ കാരണങ്ങൾ എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല? ഏത് സാഹചര്യത്തിലാണ് തങ്ങൾക്ക് ഈ നിയമനം നൽകിയത് എന്ന കാര്യത്തെക്കുറിച്ച് നിയമനം നൽകിയ ആൾ തന്നെ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു വിശദീകരണം നൽകാതെ തങ്ങളെ പുറത്താക്കുമ്പോൾ അതിന്റെ ഉത്തരവാദി ആരാണ് എന്ന മൗലികമായ ചോദ്യം ഉയർത്തിക്കൊണ്ടുവരും. ഇതിൽ ഏറ്റവും പ്രധാനം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ ശീതസമരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നിയമനം നടത്തിയ അധികാരിയും മറ്റൊരു ഏജൻസി തമ്മിലുള്ള വടംവലി നടക്കുമ്പോൾ നിയമനം തേടിയ തങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന ഒരു മൗലികമായ ചോദ്യം ഈ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരും. ആ ചോദ്യം തന്നെയാവും ഒരുപക്ഷെ കോടതിയിൽ ആദ്യ പരിഗണനയായി വരാനുള്ള സാധ്യത. ഒന്ന്, ഈ സ്വാഭാവികമായ നീതി നിഷേധിക്കപ്പെടുന്നു. രണ്ട്, നിയമനത്തിന് അർഹരായ തങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് എല്ലാ ചട്ടങ്ങളും
പാലിച്ച് അപേക്ഷ നൽകുകയും അതിന്റെ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി ഈ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയും ചെയ്തവരാണ്. എന്നാൽ തങ്ങളെ എന്തുകൊണ്ട് അയോഗ്യരാക്കപ്പെടുന്നു തങ്ങൾക്കറിയില്ല എന്ന് അവർ പറയുമ്പോൾ അതിനുള്ള ഉത്തരവും ഗവർണറുടെ ഭാഗത്തുനിന്നും നൽകേണ്ടി വരും. എന്തായാലും രണ്ടു പക്ഷവും ഇത്തരം വാദമുഖങ്ങളാവും പ്രധാനമായും കോടതിയിൽ ഇന്ന് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ളത്. തീർച്ചയായും എന്തായാലും എല്ലാ കണ്ണുകളും ഇനി കോടതിയിലേക്കാണ്. കോടതി ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് അറിയേണ്ടത്. അതിനുശേഷമാകും രാജ്ഭവൻ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ഒപ്പം സർക്കാരും ആ കോടതി ഉത്തരവിന് ശേഷമായിരിക്കും തുടർ നടപടികൾ വേണ്ടിവരുമോ, തുടർ നിയമ നടപടികൾക്കോ മറ്റെന്ത് നീക്കമാണ് വേണ്ടത്. ഒരുപക്ഷെ ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ, അതിലേക്കുള്ള നീക്കമൊക്കെയും ഈ കോടതിയുടെ ഇന്നത്തെ നടപടികളെ ആശ്രയിച്ചാണ് ഇരിക്കുക. എന്തായാലും ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് കോടതി നടപടികൾ ആരംഭിക്കാൻ ബാക്കിയുള്ളത്. നമുക്ക് ഈ വാർത്തയുടെ മറ്റ് പ്രതികരണങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും ഒക്കെ തന്നെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി സ്വപ്ന സുരേഷ്. കടകംപള്ളി തോളിൽ കൈയിട്ട ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുവെന്നും ഇഷ്ടപ്പെടാത്തതിനാൽ തട്ടിമാറ്റിയെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഫോണിൽ നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും സ്വപ്ന സുരേഷ് ന്യൂസ് 18 വെളിപ്പെടുത്തി. He was a pure waste. He is not eligible to become a minister or an MLA. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. Let him come and give you an answer. A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. That is not a word to say. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadagampalli Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. സ്പ്രിംഗ്ലർ വിഷയത്തിൽ കെ ശൈലജയും ശിവശങ്കറും കൊമ്പുകോർത്തെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയാണ് കൊറോണയുടെ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നെങ്കിലും ഇങ്ങനത്തെ when the deal took place she was actually moved out and she was not with anything. അപ്പോൾ on one occasion ശൈലജ ടീച്ചർ വഴക്ക് പറഞ്ഞു. വാട്ട് ഇസ് ഹർ പ്രോബ്ലം, ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഹി കെയിം ഹോം ആൻഡ് ഹി വാസ് ടോക്കിംഗ് ടു ഓൾ ഓഫ് us. അപ്പോൾ ഐ സെഡ് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് എന്ന്. ഡേറ്റാബേസ് വിറ്റത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഷീ ഈസ് ട്രൈങ് ടു അറ്റാക്ക്. അപ്പോൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഹർ അറ്റ് ദാറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൂ ഇസ് ആക്ച്വലി ഗെയിനിങ്. അപ്പോൾ ഹി സെഡ് ഇറ്റ്സ് വീണ വിജയൻ. Openly, bluntly, he told it's for Veena Vijayan and it's for the chief minister that I am put into this as a scapegoat. സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവിക്ക് നൽകിയ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന അഭിമുഖം അത് നമ്മൾ 2 മണിക്ക് പൂർണ്ണമായി കാണിക്കുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിലാണ് ഇന്നലെ പറഞ്ഞതിൽ നിന്നും കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ. ഗോപി, അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത്. ഒരു പരിപാടിക്ക്, ഒരു പ്രാൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നത്. ആ പരിപാടിക്ക് ചെന്നപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതിന്റെ ഭാഗമായി ഈ കടകംപള്ളി സുരേന്ദ്രൻ കൈ തോളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. ആ കൈ സ്വപ്ന സുരേഷ് തട്ടി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് സ്വപ്ന സുരേഷിന്റെ നമ്പർ സംഘടിപ്പിച്ച് നിരന്തരം ശല്യം ചെയ്തു. അത് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ, മോശമായ രീതിയിലാണ് മുൻമന്ത്രി ഇടപെട്ടത്. മന്ത്രി എന്ന രീതിയിലുള്ള ഒരു വിധത്തിലുള്ള ഡെക്കോറവും അദ്ദേഹം പാലിച്ചില്ല.
മക്കളുള്ള വീട്ടിലേക്ക് കയറ്റാൻ പാടില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നുകൂടെ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഫോണിലൂടെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കുമായിരുന്നു. ഫോൺ സെക്സ് എന്ന ആരോപണവും സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായി സ്വപ്ന സുരേഷ് അദ്ദേഹത്തെ താക്കീത് ചെയ്തു. പി ശ്രീരാമകൃഷ്ണൻ, മുൻ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കോളേജ് കുമാരന്മാരെ പോലെ ഇരുവരും നിരന്തരം മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റൂമിലേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. തോമസ് ഐസക് അദ്ദേഹം മൂന്നാറിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചു. റൂം എടുക്കാം എന്ന് പറയുകയുണ്ടായി. അത് നേരിട്ടല്ല തോമസ് ഐസക് ബന്ധപ്പെട്ടത്, മറ്റൊരാൾ വഴിയാണ് ബന്ധപ്പെട്ടത് എന്നും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലർ ഇടപാടിലെ ഡാറ്റാബേസ് ചോർച്ച സംബന്ധിച്ച ശൈലജ ടീച്ചർക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഈ കൊറോണയുടെ സമയത്തുള്ള എല്ലാ ഡീലിങ്ങുകളും നടത്തിയിരുന്നത് ശിവശങ്കറും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടായിരുന്നു. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ കൂടിയും ഈ PPE കിറ്റ് ഉൾപ്പെടെയുള്ള അതുപോലെ ഈ ഡാറ്റാബേസ് ഉൾപ്പെടെയുള്ളവ വിറ്റത് സംബന്ധിച്ച് ശൈലജ ടീച്ചർക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഈ കാര്യം പുറത്തു വന്നപ്പോൾ ശൈലജ ടീച്ചറും ശിവശങ്കറും തമ്മിൽ നേരിട്ട് കൊമ്പ് കോർക്കുന്ന അവസരം വരെ ഉണ്ടായി. ഈ സ്പ്രിംഗ്ലർ ഇടപാടിന് ഡാറ്റാബേസ് വിറ്റത് വീണ വിജയന് വേണ്ടിയാണ് എന്നും സ്വപ്ന സുരേഷ് ആഞ്ഞടിക്കുന്നുണ്ട്. ഒപ്പം ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയത്, അതായത് ഈ ഡീലിംഗ്സുകളെല്ലാം നടത്തിയത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി, കൊട്ടാര തുല്യമായ ജീവിതത്തിന് വേണ്ടിയാണ് നടത്തിയത്, അല്ലാതെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല ഇതൊന്നും നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉന്നയിക്കുന്നത്. ED ഉദ്യോഗസ്ഥനെതിരെയും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. EDയിലെ ഉദ്യോഗസ്ഥൻ തന്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതെല്ലാം തന്നെ ചോർത്തി മറുവശത്ത് നൽകുകയായിരുന്നു എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. എങ്കിലും ബാംഗ്ലൂരുവിലേക്ക് ഈ കേസ് മാറ്റുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ അന്വേഷിക്കപ്പെടും. അങ്ങനെ ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയിലേക്കും സ്വപ്ന സുരേഷിലേക്കും എത്തും. അവരുടെ മൊഴിയെടുക്കുന്ന, അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക്. ഗവർണർ VC പോരിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോവുകയാണ്. സുപ്രീം കോടതി ഉത്തരവ് സാങ്കേതിക സർവകലാശാല VCക്ക് മാത്രമാണ് ബാധകമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ വിധി മറ്റു VCമാർക്ക് ബാധകമാക്കാൻ കഴിയില്ല. ഫണ്ട് ദുരുപയോഗം, മോശം പെരുമാറ്റം എന്നീ 2 കാരണങ്ങളാൽ മാത്രമേ ഒരു VCയെ നീക്കാൻ കഴിയൂ. ജഡ്ജിമാർ ഉൾപ്പെട്ട കമ്മിറ്റി അന്വേഷണം നടത്തിയ ശേഷമേ VCമാരെ നീക്കം ചെയ്യാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റ് 9 VCമാർക്കെതിരെ നിയമപരമായ എന്തെങ്കിലും പ്രശ്നം നിലനിൽക്കുന്നേയില്ല. ടെക്നോളജി യൂണിവേഴ്സിറ്റി VCക്ക് എതിരെ മാത്രം വന്ന വിധി സർവർക്കും ബാധകമാക്കാൻ സാധിക്കില്ല. ഇതുകൂടി കണക്കിലെടുത്താൽ VCമാരുടെ രാജി ആവശ്യപ്പെടുന്നതിന് നിയമപരമായ സാധൂകരണമില്ല. സർവകലാശാലയുടെ ഫണ്ട് ദുരുപയോഗം, മോശം പെരുമാറ്റം എന്നിങ്ങനെ 2 കാരണങ്ങളാൽ മാത്രമേ ഒരു VCയെ നീക്കം ചെയ്യാൻ കഴിയൂ. VCയെ നീക്കം ചെയ്യുന്നത് എന്ത് കാരണത്താൽ, എങ്ങനെ, എന്ത് നടപടിക്രമമനുസരിച്ച്, ഇതെല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. ഒരു VCയെ നീക്കം ചെയ്യാൻ ആ തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊരു ആരോപണം വന്നാൽ ഏത് തരത്തിലുള്ള, ഒന്നുകിൽ ഫണ്ട് ദുരുപയോഗം അല്ലെങ്കിൽ മോശം പെരുമാറ്റം, അങ്ങനെ ആരോപണങ്ങൾ വന്നാൽ ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ അന്വേഷിക്കേണ്ടതുണ്ട്. കുറ്റം തെളിഞ്ഞാൽ മാത്രമേ VCയെ നീക്കാൻ കഴിയൂ. സർവകലാശാല നിയമ ഭേദഗതി ബിൽ ഒപ്പുവെക്കാത്തതിൽ പ്രതിഷേധം പരസ്യമാക്കി മുഖ്യമന്ത്രി. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല നടപടി. ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന പ്രസ്താവന എല്ലാ മൂല്യങ്ങൾക്കും എതിരാണെന്നും വിദഗ്ധർ ഉൾപ്പെട്ട സമിതിയാണ് VCമാരെയെല്ലാം നിയമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളും ഓർഡിനൻസുകളും ഒപ്പുവെക്കാതെ പിടിച്ചുവെക്കുന്ന കേരള ഗവർണറുടെ നിലപാടിലെ പ്രതിഷേധം
പരസ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. തന്നിൽ അർപ്പിതമായ കടമ നിർവഹിക്കാതെ ചില ബില്ലുകൾ ഒപ്പിടില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങൾക്കുമെതിരാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയോടുള്ള അവഹേളനവുമാണ്. ഗവർണർ ഫ്യൂഡൽ ഭൂതകാലത്തിൽ അഭിരമിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കൽപ്പന പുറപ്പെടുവിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഗവർണർ RSSനോട് കൂടിയാലോചിച്ച് പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. 9 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ ഒറ്റയടിക്ക് പുറത്താക്കാൻ ഉള്ള തീരുമാനം തീർച്ചയായും ആ സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും പ്രതിസന്ധിയിലാക്കുമെന്നുള്ളത് ആർക്കും ഊഹിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്? വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സർവകലാശാലകളുടെ ആക്ടുകൾ അനുസരിച്ച് നിയോഗിതരായിട്ടുള്ള വൈസ് ചാൻസലർമാരെ ഉടനടി രാജിവെക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ ഉന്നത പദവിയിലുള്ളവർക്ക് യോജിച്ചതാണോ? ബഹുമാനപ്പെട്ട ചാൻസലർ എന്നോ കടന്നുപോയ കാലഹരണപ്പെട്ട ഫ്യൂഡൽ ഭൂതകാലത്തിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. RSSനോട് കൂടിയാലോചിച്ചുകൊണ്ടാണ് എന്തൊക്കെ കേരളത്തിൽ ചെയ്യണമെന്ന് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് എന്ന് വെളിവായിരിക്കുകയാണ്. വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഈ ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അധികാരമില്ലാത്ത കാര്യം ഗവർണർ ചെയ്യുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വൈസ് ചാൻസലറെ പുറത്താക്കണമെങ്കിൽ അതിന്റേതായ നിയമമുണ്ടെന്നും കാനം പറഞ്ഞു. അധികാരമില്ലാത്ത കാര്യമാണ് അധികാരമുണ്ടെന്ന് ഭാവിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റി നിയമങ്ങളിലൊന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു വൈസ് ചാൻസലറെ പുറത്താക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സാമ്പത്തിക ക്രമക്കേടുണ്ടാകണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ പുറത്താക്കാൻ ചാൻസലർക്ക് പറയാം. സംസ്ഥാനത്തിൻ്റെ നിയമം നടപ്പിലാക്കാനാണ് ചാൻസലർക്ക് ബാധ്യതയുള്ളത്, അല്ലാതെ അദ്ദേഹത്തിന് വേറെ നിയമമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നതല്ല. സംസ്ഥാനത്ത് ഒരു തരത്തിലുമുള്ള ഭരണപ്രതിസന്ധിയും ഉണ്ടാകില്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. ഗവർണറും സർക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടുമെന്നും സ്പീക്കർ തൃശൂരിൽ പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി സ്വപ്ന സുരേഷ്. കടകംപള്ളി തോളിൽ കൈയിട്ട ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുവെന്നും ഇഷ്ടപ്പെടാത്തതിനാൽ തട്ടിമാറ്റിയെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഫോണിൽ നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും സ്വപ്ന സുരേഷ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. He was a pure waste. He is not eligible to become a minister or an MLA. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. Let him come and give you an answer. A hungry dirt. A hungry dirt, frustrated,
വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. That is not a word to say. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadagampalli Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. സ്പ്രിംഗ്ലർ വിഷയത്തിൽ കെ ശൈലജയും ശിവശങ്കറും കൊമ്പുകോർത്തെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയാണ് കൊറോണയുടെ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നെങ്കിലും ഇങ്ങനത്തെ when the deal took place she was actually moved out and she was not with anything. അപ്പോൾ on one occasion ശൈലജ ടീച്ചർ വഴക്ക് പറഞ്ഞു, വാട്ട് ഇസ് ഹർ പ്രോബ്ലം, ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഹി കെയിം ഹോം ആൻഡ് ഹി വാസ് ടോക്കിംഗ് ടു ഓൾ ഓഫ് us. അപ്പോൾ ഐ സെഡ് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് എന്ന്, ഡേറ്റാബേസ് വിറ്റത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഷീ ഈസ് ട്രൈങ് ടു അറ്റാക്ക്. അപ്പോൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഹർ അറ്റ് ദാറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൂ ഇസ് ആക്ച്വലി ഗെയിനിങ്. അപ്പോൾ ഹി സെഡ് ഇറ്റ്സ് വീണ വിജയൻ. Openly, bluntly, he told it's for Veena Vijayan and it's for the chief minister that I am put into this as a scapegoat. സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവിക്ക് നൽകിയ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന അഭിമുഖം അത് നമ്മൾ 2 മണിക്ക് പൂർണ്ണമായി കാണിക്കുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിലാണ് ഇന്നലെ പറഞ്ഞതിൽ നിന്നും കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ. ഗോപി, അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത്. ഒരു പരിപാടിക്ക്, ഒരു പ്രാൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നത്. ആ പരിപാടിക്ക് ചെന്നപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതിന്റെ ഭാഗമായി ഈ കടകംപള്ളി സുരേന്ദ്രൻ കൈ തോളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. ആ കൈ സ്വപ്ന സുരേഷ് തട്ടി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് സ്വപ്ന സുരേഷിന്റെ നമ്പർ സംഘടിപ്പിച്ച് നിരന്തരം ശല്യം ചെയ്തു. വാർത്തകൾ തുടരുന്നു. വിസിമാരുടെ രാജിക്കാര്യത്തിൽ കോൺഗ്രസിലും UDFിലും ഭിന്നത. വൈസ് ചാൻസലർമാർ രാജി സമർപ്പിക്കണമെന്ന തിട്ടൂരം ജനാധിപത്യത്തിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണെന്ന് കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. ഗവർണറുടെ നടപടി സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണം. ഈ ഇഷ്ടക്കാരായ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ നിയമവിരുദ്ധമായ മാർഗങ്ങൾ തേടുകയും സംസ്ഥാന ഗവർണറുമായി നിയമവിരുദ്ധമായ കൂടിച്ചേരലുകൾ ഉണ്ടായത്. ഇപ്പോൾ എതിരായി സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇപ്പോൾ മാത്രം ഗവർണർക്ക് എങ്ങനെയാണ് ഒരു സംഘപരിവാർ മുഖം? നാളെ ഈ ഗവർണർ ഏതെങ്കിലും ഒരു വൈസ് ചാൻസലർക്ക്, സംഘപരിവാർ ബന്ധമുള്ള ഒരു വൈസ് ചാൻസലർക്ക് ചുമതല ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഏതെങ്കിലും അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് ഞങ്ങളായിരിക്കും, കേരളത്തിലെ പ്രതിപക്ഷമായിരിക്കും. ഒരു വിട്ടുവീഴ്ചയില്ല കാര്യത്തിൽ. ഗവർണറോട് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് പ്രതിപക്ഷമാണ്. ഇത് സൗകര്യത്തിനാണ് ഗവർണറോട് ഏറ്റുമുട്ടുന്നത്. ഇവർ ചെയ്ത തെറ്റ് പുറത്താക്കപ്പെടുമ്പോഴാണ് ഇവർ ഗവർണറുമായി ഏറ്റുമുട്ടുന്നത്. എല്ലാവരും എഴുതി കൊടുക്കുമ്പോൾ ഒരേപോലത്തെ പ്രസ്താവന എഴുതി കൊടുത്തിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ കൊടുക്കുന്ന പ്രസ്താവനയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് KC വേണുഗോപാലിന് കൊടുക്കാൻ പറ്റുമോ? അതെടുത്തിട്ട് മുസ്ലിം ലീഗിന് കൊടുക്കാൻ പറ്റുമോ? അത് ഇതിന്റെ കണ്ടന്റ് അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ദയവ് ഇത് അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോയി അടിക്കുറിപ്പിന്റെ പുറകെ പോവാതെ ഈ വിഷയത്തെ ഗൗരവമായി കാണും. അതൊന്നുമില്ല, അതൊക്കെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ക്ലിയർ. ഈ 2 നിലപാടാണുള്ളത്, ഞങ്ങൾക്ക് ആർക്കും ഒരു വ്യത്യാസം. സർവകലാശാലയിൽ അനധികൃതമായ നിയമനങ്ങൾ നടത്തുന്നു, സ്വന്തക്കാരെ ഇഷ്ടക്കാരെ അതിനകത്ത് തിരികെ കയറ്റുന്നു, മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്നു, സർവകലാശാലയുടെ സ്വയംഭരണ അധികാരം നശിപ്പിക്കുന്നു. ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ എടുത്തിരിക്കുന്ന ഈ നടപടി. ഗവർണർ എന്നുള്ള നിലയിലല്ല, അപ്പോയിന്റിംഗ് അതോറിറ്റിയായ ചാൻസലർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. എങ്ങനെ നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയും? അതുകൊണ്ട് ഗവർണർ എടുത്ത തീരുമാനം ശരിയാണ്. ഗവർണറുടെ ആ തീരുമാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും.
അതേസമയം ഗവർണറുടെ നടപടി അതിര് കടന്നുവെന്ന നിലപാട് മുസ്ലിം ലീഗ് ഇന്നും ആവർത്തിച്ചു. UDF-ൽ ഭിന്നതയില്ലെന്നും PM സലാം പറഞ്ഞു. തെറ്റായ കാര്യങ്ങൾ സർക്കാർ തിരുത്തണം, ചെയ്ത തെറ്റുകൾ തിരുത്തുന്നുവെന്നാണ് ലീഗിനെ പുകഴ്ത്തിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണമെന്നും PM സലാം പറഞ്ഞു. ഗവർണറുടെ നടപടി അതിര് കടന്നതാണ്, സംശയമൊന്നുമില്ല. അവിടേക്ക് എത്തിക്കുന്നതിൽ ഈ ഗവൺമെന്റിന് വളരെ വലിയ പങ്കുണ്ട്. VC-മാരുടെ നിയമനം തെറ്റാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗവർണർ ചെയ്ത ഈ പുറത്താക്കൽ നടപടി ശരിയല്ല. അദ്ദേഹം അധികാര പരിധി ലംഘിക്കുകയാണ് ചെയ്തത്. ഏതായിരുന്നാലും ഇപ്പോൾ ഹൈക്കോടതി അത് പരിശോധിക്കുന്നുണ്ട്, നമ്മളതിനെക്കുറിച്ച് തർക്കിക്കണ്ട. ഗവർണർ വിഷയത്തിൽ നിലപാടെടുക്കുന്നതിൽ UDF-ലെ ഭിന്നത ചർച്ചയാക്കി മുഖ്യമന്ത്രി. വ്യത്യസ്ത നിലപാടെടുത്ത മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംഘപരിവാറിന് അഴിഞ്ഞാടാനുള്ള അവസരമൊരുക്കലാണ് നടക്കുന്നത്. മുസ്ലിം ലീഗ് ഈ തന്ത്രത്തെ തിരിച്ചറിയുന്നു. ഇത് കൂട്ടിവായിക്കാത്തവർ രാഷ്ട്രീയ അബദ്ധത്തിലേക്ക് ചാടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് BJP-യുടെ തന്ത്രത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഘപരിവാറിന് അഴിഞ്ഞാടാനുള്ള കളങ്ങളായി സർവകലാശാലകളെ മാറ്റിയെടുക്കലാണ് ലക്ഷ്യം. രാജ്യത്തിൻ്റെ ചിത്രമറിയാവുന്നവർക്ക് ആ വസ്തുതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും. അത് ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്നില്ല. അത് സാധ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ കഴിയുന്നവർ UDF-ൽ പോലുമുണ്ട്. പ്രതിപക്ഷ നേതാവ് BJP-യുടെ ഈ തന്ത്രത്തിന് കൂട്ടുനിൽക്കുന്നതാണ് നാം കണ്ടത്. എന്നാൽ ലീഗ് നേതാക്കൾ വേറിട്ട ശബ്ദത്തിൽ സംസാരിക്കുന്നത് ഈ ആപത്ത് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ്. JNU-വിൽ, ഹൈദരാബാദിൽ, അങ്ങനെ വിവിധ സർവകലാശാലകളിൽ സംഘപരിവാർ ഇടപെട്ടത് നാം കണ്ടതാണ്. അതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് ഇവിടെ സർവകലാശാലകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ. ഇത് കൂട്ടി വായിക്കാത്തവർ വലിയ രാഷ്ട്രീയ അബദ്ധത്തിലേക്കാണ് എടുത്തു ചാടുന്നത്. ചാൻസലറുടെ അധികാരത്തിലേക്ക് കൈകടത്തുന്നത് മുഖ്യമന്ത്രിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് പറയുന്നത് വെല്ലുവിളിയാണ്. ഗവർണറുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ സർക്കാർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേരളത്തെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഗവർണറുടെ പ്രവൃത്തിയിലൂടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അധാർമികമായ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും അഴിമതിയും സ്വപ്നയുടെ വെളിപ്പെടുത്തലും നിരവധി കാര്യങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ ഗവർണറുടെ VC-മാർക്കെതിരായ നടപടിയെ ഉപയോഗപ്പെടുത്തി യുദ്ധം പ്രഖ്യാപിക്കാനാണ് മുഖ്യമന്ത്രി തയ്യാറാവുന്നത്. മുഖ്യമന്ത്രി എല്ലാ കാലത്തും ഇങ്ങനെയാണ്, യുദ്ധം പ്രഖ്യാപിക്കുക. ഗവർണർക്കെതിരെ നിലപാട് ശക്തമാക്കി ഭരണപക്ഷ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ. കണ്ണൂർ സർവകലാശാലയ്ക്ക് മുന്നിൽ SFI പ്രവർത്തകർ പ്രതിഷേധം നടത്തി. പുതിയ VC അധികാരം ഏറ്റെടുക്കാനെത്തിയാൽ തടയുമെന്ന് SFI വ്യക്തമാക്കി. പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിച്ചു. കേരള സർവകലാശാലയ്ക്ക് മുന്നിലും SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പുതിയ VC എത്തിയാൽ തടയുമെന്ന് പറഞ്ഞ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലേക്ക് കയറി. തൃശൂരിലെ മലയാള സർവകലാശാലയിലേക്കും SFI പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തും കണ്ണൂരിലും ഇടത് അധ്യാപക സംഘടന AKPCTA-യുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു. തിരുവനന്തപുരത്ത് AKPCTA ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു.
അതേസമയം കണ്ണൂർ സർവകലാശാല വിസിയുടെ വീട്ടിലേക്ക് കെഎസ്യുവിന്റെ പ്രതിഷേധം. മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വനിതാ പോലീസ് ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ വനിതാ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസ് പരിസരത്ത് താമസിക്കുന്ന സ്ത്രീയുടെ സഹായം തേടി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി സ്വപ്ന സുരേഷ്. കടകംപള്ളി തോളിൽ കൈയിട്ട ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുവെന്നും ഇഷ്ടപ്പെടാത്തതിനാൽ തട്ടിമാറ്റിയെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഫോണിൽ നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും സ്വപ്ന സുരേഷ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. He was a pure waste. He is not eligible to become a minister or an MLA. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ലെറ്റ് ഹിം കം ആൻഡ് give you an answer. A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. That is not a word to say. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadagampalli Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. സ്പ്രിംഗ്ലർ വിഷയത്തിൽ കെ ശൈലജയും ശിവശങ്കറും കൊമ്പുകോർത്തെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയാണ് കൊറോണയുടെ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നെങ്കിലും ഇങ്ങനത്തെ when the deal took place she was actually moved out and she was not with anything. അപ്പോൾ on one occasion ശൈലജ ടീച്ചർ വഴക്ക് പറഞ്ഞു. വാട്ട് ഇസ് ഹർ പ്രോബ്ലം? ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഹി കെയിം ഹോം ആൻഡ് ഹി വാസ് ടോക്കിംഗ് ടു ഓൾ ഓഫ് us. അപ്പോൾ ഐ സെഡ് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഒന്ന് ഡേറ്റാബേസ് വിറ്റത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഷീ ഈസ് ട്രൈങ് ടു അറ്റാക്ക്. അപ്പോൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഹർ അറ്റ് ദാറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൂ ഇസ് ആക്ച്വലി ഗെയിനിങ്? അപ്പോൾ ഹി സെഡ് ഇറ്റ്സ് വീണ വിജയൻ. Openly, bluntly, he told it's for Veena Vijayan and it's for the chief minister that I am put into this as a scapegoat. സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവിക്ക് നൽകിയ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന അഭിമുഖം അത് നമ്മൾ 2 മണിക്ക് പൂർണ്ണമായി കാണിക്കുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിലാണ് ഇന്നലെ പറഞ്ഞതിൽ നിന്നും കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ. ഗോപി, അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത്. ഒരു പരിപാടിക്ക്, ഒരു പ്രാൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നത്. ആ പരിപാടിക്ക് ചെന്നപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതിന്റെ ഭാഗമായി ഇയാൾ ഈ കടകംപള്ളി സുരേന്ദ്രൻ കൈ തോളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. ആ കൈ സ്വപ്ന സുരേഷ് തട്ടി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് സ്വപ്ന സുരേഷിന്റെ നമ്പർ സംഘടിപ്പിച്ച് നിരന്തരം ശല്യം ചെയ്തു. കാർഗിലിൽ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനികർ തന്റെ കുടുംബത്തിന്റെ ഭാഗമെന്നും ദീപാവലിയുടെ മധുരവും തെളിച്ചവും നിങ്ങൾക്കിടയിലാണെന്നും കാർഗിലിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. കാർഗിലിൽ ഒരു യുദ്ധത്തിലും പാകിസ്ഥാൻ വിജയിക്കാനായിട്ടില്ല. അതിനാൽ കാർഗിൽ ദീപാവലി ആഘോഷിക്കേണ്ട ഇടമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. 2014 പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയ ശേഷം നരേന്ദ്രമോദി കഴിഞ്ഞ എല്ലാ ദീപാവലിയും വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ സൈനികർക്കൊപ്പമാണ് ആഘോഷിക്കുന്നത്.
बहुत ज्यादा से ज्यादा मजबूत होते जा रहे हैं। ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായേക്കും. മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മത്സരത്തിൽ നിന്ന് പിന്മാറി. 57 എംപിമാരുടെ പിന്തുണ മാത്രമാണ് ബോറിസ് ജോൺസന് ഉറപ്പിക്കാനായത്. 357 കൺസർവേറ്റീവ് എംപിമാരിൽ 155 എംപിമാർ ഇതിനകം ഋഷി സുനകിന് പിന്തുണ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച പെന്നി മോർഡന്റിന് മത്സരിക്കുന്നതിനാവശ്യമായ 100 എംപിമാരുടെ പിന്തുണ നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 25 എംപിമാരുടെ പിന്തുണയാണ് പെന്നി മോർഡന്റിന് ഉള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 അവസാനിക്കും. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ കാണാം. അരുണാചൽ പ്രദേശിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സൈനികൻ കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി KV അശ്വിന് വിട ചൊല്ലി ജന്മനാട്. മൃതദേഹം ജന്മനാടായ കാസർഗോഡ് ചെറുവത്തൂർ കിഴക്കേമുറിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാളയാറിൽ സഹോദരങ്ങളെ പോലീസ് മർദ്ദിച്ച കേസിൽ ഒരാൾക്ക് കൂടി സ്ഥലം മാറ്റം. വാളയാർ സ്റ്റേഷനിലെ CPO പ്രതാപനെ സ്ഥലം മാറ്റി. ഒറ്റപ്പാലം സ്റ്റേഷനിലേക്കാണ് മാറ്റം. പാലക്കാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. തിരുവിഴാംകുന്ന് സ്വദേശി നിയാസിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. 2 കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. കൊല്ലം കിളികൊല്ലൂരിൽ സൈനികനായ വിഷ്ണുവിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിമുക്ത ഭടന്മാർ മാർച്ച് നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ട്രോളുകളുടെ പെരുമഴ. കേരളത്തിലേത് മികച്ച പോലീസാണെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളിലൂടെ സേനയുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. 37 ലക്ഷം രൂപ മൂല്യമുള്ള 743 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി ചെറുവളപ്പിൽ നജീബ് പിടിയിൽ. മുല്ലപ്പൂ വാസനയിൽ നിറഞ്ഞ് ഈജിപ്തിലെ ഒരു ഗ്രാമം. ഷുബ്ര ബറോല എന്ന ഈജിപ്ഷ്യൻ ഗ്രാമം അറിയപ്പെടുന്നത് മുല്ലപ്പൂ ഗ്രാമം എന്നാണ്. ഇവിടെ ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ലോകത്തിലെ മുല്ലപ്പൂ ഉൽപാദനത്തിന്റെ ഭൂരിഭാഗവും ഈജിപ്തിലെ ഷുബ്ര ബലോല എന്ന ഗ്രാമത്തിലാണ്. മുല്ലപ്പൂ കയറ്റുമതിയാണ് ഗ്രാമവാസികളുടെ പ്രധാന വരുമാന മാർഗം. بيبدأ من الساعة 1 بالليل كده تجمع بقى زي ما انت عايز، انما ساعة الحر ما يبدأ ما تعرفش تجمع ولا هو يبقى حلو وتحطه في الجردل ما يبقاش حلو. هو دي ميعاده احلى جمع ليه. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള 6 മാസത്തോളം വിളവെടുപ്പ് കാലമാണ്. നേരം പുലരും മുൻപ് ഗ്രാമവാസികൾ കൃഷിയിടത്തിലെത്തി പൂക്കളിറുക്കും. പ്രത്യേക ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിച്ച് ശേഖരിക്കുന്ന മുല്ലപ്പൂവുകൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ഉൽപ്പന്നങ്ങളായി ആവശ്യക്കാർക്കരികിലേക്ക് എത്തുന്നു. The Russian-Ukrainian war has also affected our distribution because Russia used to take a good portion of our production. It's also affecting people who are afraid and are not buying what they deem as unnecessary or luxurious like fragrances. മുല്ലപ്പൂ കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കാറില്ല എന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും മുല്ലപ്പൂ വിളവെടുപ്പ് കാലം ഈ നാട്ടുകാർക്ക് ഒരു ആഘോഷമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി സ്വപ്ന സുരേഷ്. കടകംപള്ളി തോളിൽ കൈയിട്ട ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുവെന്നും ഇഷ്ടപ്പെടാത്തതിനാൽ തട്ടിമാറ്റിയെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഫോണിൽ നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും സ്വപ്ന സുരേഷ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. He was a pure waste. He is not eligible to become a minister or an MLA. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. Let him come and give you an answer. A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്.
That is not a word to say. He's frustrated. I'm seeing him for the first time. I don't know whether he's Kadagampalli Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. സ്പ്രിംഗ്ലർ വിഷയത്തിൽ കെ ശൈലജയും ശിവശങ്കറും കൊമ്പുകോർത്തെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയാണ് കൊറോണയുടെ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നെങ്കിലും ഇങ്ങനത്തെ when the deal took place she was actually moved out and she was not with anything. അപ്പോൾ on one occasion ശൈലജ ടീച്ചർ വഴക്ക് പറഞ്ഞു, what is her problem, I'm doing it for the chief minister എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ he came home and he was talking to all of us. അപ്പോൾ I said what is actually happening, ഒന്ന് ഡേറ്റാബേസ് വിറ്റത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഷീ ഈസ് ട്രൈങ് ടു അറ്റാക്ക്, അപ്പോൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഹർ അറ്റ് ദാറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൂ ഇസ് ആക്ച്വലി ഗെയിനിങ്. അപ്പോൾ ഹി സെഡ് ഇറ്റ്സ് വീണ വിജയൻ. Openly, bluntly he told it's for Veena Vijayan and it's for the chief minister that I am put into this as a scapegoat. സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവിക്ക് നൽകിയ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന അഭിമുഖം അത് നമ്മൾ 2 മണിക്ക് പൂർണ്ണമായി കാണിക്കുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിലാണ് ഇന്നലെ പറഞ്ഞതിൽ നിന്നും കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ. ഗോപി, അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത്. ഒരു പരിപാടിക്ക്, ഒരു പ്രാൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നത്. ആ പരിപാടിക്ക് ചെന്നപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതിന്റെ ഭാഗമായി ഈ കടകംപള്ളി സുരേന്ദ്രൻ കൈ തോളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. ആ കൈ സ്വപ്ന സുരേഷ് തട്ടി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് സ്വപ്ന സുരേഷിന്റെ നമ്പർ സംഘടിപ്പിച്ച് നിരന്തരം ശല്യം ചെയ്തു. അത് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ, മോശമായ രീതിയിലാണ് മുൻമന്ത്രി ഇടപെട്ടത്. മന്ത്രി എന്ന രീതിയിലുള്ള ഒരു വിധത്തിൽ. നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. VC വിഷയത്തിൽ ഹൈക്കോടതിയുടെ പ്രത്യേക സിറ്റിംഗ് ഉടൻ. സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് VC-മാർ. രാജിവെക്കണമെന്ന ഗവർണറുടെ അന്ത്യശാസനം തള്ളി. പ്രതികരിക്കാതെ ഗവർണർ. പിൻവാതിൽ ഭരണം നടത്താമെന്ന് ആരും കരുതേണ്ടതില്ല, മോഹിക്കേണ്ടതില്ല. ഗവർണർക്ക് അക്കമിട്ട മറുപടിയുമായി മുഖ്യമന്ത്രി. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നു. പദവി ഒഴിയേണ്ടത് ഗവർണർ. ജനകീയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഗവർണറുടേത് ഭീഷണിപ്പെടുത്തുന്ന നിലപാടെന്ന് ആർ ബിന്ദു. ഭരണപ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് AN ഷംസീർ. ഗവർണർ ചെയ്യുന്നത് അധികാരമില്ലാത്ത കാര്യങ്ങളെന്ന് കാനം. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI. ഗവർണർ VC വിഷയത്തിൽ UDF-ൽ ഭിന്നത. നടപടി അനുകൂലിച്ച് VD സതീശനും ചെന്നിത്തലയും. എല്ലാ സീമകളും ലംഘിക്കുന്നുവെന്ന് KC വേണുഗോപാൽ. അതിരു കടന്നുവെന്ന് ലീഗ്. പ്രശംസിച്ച മുഖ്യമന്ത്രി. രാജ്യം ദീപാവലി ആഘോഷത്തിൽ. പ്രധാനമന്ത്രിയുടെ ആഘോഷം ജവാന്മാർക്കൊപ്പം. സൈനികർ തന്റെ കുടുംബത്തിന്റെ ഭാഗമെന്ന് മോദി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവാൻ ഋഷി സുനക് സാധ്യതയേറുന്നു. പിന്തുണച്ച് 146 MPമാർ. മത്സരത്തിൽ നിന്ന് പിന്മാറി ബോറിസ് ജോൺസൺ. പെന്നി മോർഡന് 25 MPമാരുടെ പിന്തുണ.
വിസിമാരോടുള്ള ഗവർണറുടെ രാജി നിർദ്ദേശത്തിൽ ഹൈക്കോടതിയിൽ പ്രത്യേക സിറ്റിംഗ് അല്പസമയത്തിനകം. സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട 9 വിസിമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുക. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനാണ് ഹർജി പരിഗണിക്കുന്നത്. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി 6 വിസിമാർ ഗവർണർക്ക് രേഖാമൂലം മറുപടി നൽകി. എം ജി യൂണിവേഴ്സിറ്റി, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, KTU വിസിമാരാണ് കത്ത് നൽകിയത്. ഇന്ന് രാവിലെ 11:30 മുമ്പ് രാജിവെക്കണമെന്ന നിർദ്ദേശം വിസിമാർ തള്ളിയതോടെ ബദൽ നീക്കവുമായി രാജ്ഭവനും മുന്നോട്ട് പോവുകയാണ്. ഗവർണർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. വിസി നിയമനം ചട്ടവിരുദ്ധമാണെങ്കിൽ പ്രാഥമിക ഉത്തരവാദിത്തം ഗവർണർക്കാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെയെങ്കിൽ പദവി ഒഴിയേണ്ടത് വിസിമാരാണോ എന്നും ഗവർണറെ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി ചോദിച്ചു. ഈ 9 സർവകലാശാലകളിലും VC നിയമനങ്ങൾ നടന്നത് എന്നാണ് ഗവർണർ പറയുന്നത്. 9 സർവകലാശാലകളിലും ഗവർണറാണ് നിയമന അധികാരി. VC നിയമനങ്ങൾ ചട്ടവിരുദ്ധമായാണ് നടന്നതെങ്കിൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം നിയമനാധികാരിയായ ഗവർണർക്ക് തന്നെയല്ലേ? ഗവർണറുടെ തന്നെ ലോജിക്ക് പ്രകാരം പദവിയിൽ നിന്നൊഴിയേണ്ടത് VCമാരാണോ? അതും ആലോചിക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ഇപ്പോൾ പ്രതികരണമില്ലെന്ന് ഗവർണർ. I can only tell you, please, whosoever wants to talk to me, they can send a request to Raj Bhavan. I will make it sure that I talk to you, but I do not know who among you is a genuine journalist and who are the cadre masquerading as media, and I do not wish to speak to the cadre. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ, അതോടൊപ്പം തന്നെ MS അനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം അനീഷ് കുമാറിലേക്ക്. അനീഷ്, ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. 1 മണിക്കൂറിനുള്ളിൽ അറിയാം കേരളം ഇന്ന് വിവാദമായി കത്ത് നിൽക്കുന്ന ഈ വിഷയത്തിൽ കോടതിയുടെ തീരുമാനം എന്താവുമെന്ന്. എന്താണ് കോടതിയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ? കിരൺ, കോടതിയുടെ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട റിട്ട് ഹർജിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരും മറ്റുള്ള ആളുകളും കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ ഒരു സിറ്റിംഗ് തന്നെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്നത്. ദീപാവലി ദിനമായതുകൊണ്ട് തന്നെ ഹൈക്കോടതി അവധിയാണ്. പക്ഷേ ഇന്ന് രാവിലെ 11:30 9 VCമാർ രാജിവെക്കണമെന്ന ഉത്തരവാണ് ഇന്നലെ, അതിനുള്ള നോട്ടീസാണ് ഇന്നലെ ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയത്. എന്നാൽ തങ്ങൾ സ്ഥാനം വെക്കില്ല എന്ന് വൈസ് ചാൻസലർമാർ ചൂണ്ടിക്കാട്ടുകയും അവർ ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു. എന്തായാലും ഈ 9 വൈസ് ചാൻസലർമാരുടെ രാജിയിലേക്ക് നയിക്കുന്ന അസാധാരണ സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടുകയും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനോട്, ഈ യൂണിവേഴ്സിറ്റി വിഷയങ്ങൾ പരിഗണിക്കുന്ന ജഡ്ജിയോട്, ആ ബെഞ്ചിനോട് ഈ കേസ് അടിയന്തരമായി പരിഗണിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയത്തിനകം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കോടതിയിലേക്ക് എത്തുകയും ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സ്വാഭാവികമായ ഒരു നീതിയുടെ നിഷേധം തങ്ങൾക്കുണ്ടായി എന്നാണ് 9 വൈസ് ചാൻസലർമാരും ഈ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അല്പസമയം മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നൽകിയ റിട്ട് ഹർജിയുടെ പകർപ്പ് ലഭിച്ചിരുന്നു. ഇതിൽ ചാൻസലറാണ് ഒന്നാം കക്ഷിയായി ഇരിക്കുന്നത്. സർക്കാരും സർവകലാശാലയും 2-3 കക്ഷികളായാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ വൈസ് ചാൻസലർമാർ ഒരു ഹർജി നൽകിയാൽ അവർ യൂണിവേഴ്സിറ്റിയെ എന്ന രീതിയിൽ ആണ് പ്രതിനിധീകരിക്കുക. പക്ഷേ ഇത് വ്യക്തികളുടെ പേരിൽ വന്നിരിക്കുന്ന നടപടിക്രമമായതുകൊണ്ട് തന്നെ, അതായത് വ്യക്തികളെ അയോഗ്യരാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ രാജി ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളായതുകൊണ്ട് തന്നെ അവർ സ്വന്തം നിലയിൽ റിട്ട് ഹർജിയാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ചാൻസലറുടെ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് ഈ ഹർജിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം വൈസ് ചാൻസലർ സ്ഥാനത്ത് ഈ UGC മാനദണ്ഡപ്രകാരം സെർച്ച് കമ്മിറ്റിയൊക്കെ നിയോഗിച്ച് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ നിയമനമായതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്ന ആവശ്യം ഈ ഹർജിയിൽ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടും മറ്റ് നിയമങ്ങളൊക്കെ അനുസരിച്ച് ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിൽ വൈസ് ചാൻസലർക്ക്, ഈ ചാൻസലർ കൂടിയായ ഗവർണർക്ക് കൃത്യമായ അധികാരം നൽകുന്നുണ്ട്. എന്നാൽ ഈ വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ രാജി ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല. അതിനുള്ള അധികാരം ഗവർണർക്കില്ല എന്ന് ഈ റിട്ട് ഹർജിയിൽ കൃത്യമായി പറയുന്നു. ഒപ്പം ഈ
നിയമനവുമായി ബന്ധപ്പെട്ടും ഈ പിരിച്ചുവിടൽ അല്ലെങ്കിൽ രാജി ആവശ്യപ്പെടലുമായി ബന്ധപ്പെട്ട് ഉള്ള രേഖകൾ പൂർണ്ണമായും എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടതെന്ന് അടക്കമുള്ള രേഖകൾ കോടതി വിളിച്ചു വരുത്തണം എന്ന ആവശ്യവും അവർ ഉന്നയിക്കുന്നു. എന്തായാലും വളരെ പെട്ടെന്നാണ്, അസാധാരണമായ ഒരു നടപടിക്രമത്തിലൂടെയാണ് തനിക്ക് ഇത്തരത്തിൽ രാജിവെക്കണമെന്ന നിർദ്ദേശം ലഭിച്ചത്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു കുറ്റാരോപിതനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സ്ഥാനത്തു നിന്നും മാറ്റുമ്പോൾ കൃത്യമായ നോട്ടീസ് നൽകി ആ നോട്ടീസിന് മറുപടി നൽകാനുള്ള ഒരു സമയക്രമം നൽകുകയും പിന്നീട് അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്താണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാറ്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ എന്ന നിലയിൽ ഇത്തരത്തിൽ യാതൊരു നീതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ഈ ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് കൃത്യമായ വിശദീകരണം തേടിയ ശേഷം അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇത്തരം നടപടിക്രമങ്ങൾ കൈക്കൊള്ളാൻ കഴിയൂ എന്നാണ് എല്ലാ വൈസ് ചാൻസലർമാരും പറയുന്നത്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അല്ലെങ്കിൽ UGC മാനദണ്ഡങ്ങളനുസരിച്ച് കൃത്യമായ ജോലി ഈ തസ്തികയിലേക്ക് വേണ്ട യോഗ്യതയുള്ള ആളുകളാണ് തങ്ങൾ. എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സെർച്ച് കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും പിന്നീട് ഗവർണർ നിയമനം നൽകുകയും ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് ഈ ഭരണതലത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലെ പോരായ്മയൊന്നും തങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന വാദവും വൈസ് ചാൻസലർമാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതടക്കമുള്ള വാദങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും. പക്ഷേ ഗവർണറുടെ ഭാഗത്തു നിന്ന് നൽകാൻ കഴിയുന്ന വിശദീകരണം സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലറെ വളരെ സമയബന്ധിതമായി പിരിച്ചുവിട്ടിരിക്കുന്നു. ആ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ എല്ലാ നടപടിക്രമങ്ങളും ഈ 9 സർവകലാശാല വൈസ് ചാൻസലർമാർക്കും ബാധകമാകും, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധകമാകുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ ചൂട് പിടിച്ചാണ് ഇത്തരമൊരു നടപടിക്രമം താൻ ചെയ്യുന്നത് എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുക. സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നാട്ടിലെ നിയമമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പിന്നീട് ഒരു മണിക്കൂർ പോലും ഈ സ്ഥാനത്ത് തുടരാൻ മറ്റ് വൈസ് ചാൻസലർമാർ യോഗ്യരല്ല എന്ന ഒരു കാര്യവും കോടതിയിൽ ചൂണ്ടിക്കാട്ടും. എന്തായാലും ഈ സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാവും ഗവർണറുടെ ഭാഗം കോടതിയിൽ വിശദീകരിക്കുക. മറുവശത്ത് സ്വാഭാവിക നീതി ചെറിയ സംശയം, ഈ കോടതിയിൽ ഈ കേസ് പരിഗണിക്ക് വരുമ്പോൾ ഇന്ന് കോടതി ആദ്യം എടുക്കുന്ന നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്? അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീർപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ നടപടിക്രമങ്ങൾ വീക്ഷിക്കുമ്പോൾ ഇന്ന് ഒരു തീർപ്പിനുള്ള സാധ്യതകൾ തീർച്ചയായും കാണുന്നില്ല. കാരണം 2 കക്ഷികൾ കോടതിയിലേക്കൊരു കേസുമായി അല്ലെങ്കിൽ ഒരു വ്യവഹാരവുമായി വന്ന ആദ്യം ഈ കക്ഷികളെ കേൾക്കുക എന്ന നിലപാട് തന്നെയാവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. സാധാരണഗതിയിൽ ഇന്നും അതുതന്നെയാണ് ഈ വൈസ് ചാൻസലർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം പറയാനുള്ള അവസരം നൽകണമെന്ന് പറയുന്നു. അതുകൊണ്ട് താൽക്കാലികമായി ഈ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്ത് തങ്ങളെ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുകയും മറ്റാളുകളെ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കാതിരിക്കുകയും ചെയ്യുമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കും. സാധാരണഗതിയിൽ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരെ കേൾക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. ഒപ്പം എതിർകക്ഷികൾക്ക്, ഇവിടെ എതിർകക്ഷിയായി വരുന്നത് സർക്കാരും ഗവർണറും അടക്കമുള്ള ആളുകളാണ്, അവർക്ക് നൽകാനുള്ള വിശദീകരണം, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങി എന്നൊരു വിശദീകരണം നൽകാനുള്ള അവസരം നൽകുകയാണ്. സാധാരണഗതിയിൽ ഒരുപക്ഷെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്താവും ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും മറ്റാളുകളെ നിയോഗിക്കരുതെന്ന നിർദ്ദേശം നൽകുകയും ചെയ്യാം. പക്ഷേ ഇക്കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും കൃത്യമായ പ്രവചനം അസാധ്യമാണ്. തുടരുക. കോൺഗ്രസ് നേതാവ് പഴകുളം മധു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മധു, കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രതികരണം ഞങ്ങളെപ്പോലെ താങ്കളും കേട്ട് കാണും. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം? അല്ല, കോൺഗ്രസിന്റെ അഭിപ്രായം ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞങ്ങള് അത് യാതൊരു സംശയത്തിനിടയില്ലാതെ വിധം പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രശ്നമെല്ലാം ഉണ്ടാകാൻ കാര്യം ഗവർണറും CPM-ഉം തമ്മിലുണ്ടായിരുന്ന അവിഹിതമായ ബന്ധങ്ങൾ അവസാനിച്ചോടുകൂടിയാണ്. ഗവർണർ എന്ന് പറയുന്നത് BJP-യുടെ ഒരു ചട്ടുകമാണ്, അല്ലെങ്കിൽ സംഘപരിവാര രാഷ്ട്രീയം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരാള് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ കേരളത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഏതെങ്കിലും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്ന് ഇന്നത്തെ ഈ പ്രസന്റ് ഇഷ്യൂവിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അഴിമതി മാത്രമാണ് അതിന് ബാധകമായിട്ടുള്ളത്. ദേശീയ തലത്തിൽ സർവകലാശാലയുടെ ഓട്ടോണമി തകർക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അതിന് ഗവർണർമാരെല്ലാം കൂട്ടുനിൽക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ദേശവ്യാപകമായ ഒരു പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് ഇവിടെയും അവർക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് അവർക്കൊപ്പം നിൽക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ഇത് കൃത്യമായ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. സ്വന്തക്കാരെ സർവകലാശാലകളിൽ ഫാക്കൽറ്റികളായി നിയമിക്കാൻ വേണ്ടിയാണ്, ഏറ്റവും അവസാനം ക്യാഷ് ലേബറേഴ്സ് ആയിട്ട് വരെ നിയമിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി UGC റെഗുലേഷന്റെ ശക്തമായ ലംഘനത്തിലൂടെ അയോഗ്യനായി കണ്ടെത്തപ്പെട്ട, നിയമനം തെറ്റാണെന്ന് കണ്ടെത്തപ്പെട്ട, അത് വോയിഡ് അഭിനുഷ്യമായി വിധിക്കപ്പെട്ട ടെക്നിക്കൽ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനം,
അതേപടി നിയമനം ലഭിച്ച എല്ലാ വൈസ് ചാൻസലർമാർക്കും ബാധകമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് വളരെ വ്യക്തമായി കാണും. ഞങ്ങൾക്ക് ഇപ്പോഴുമുള്ള സംശയം, താങ്കൾ ഈ പറയുന്ന വാദങ്ങളൊന്നും കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ സി വേണുഗോപാലിന് മനസ്സിലാവുന്നില്ല എന്നുണ്ടോ? കെ സി വേണുഗോപാൽ എന്താണ് മനസ്സിലാക്കുക? അദ്ദേഹം പറഞ്ഞതാണ് ശരി. അദ്ദേഹം ഗവർണർക്കെതിരെയാണ് കൃത്യമായും പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. അദ്ദേഹം കോൺഗ്രസിന് ദേശീയ നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞ നിലപാട് 100% ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. എല്ലാത്തിനും കൂട്ടുനിന്നില്ലേ? എല്ലാ അഴിമതിക്കും കൂട്ടുനിന്നില്ലേ? വൈസ് ചാൻസലർമാരുടെ നിയമനത്തിന് കൂട്ടുനിന്നില്ലേ? അത് ആർക്ക് വേണ്ടി? ആര് പറഞ്ഞിട്ട്? നിയമം അറിയാഞ്ഞത് കൊണ്ടാണോ? ഇപ്പൊ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് UGC റെഗുലേഷൻ ഈ രാജ്യത്ത് നിലവിലില്ലായിരുന്നെന്നാണോ അദ്ദേഹം കരുതിയത്? അദ്ദേഹത്തിന് അറിയാമായിരുന്നല്ലോ അങ്ങനെ ഒരു UGC റെഗുലേഷൻ ഉണ്ടെന്ന്. അദ്ദേഹം ഹോൾഡ് ചെയ്തല്ലോ പല കാര്യങ്ങളും, പിന്നീട് ഒപ്പിട്ട് കൊടുക്കുകയല്ലേ. ഇപ്പൊ ഗവർണർ പല കാര്യങ്ങളും വൃത്തികേട് കാണിക്കുന്നു. ഞങ്ങൾ തന്നെ കേരളത്തിൽ ഗവർണർ പറയുകയാണ് മന്ത്രിമാരെ എല്ലാം പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാം അതിനെ എതിർത്തില്ലേ? ഞങ്ങൾ ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നില്ലേ? ഈ ഗവൺമെന്റിന് ഒപ്പം നിന്നില്ലേ? അങ്ങനെ ഗവർണർ വിചാരിച്ചാൽ ഒരു രാത്രി വെളുക്ക് ഉണർന്നെണീക്കുമ്പോ കേരളത്തിലെ ഒരു സർക്കാരിനെയും മന്ത്രിമാരെയും എല്ലാം അങ്ങ് രാജിവെപ്പിച്ച് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ പുറത്താക്കിയേക്കാം എന്ന് ഭരണഘടനാതീതമായ ശക്തിയായി മാറി ഗവർണർ പറഞ്ഞാൽ അത് സംഘപരിവാർ അജണ്ടയാണ്. അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തിലെ ഇടതുപക്ഷം അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണ്. എന്നിട്ടും ഞങ്ങൾ അവർക്കൊപ്പം നിന്ന് ഗവർണറുടെ ആ നിലപാടിനെ എതിർത്തത് ഗവർണർക്ക് സംഘപരിവാർ അജണ്ട ഉള്ളത് കൊണ്ടാണ്. ഗവർണർ RSS മേധാവിയെ ഒരു വീട്ടിൽ പോയി കണ്ടു, ഞങ്ങൾ എതിർത്തു, ഞങ്ങൾ സർക്കാരിനൊപ്പം നിന്നു. അപ്പോ ന്യായമായ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ പല സന്ദർഭങ്ങളിൽ എല്ലാ സീമകളിൽ ലംഘിച്ചിട്ടുണ്ട്. ഇത്തവണയും ഞങ്ങൾക്ക് അപ്പോൾ താങ്കൾ പറയുന്നത് ഈ 9 VC-മാരെ മാറ്റാനുള്ള ഗവർണറുടെ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നു, അങ്ങനെയാണോ? അങ്ങനെയല്ല. ഈ കാര്യത്തിലും UGC റെഗുലേഷൻ ലംഘിച്ചുകൊണ്ടാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമിച്ചിട്ടുള്ളതെന്ന് സുപ്രീം കോടതി കണ്ടെത്തി കഴിഞ്ഞു. അത് വോയിഡ് അബിനിഷ്യോ ആണെന്ന് പറഞ്ഞു. തുടക്കത്തിലെ അസാധുവാണ്, നിലനിൽക്കുന്നതല്ല. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടേ ഇല്ലെന്നാണ് വോയിഡ് അബിനിഷ്യോ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അതേ രീതിയിൽ നിയമനം നടന്ന എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാർക്കും ധാർമ്മികതയുണ്ടെങ്കിൽ, നിയമബോധമുണ്ടെങ്കിൽ മറ്റാരും പറയാതെ അവർ രാജിവെച്ച് പുറത്തു പോകേണ്ടതായിരുന്നു. എന്നാൽ നാളെ രാവിലെ 11 മണിക്ക് തന്നെ രാജിവെക്കണം എന്ന ഗവർണറുടെ തീട്ടൂരം ഞങ്ങൾ അതിനൊന്നും കൂട്ടുനിൽക്കുന്നില്ല. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് 10 മണിക്ക് തന്നെ വെക്കണം. ഇക്കാര്യങ്ങളിലൊന്നും ഗവർണർ മുൻ നിലപാട് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഈ ഗവർണർ കള്ളനാണ്, മുഖ്യമന്ത്രിയും കള്ളനാണ്. ഈ രണ്ട് കള്ള താല്പര്യങ്ങളുള്ള ആൾക്കാരുടെ യോജിപ്പ് താൽക്കാലികമായി നിന്നതുകൊണ്ടാണ് ഈ വെടി പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ രണ്ടു കൂട്ടർക്ക് ഞങ്ങളില്ല. ഞങ്ങൾ നിയമത്തിനൊപ്പമാണ്, ന്യായത്തിനൊപ്പമാണ്, അഴിമതിരഹിതമായ നിലപാടിനൊപ്പമാണ്. ഇവർ ഒരു കൂട്ടർ അഴിമതി അനുഭവിച്ചു, അതിന് സുഖം അനുഭവിച്ചു, മറ്റേയാൾ അഴിമതിക്ക് കൂട്ടുനിന്നു. ഇപ്പൊ ഗവർണറും കുറ്റക്കാരനാണ്, മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റും കുറ്റക്കാരനാണ്. അപ്പോ UGC റെഗുലേഷൻ വേണ്ട, ഇവിടെ പാലിക്കേ വേണ്ട എന്ന സർക്കാർ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. UGC റെഗുലേഷൻ അത് പാലിക്കണം. അത് പാലിച്ച് സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കണം. സെർച്ച് കമ്മിറ്റി എന്ത് ചെയ്യണമെന്നാണ് UGC റെഗുലേഷൻ പറയുന്നത്? 3-ൽ കുറയാത്ത പേരുകൾ നിർദ്ദേശിക്കണം. ഇവർ ഇടതുപക്ഷ മുന്നണി സർക്കാർ പറയുകയാണ് 3 സെർച്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് ഓരോ പേര് കൊടുക്കാൻ അവർക്ക് കഴിയാതെ വന്നതുകൊണ്ട് അവര് 3 പേരും കൂടി ഒരു പേരിൽ സമ്മതിച്ചു. അവർക്ക് 3 പേര് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ 3 പേരും കൂടി ഒറ്റ പേരിലെത്തി എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? എല്ലാവരെയും വിഡ്ഢികളാക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ ഒറ്റ പേര് അങ്ങോട്ട് അയച്ചു കൊടുത്തത് ഈ ഗവൺമെന്റിന് അഴിമതി നടത്താൻ വേണ്ടിയാണ്. ഇവർക്ക് ഫാക്കൽറ്റിമാരെ അവിഹിതമായി നിയമിക്കാൻ വേണ്ടിയാണ്. ഇവരുടെ ഇടതുപക്ഷ യുവ നേതാക്കന്മാരുടെ മുഴുവൻ ഭാര്യമാരെയും ഒരു താവളം ശ്രീ പഴകുളമത് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ 3 പേരുടെ പാനൽ കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. അത് പറയുമ്പോൾ തന്നെ UGCയുടെ മാനദണ്ഡങ്ങളാണോ സർവകലാശാലയുടെ വ്യവസ്ഥകളാണോ പാലിക്കേണ്ടത് എന്നുള്ള ചോദ്യം വേറെ. അതെന്തായാലും അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷെ കേരള സർവകലാശാലയിലടക്കം അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അവിടെ എല്ലാം യോജിച്ച് ഈ സെർച്ച് പാനലിന് യോജിച്ച് വേണമെങ്കിൽ ഒരാളുടെ പേര് നൽകാം. അങ്ങനെയല്ല. കേൾക്കൂ. ഈ യൂണിവേഴ്സിറ്റി ആക്ട് അതിന് ഘടകവിരുദ്ധമാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി ആക്ട് താങ്കൾ പറയുന്നു അങ്ങനെ ഇല്ല എന്ന് പറയാം, അല്ല ഉണ്ടെന്ന് പറഞ്ഞാലും സെൻട്രൽ ആക്ട് ഈ കാര്യത്തിൽ വന്നാൽ
സെൻട്രൽ ആക്ട് ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. സെൻട്രൽ ആക്ട് ആണ് അപ്ഹോൾഡ് ചെയ്യേണ്ടത്. അത് അറിയാത്തവരല്ല കേരളത്തിലെ മന്ത്രിമാരിൽ പലരും. അവർക്കെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ അത്തരം സാങ്കേതിക പരിജ്ഞാനം അദ്ദേഹത്തിന് സ്വായത്തമാകാൻ കഴിഞ്ഞില്ല. ശ്രീ പഴവളം, താങ്കൾ ദയവായി ഒന്ന് തുടരുക. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, കഴിഞ്ഞ കുറെ കാലമായി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നടക്കുന്നുണ്ട്. അതിനിടയിൽ സർക്കാരും ഗവർണറും പോര് നടക്കുന്നതല്ല എന്നായിരുന്നു, അവർ തമ്മിൽ ഒരേ മനസ്സോടുകൂടിയാണ് നിൽക്കുന്നതെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം അത് മാറ്റി വ്യത്യസ്ത അഭിപ്രായമാണ്. കെ സി വേണുഗോപാൽ ഒരു അഭിപ്രായം പറയുന്നു, മറിച്ചൊരു അഭിപ്രായമാണ് പറയുന്നത് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ. എന്താവും ഇതിന്റെ ഭാവിയാവാനാണ് സാധ്യത? അല്ല, ഇവിടെ തികച്ചും നിയമപരമായ ഒരു വിഷയമുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളുമുണ്ട്. നിയമപരമായ വശം എന്താ വെച്ചാൽ, ഈ UGC നിർദ്ദേശങ്ങൾ പ്രകാരം ഒരു സെർച്ച് കമ്മിറ്റി നിയമിക്കുക. സെർച്ച് കമ്മിറ്റി 3 പേരുകൾ ചാൻസലർക്ക് സമർപ്പിക്കും. ചാൻസലർ അതിൽ നിന്ന് യോഗ്യനെന്ന് തോന്നുന്ന ഒരാളെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാലയിൽ അങ്ങനെയാണ് ചെയ്തത്. അവിടെ 3 പേരുടെ പേര് കൊടുത്തു. അതിൽ നിന്ന് സർക്കാരിന് ഏറ്റവും താല്പര്യമുള്ള ഒരാളല്ല, അത് കഴിഞ്ഞ് താല്പര്യമുള്ള ആളെയാണ് ചാൻസലറായിട്ടുള്ള ഗവർണർ നിയമിച്ചത്. അദ്ദേഹമാണ് ഇപ്പൊ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ അങ്ങനെയുള്ള നടന്നത്. അവിടെ ഒറ്റ പേരാണ് കൊടുത്തത്. കണ്ണൂർ സർവകലാശാലയിലും അതുപോലെ തന്നെ സംഭവിച്ചു. 3 പേര് കൊടുക്കുന്നതിന് 1 പേര് കൊടുക്കുന്നത് UGC മാനദണ്ഡങ്ങളുടെ ലംഘനമാണ് എന്ന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി വിധി കൽപ്പിച്ചിരിക്കണം. അപ്പൊ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്ക് ഇനി ഒരു സെക്കൻഡ് പോലും ആ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. ഒരു സുപ്രീം കോടതി അൺസീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ ഒരു വൈസ് ചാൻസലർ അല്ലാണ്ടായി. തുല്യ നിലയിൽ ഇത് മറ്റ് പല സർവകലാശാലകളിലും ബാധകമാകാം. അത് ആണ് അതിന്റെ നിയമപരമായ വശം. മറ്റ് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോട് രാജിവെക്കാനായിട്ട് ചാൻസലർ ആവശ്യപ്പെടും. അത് അദ്ദേഹം പറയുന്നത് ഈ സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് പോയ ആളുകൾ ആ കമ്മിറ്റിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അയോഗ്യന്മാരായ ആളുകളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോഴത്തെ വൈസ്. അപ്പോ അദ്ദേഹത്തെ നിയമിച്ച ആളുകളുണ്ട്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനും സ്ഥാനത്ത് തുടരാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫൈൻഡിങ്. ഇതിന്റെയൊക്കെ നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ സാധുത ആ കോടതിയിൽ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കും. പക്ഷെ ഗവർണർ സ്വീകരിച്ച സമീപനത്തിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഈ അയോഗ്യരായ ആളുകൾ വൈസ് ചാൻസലർ പോലെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ ഇരിക്കുന്ന ഒരു കാരണവശാലും സ്വീകരിക്കാവുന്ന ഒന്ന്. രണ്ടാമത്, ഈ നമ്മുടെ സർവകലാശാലകളിൽ ഏറെക്കുറെ എല്ലാ സർവകലാശാലയിലും ഈ UGC മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സർവകലാശാല നിയമം തന്നെയും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഓരോ ഭരണാധികാരികളും സർവകലാശാല നിയമത്തിന്റെ ചില വ്യവസ്ഥകൾ അവർക്ക് ഗുണകരമായിട്ടുള്ളത് അത് അവര് ഉയർത്തിപ്പിടിക്കും. അതേസമയം തന്നെ UGC മാനദണ്ഡങ്ങൾ ഇവർക്ക് സൗകര്യപ്രദമായി ചിലതുണ്ട്, അത് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. UGC മാനദണ്ഡ പ്രകാരം ഇത് മതി, അതിന് മാത്രം അത് ബാധകം. ബാക്കിയുള്ള സർവകലാശാലകൾ ആ രീതിയിലുള്ള ഈ പരിപാടി അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. ഈ UGC അല്ലെങ്കിൽ സർവകലാശാല നിയമത്തിന് മീതെ UGC മാനദണ്ഡം വന്നാൽ പിന്നെ UGC ആണ് അതിന് ഓവർ റൈഡ് ചെയ്യും. അതിലൊരു സംശയമില്ല. നേരെ മറിച്ച് സർവകലാശാല നിയമം ഞങ്ങൾ ഭേദഗതിയില്ലാത്ത ഞങ്ങൾക്ക് നടപ്പാക്കാൻ ബാധ്യതയില്ല എന്ന വാദമൊന്നും ലോകത്ത് ഒരു സ്ഥലത്ത് നടപ്പാക്കിയില്ല. അതുകൊണ്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്ക് ഈ ഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയ സംശയം, ഈ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട വാദം സാങ്കേതിക സർവകലാശാലയുടെ നിയമത്തിൽ കൃത്യമായി തന്നെ അവിടുത്തെ പറയുന്നുണ്ട് BC നിയമനത്തിൽ 3 പേരുടെ പേര് നൽകണമെന്ന്. കേരള സർവകലാശാലയിൽ യോജിച്ച് പേര് നൽകുകയാണെങ്കിൽ ആ പേര് ഗവർണർ അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അവിടെ യോജിച്ച് ഒരു പേര് നൽകാനുള്ള അവസരം കൂടി കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമത്തിൽ ഉണ്ട്. ഇത് അല്ലേ ബാധകം എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അല്ല, സർവകലാശാല നിയമത്തിന്റെ മീതെ UGCയുടെ റെഗുലേഷൻ വരുമ്പോൾ പിന്നെ അതാണ് അതിന് ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. ഇപ്പൊ കേരള നിയമസഭ ഒരു വിഷയത്തിൽ ഒരു നിയമം പാസാക്കും, അതിനുശേഷം യൂണിയൻ പാർലമെന്റ് വേറെ നിയമം പാസാക്കി കേരള പ്രാബല്യത്തിൽ വരും. കേരള നിയമസഭയുടെ നിയമമല്ലല്ലോ അത്. കാരണം എന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കേരളം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് പിണറായി വിജയനെ അതിന്റെ പരമാധികാരിയായിട്ട് നിയമിക്കണം. അങ്ങനെയും കുഴപ്പമില്ല. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിരിക്കുന്നിടത്തോളം കാലം കേന്ദ്രം ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ UGCയുടെ റെഗുലേഷനും ഒക്കെ ബാധകമായിരിക്കും. സ്വാഭാവികമായും ഈ അത്തരം ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ
കേരളത്തിലൊരു വലിയ ഇപ്പോൾ തന്നെ പുതിയ VC-മാരെ ഇങ്ങനെ ഒരു VC-മാരുടെ നിയമനം അസാധുവാക്കിയാൽ പുതിയ VC-മാരെ സ്വാഭാവികമായും താൽക്കാലികമായി ചുമതല കൊടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടാവും. അത്തരത്തിലേക്ക് വന്നാൽ എന്താവും മറുപടി എന്നടക്കം രാഷ്ട്രീയമായി പറഞ്ഞു കഴിഞ്ഞു. വലിയൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ? അത് ഞാനതാ പറയുന്നത്. ഞാൻ ഗവർണറുടെ നടപടിയെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. 9 സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരെ ഒറ്റയടിക്ക് പിരിച്ചുകൊണ്ട് രംഗമെന്നാലോചിക്കും. അവിടെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന വലിയ ഒരു പ്രതിസന്ധിയില്ലേ. സർവകലാശാല നമ്മൾ വൈസ് ചാൻസലർ പരമപ്രധാനമായിട്ടുള്ള ഒരു തസ്തികയാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അപ്പൊ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഈ ഗവർണർ തന്നെ ചാടിപ്പിടിച്ച് തീരുമാനമെടുത്ത് എന്തുകൊണ്ടാണ്? അദ്ദേഹവും മന്ത്രിസഭയും തമ്മിൽ ബന്ധം മോശമായത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം ശുചീകരിക്കാന്നുള്ള അത് പറയുമ്പോൾ തന്നെ അതല്ല എന്റെ ഉദ്ദേശം, മറ്റു പലതുമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റിനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ട്. അതിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ ഇത് പുറകിൽ രാഷ്ട്രീയമായിട്ട് പ്രബലമായിട്ട് നിൽക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ കോൺഗ്രസ് നേതാവ് പഴകുളം മധു തുടരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, താങ്കൾ കൂടി ഒരു നിയമവിദഗ്ധൻ കൂടിയായ ജയശങ്കറിന്റെ വാക്കുകൾ കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും അത്തരമൊരു കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. കേരളത്തിൽ ഒറ്റയടിക്ക് ഇങ്ങനെ 9 സർവകലാശാലയുടെ VC-മാരെ മാറ്റുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതാവില്ല. അത്തരമൊരു നീക്കത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന് ഗവർണർക്ക് ഒപ്പം നിൽക്കാൻ കഴിയുക? ജയശങ്കർ പറഞ്ഞതിൽ സത്യമുണ്ട്, കാര്യമുണ്ട്. കാരണം ഒറ്റയടിക്ക് 9 വൈസ് ചാൻസലർമാരെ കൂടെ മാറ്റുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കിയതാരാണ്? ഇവർ രണ്ടുപേരെ കൂടിയല്ലേ? ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയൊരു പ്രശ്നമാണിത്. നിയമപരമായി വൈസ് ചാൻസലർമാർക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തുടരാൻ അവകാശമില്ല. എന്നാൽ അത് വളരെ ബുദ്ധിപരമായി ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് അവരോട് മറ്റോ ആവശ്യ കമ്മിറ്റികൾ രൂപീകരിച്ച് പുതിയ വൈസ് ചാൻസലർ എടുക്കേണ്ടതാണ്. വൈസ് ചാൻസലർ എടുക്കാൻ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചാൽ ചാൻസലറുടെ ഒരു നോമിനിയും UGCയുടെ നോമിനിയും സെനറ്റിന്റെ നോമിനിയും ഉണ്ട്. സെനറ്റിന്റെയും UGCയുടെ നോമിനിയെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടം കാര്യം വെക്കാം. അതുമല്ലെങ്കിൽ ഈ ഗവർണർ അദ്ദേഹത്തിന്റെ നോമിനിയായി ഏതെങ്കിലും അയോഗ്യനെ വെച്ചാൽ അവർക്ക് അതിനെ എതിർക്കാം, കോൺട്രഡിക്ട് ചെയ്യാം. UGC റെഗുലേഷനിൽ വൈസ് ചാൻസലർ ആരും കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഗവർണർ ഈ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എല്ലാ കാര്യത്തിലും നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ 100% സത്യമാണ്. പക്ഷെ ബുദ്ധിപരമായി കൗശലത്തോടു കൂടി സുപ്രീം കോടതി വിധിയെ ആധാരമാക്കി ഗവർണർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഗവർണർക്ക് ഇതിൽ അല്പം മേൽക്കൈ നേടാനായി. അതുകൊണ്ട് ഗവർണർ ചെയ്ത എല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതുവരെയും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്നാണ്. അപ്പോൾ ആ ആരോപണം ഇനി ഒഴിവാക്കാമല്ലേ? താൽക്കാലികമായി ആ ഒത്തുതീർപ്പ് ഇത് മാറിയെങ്കിലും ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വീണ്ടും തുടരും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ആ സഹായികളായി മുൻപോട്ട് പോയേ മതിയാവുകയുള്ളൂ. മുഖ്യമന്ത്രിക്കാണെങ്കിൽ BJPയെ വെറുപ്പിച്ചുകൊണ്ടോ ഇത്രയും പ്രശ്നം ഉണ്ടായല്ലോ. RSS എന്നോ BJP എന്നോ മോദി എന്നോ അമിത്ഷാ എന്നോ ഒരു വാക്ക് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായോ? അവരാണ് ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറയാൻ തയ്യാറായോ? എന്തെങ്കിലും രാഷ്ട്രീയ മുഖ്യമന്ത്രി പറഞ്ഞോ? വെറും വാക്കുകൾ പറഞ്ഞ് മുഖ്യമന്ത്രി രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. സംഘപരിവാറിന്റെ താല്പര്യമാണ് ഇതിന് പിന്നിലെന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ആരാണ് പിന്നിലെന്ന്? സംഘപരിവാറിന്റെ താല്പര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് അത് ഒറ്റ വാക്കിൽ പറഞ്ഞു. ഒറ്റ വാക്കിൽ. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നരസിംഹറാവും മൻമോഹൻ സിംഗും രാജ്യം ഭരിച്ചപ്പോ എന്തെല്ലാം ആക്ഷേപങ്ങൾ, എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ നടത്തിയ ആൾക്കാരാണിവർ. ഇവർക്ക് ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, പരോക്ഷമായ സൂചന മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ ഏജന്റ് ആണോ? പറയട്ടെ, പരസ്യമായി പറയട്ടെ മുഖ്യമന്ത്രി. അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാം. നരേന്ദ്രമോദിയാണ് ഇതിന് പിന്നിലെന്ന് പറയട്ടെ. അല്ലാതെ സംഘപരിവാർ എന്ന് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് അങ്ങനെ പിന്മാറാൻ കഴിയില്ല. അമിത്ഷായാണെന്ന് പറയട്ടെ മുഖ്യമന്ത്രി. അല്ലെങ്കിൽ ഈ ഗവർണർ ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് BJP പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങൾ നടപ്പാക്കി ആ രഹസ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി വെളിപ്പെടുത്തട്ടെ. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒപ്പത്തിക്കാം. ആ രഹസ്യങ്ങളെല്ലാം പറയട്ടെ. ഗവർണറായിരുന്നുകൊണ്ട് ഏതെല്ലാം വൈസ് ചാൻസലർമാരെ നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞ വൈസ് ചാൻസലർമാരെ ഈ ഗവർണർ നിയമിച്ചിട്ടുണ്ട്? ആരെല്ലാം എന്തെല്ലാം നിയമനങ്ങൾ വേറെ നടത്തിയിട്ടുണ്ട്? സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും സമ്മർദ്ദം കൊണ്ടാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വരെ
ഈ ചാൻസലറായിട്ടുള്ള ഗവർണർ നിയമിച്ചതെന്നാണ്. അതല്ല സത്യം. മുഖ്യമന്ത്രിയോട് നരേന്ദ്രമോദി പറഞ്ഞിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി VC വെക്കാൻ ഗവർണറോട് നിർബന്ധിച്ചതെങ്കിൽ അത് മുഖ്യമന്ത്രി പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒപ്പത്തിക്കാം. നിർഭാഗ്യവശാൽ ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇവരുടെ അഴിമതി, ഇവരുടെ ക്രമക്കേട്, ഇവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരുടെ MP മാർ, MLA മാർ, ഇവരുടെ ഭാര്യമാരെല്ലാം ഫാക്കൽറ്റി മെമ്പർമാരായിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കണം. അവിടെ നിൽക്കുന്നില്ല. ഫാക്കൽറ്റിയും കഴിഞ്ഞ് ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയിയെ വരെ അവിഹിതമായി നിയമിച്ചു കിട്ടാൻ ഇവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന, ഇവർ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി DC-മാരാക്കാൻ ഇവർ ആഗ്രഹിച്ചു. ഇതെല്ലാം പറയുമ്പോഴും താങ്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, താങ്കളുടെ നിലപാട് കൃത്യമായി ബോധ്യപ്പെട്ടു. പക്ഷേ ലീഗും ഇന്ന് അഭിപ്രായം പറഞ്ഞത് അത്തരത്തിലായിരുന്നില്ല. ഗവർണർക്കെതിരെയായിരുന്നു ലീഗിന്റെ നിലപാടും. ഗവർണറെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് ഗവർണറെ. ഈ വിഷയത്തെ കുറിച്ചാണ് ലീഗ് പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ഗവർണർക്കൊപ്പമല്ല, ഗവർണർക്ക് എതിരായ പരസ്യമായ നിലപാടാണ് ലീഗ് PMA സലാം തന്നെ വ്യക്തമാക്കിയത്. എന്താണെന്ന് അറിയാമോ? ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അവർ എല്ലാവരുടെ ഉള്ളൊരു കാതലായ നിയമപ്രശ്നം എന്താ വെച്ചാൽ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ അയോഗ്യരാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സമാനമായി നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർമാർ എല്ലാവർക്കും നിയമപരമായും ധാർമ്മികമായും അത് തുടരാൻ അവകാശമില്ല. പക്ഷെ ആ സാധ്യതയെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി ഗവർണർ ഉപയോഗപ്പെടുത്തുകയും നാളെ 11 മണിക്ക് തന്നെ എല്ലാവരും രാജിവെച്ചു പോകാൻ ശ്രമിക്കുകയും ചെയ്തതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അസ്വസ്ഥതയുണ്ട്. അങ്ങനെങ്കിലും എപ്പോഴെല്ലാം കാണിച്ച് CPM-നെ വെള്ളപൂശാൻ ശ്രമിക്കേണ്ട. അതിന്റെ ഗുണം കൂടി CPM-ന് ഇതൊരു സംഘപരിവാർ യുദ്ധമാണ്, BJP അജണ്ടയാണെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞത് ഗവർണറുടെ ഈ അഗ്ലി ഹേസ്റ്റ് കൊണ്ടാണ്. ഈ അഗ്ലി ഹേസ്റ്റ് ആവശ്യമില്ല. ഇതൊക്കെ നിയമപരമായി തന്നെ തീർക്കാവുന്നതാണ്. എന്നാൽ ഗവർണർ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലും UGC റെഗുലേഷന്റെ അടിസ്ഥാനത്തിലുമാണ്. UGC റെഗുലേഷൻ കൃത്യമായി അതും ശരി. കോൺഗ്രസ് നേതാവ് പഴകുളം മധുവാണ് നമ്മളുമായി പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ശബ്ദ സംപ്രേഷണത്തിൽ ചെറിയ ചില സാങ്കേതിക പിഴവുകൾ കൂടി വന്നിട്ടുണ്ട്, ഖേദിക്കുന്നു. ശ്രീ RS സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതാവ് ശ്രീ RS ശശികുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ വിഷയത്തിൽ കുറെ കാലമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ ഇത് കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഏത് തരത്തിലേക്ക് നീങ്ങുമെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? അതെ, കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ തീർച്ചയായിട്ടും സുപ്രീം കോടതി വിധിക്ക് എതിരായ അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എന്തായാലും ഹൈക്കോടതിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നം എന്താ? ടെക്നോളജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമനം 2018 തന്നെ അന്നിരുന്ന ഗവർണർ ജസ്റ്റിസ് സദാശിവത്തിനോട് ഞങ്ങൾ ചെന്ന് പറഞ്ഞാണ് ഇതേ കാര്യം. കാരണം അന്ന് ഇന്റർവ്യൂവിന് വളരെ മിടുക്കന്മാരായിട്ടുള്ള ഈ കേസ് കൊടുത്ത ഡോക്ടർ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു. അവരെ കൂടെ പാനൽ ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞത്, എനിക്ക് ഗവൺമെന്റുമായിട്ട് കോൺഫ്രണ്ടേഷന് പോകാൻ വയ്യ, ഗവർണർ എന്നെ തെറ്റായ രീതിയിൽ ഉപദേശിക്കില്ല, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ഗവർണർമാരെ ഗവൺമെന്റ് തെറ്റായ രീതിയിൽ ഉപദേശിക്കില്ല എന്നുള്ള പ്രതീക്ഷ ആ ഗവർണർക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഗവർണർക്ക് ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. കാര്യം വെച്ചാൽ ഇവരുടെ ലക്ഷ്യം സർവകലാശാലയെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കത്തക്ക രീതിയിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമനങ്ങളും അതുപോലെ മാർക്ക്, PhD ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യം മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന. ഗവർണർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. Thank you very much, and very happy Diwali to you and your family from my side. Thank you very much. This is not a formal press conference. This morning I had gone to an orphanage to celebrate Diwali with the children there, and media people were waiting outside. For me, it is not possible Thank you.
I said that this morning I had gone to an orphanage because I wished to celebrate Diwali with these children. And when I came out, when I went inside, the media was there. When after about an hour I came outside, media was there. And I'm saying this with all sincerity, that I have great respect for the media. I consider media to be absolutely essential for the efficient functioning of the democracy. And this has been my attitude when I was in the government. In fact, I started my ministerial career with Information and Broadcasting Ministry. So I had to interact with the media on a regular basis. This has been my attitude when I was in the government. This has been my attitude even when I was in opposition. And your senior colleagues can tell you that after my resignation from the government in 1986 till 89, the senior media people or those who cover various parties, any day I was in Delhi, they will come to my place, residence at 3 Suneri Bagh Road, like they used to go to various party headquarters to do the coverage. I have enjoyed that kind of relationship with the media always. Therefore, I really felt concerned that you will think that I am being rude to you. I do not want to talk to you. You will think that I am not showing courtesy to you. And that made me feel concerned. Therefore, I said there that I am always available to the media, but I am not available to those who are masquerading as media, but they actually are doing the party work. And therefore, I requested you to send the request to Raj Bhavan so that people here can verify. And it is not only today, I am always available to those who are in the media. I have a duty as a man in public life to entertain media. And there is no question of my showing any disrespect. Not that when I am in, I call you, I do not have this record. You can check anywhere. When in opposition, then they will say syndicated media. These are not my words. And when in government, they will tell the media to get out. I have never used these words. I am not used to this thing. When in opposition, the word which was constantly used, who used it? You know better. I won't name the person. Was syndicated media. And when in government, then media people were told to get out. That is not my way of doing things. They are raising this question. I called a vice chancellor criminal. You tell me, in fact, I will say sorry if you find me a substitute word. What other word should I use for a person who invites me to Kannur to facilitate attack on me? And when can you take the plea? If you are witness to a crime and you are asked to describe it, can you take the plea that I am not a security expert, therefore I will not write anything about it? This Vice Chancellor of Kannur University, after Kannur incident, he wrote back to the Raj Bhavan that I am not a security expert, therefore I cannot give report. You invite me there? You violate the approved program. You violate every guideline. I am made to sit there listening to the speeches for more than 1.5 hours.
And then when you are asked to send the report what happened there, then you are sending the reply, since I am not a security expert, therefore I can't write anything. Only a conspirator can do that. Who else will do it? You find me a substitute word for somebody who indulges in this behavior. I will withdraw my earlier statement and say sorry to the man. Somebody, he may be 100 years old. If he comes and tries to stop you, you are standing at the podium, and he tore down the shirt of my ADC. He tried to reach me. Is it allowed when the governor is speaking for anybody to stand from their seats? Nobody is allowed. Law does not allow it. And this is now recently only when I saw the video, the day I had met all of you, that I could see that a man who was supposed to be on the stage, he was in the audience, inciting people to raise slogans. The political secretary of the chief minister, he was there in the audience. So in fact, I could have used even stronger language, because these are all activities in which they indulged. They were unlawful activities. So unlawful activities, anybody, only how many judgments recently the Honorable High Court has given in which the Honorable Court has said that you have exceeded your power? I ask you. How in recent days, how many judgments? Doing what? Exceeding your power. Who exceeds his power? No, they have not said about the Chancellor. They have said about Vice Chancellor. So who exceeds his power? If not a criminal, who else exceeds his power? But if you find a problem with the use of the word which I have used, I am ready to say sorry, provided you give me a substitute word to describe this behavior, if there is any. So, you are actually, I have heard that in Malayalam papers, and I have said it so many times, that I feel ashamed of myself, that I am not able to, after 3 years, I am not able to express myself in Malayalam. And because, maybe because I spend a lot of time outside Kerala. In fact, I sent the word to people concerned. I said, I do not have time to engage in petty fights. You just see my record. How many 1,000 kilometers I have traveled during last 3 years. Because requests come from Maharashtra, now I am going to Odisha, requests come from Uttarakhand, requests come from Tamil Nadu, requests come from Andhra Pradesh, from Telangana. They want me to come and speak to them. And I am possibly, I am one who has been, first 2 months I received letters from Rashtrapati Bhavan. Because normally governor is not allowed to stay more than 5 days outside the state. They told me you are spending more time outside the state. Then I provided all the details. I am not visiting my home state. I am going all over India. Then I do not know about others. But I was exempted from that protocol requirement. And the result is that every month I am spending possibly 14, 15 days outside, 10 days in various districts of Kerala. Trivandrum, I am hardly there for 4 or 5 days. Mostly I am outside Trivandrum. But I believe recently, some 2 weeks back or 1 week back, a word was used in Malayalam. Pipuli. I do not know what it means. But when I tried to find out the meaning, then I realized that that was the right word.
Because if somebody indulges in Chapadi Vidya, then dose of little pipadi is needed. If you indulge in Chapadi Vidya, deceiving people, saying things which are untrue all the time, then it becomes absolutely necessary to give a dose of pipadi. For 2 years I was told, party is not under my control. It is they who create problems. It is they who make irresponsible statements. And later I came to know that that was all untruth. When I talked to the then leader of the party, who is no more, I won't name anybody, then I came to know that whatever I was being fed through various intermediaries, that was totally, absolutely without basis. Everything was, for instance, I will give you just one example. 2 years back, I passed an order as Chancellor. That order has not been stayed by any court. That order was challenged in the court, but court refused to stay it. But the Vice Chancellor did not implement it. Chancellor's order is not being implemented by the Vice Chancellor. Can it happen? Finally, when I decided, when he was going to retire a month before, I said, 2 years have passed and this man has not implemented, rather he went to the court and government had to direct him to withdraw the matter. Court had refused to give his stay order. So when about a month or 2 months were left for his retirement, I wrote a letter to the Chief Minister. I said, this is what has happened. You are fully aware. Last 2 years, without any legal intervention, he has refused to implement my order. I'm writing this letter to seek your advice what I should do in this matter. He acknowledged the letter, and after that, no information. He did not give any reply to my letter. What I do, I ask you, what should I do? When this Kerala Vice Chancellor used language which was highly insulting for the first citizen of India, highly insulting, the words which he had used were, government of the day is not in favor of honoring the President of India. I called him. He did not call back for another 6 days. You tell me, what should I do? If the chief of my government, last 3 years, I have written number of times and told him personally, whenever I had the occasion to meet him, it is your constitutional duty to brief me regularly. He has never done it. So he has right to break every convention. The complaint which I have against media, I should also share that with you. That he says with bare face, he says there was no Onam function in Tiruvandhuram. He said to you, was there a function or not function? There was. He said, but there was no function of Onam. He has broken the convention which was prevalent since the time governor was appointed in Kerala, where governor was officially invited to attend the Onam celebration. When I finally realized that invitation is not going to come, I celebrated Onam with the Adivasis of Attapadi. And he is telling you there was no Onam celebration.
You in your papers have published the photographs of the Onam. And you did not ask him, sir, function was there? Nobody pointed out. This is my complaint against you. If you do not have the courage to ask this simple question, then why you should bother so much about talking to me? That is the only complaint which I have. You participated in that function, and the man is saying there was no Onam function in Tiruvendra. How can you justify that? Now, if you want to ask me about the recent letter which has been sent to the Vice Chancellors, the Supreme Court judgment is absolutely clear. Supreme Court judgment has not found any deficiency in the Vice Chancellor of the APJ Abdul Kalam Technical University. Supreme Court has not said that she was underqualified, like the appointment which they tried to make in Kannur. Supreme Court has not said that. Supreme Court has not cast any aspersion on the Vice Chancellor. Vice Chancellor, I personally would say that she was working in a very efficient manner. Even the Supreme Court has not found any fault with her. Supreme Court has said that the process of selection and appointment was illegal right from day one. Supreme Court has not damned the Vice Chancellor. Supreme Court has merely pointed out that a selection process which is repugnant to the UGC regulations, any appointment done through that selection process which is repugnant shall be void ab initio. The words are to be kept in mind. Void ab initio means that the person will not be entitled to the benefits after retirement. That is what ab initio means. In my letter, I only tried to suggest to them an honorable exit. I have not pointed out that you are inefficient, you are not doing your work properly, you are doing this thing wrong. No. As Chancellor of the universities, more so as Governor of Kerala, it is my duty to uphold the Constitution, to uphold the judgment of the Supreme Court. Supreme Court has said that any appointment made where panel is not there, only one single name is recommended, it will be void ab initio. If any person other than the academics is part of the selection committee, appointment will be void ab initio. Supreme Court has not found fault, Honorable Supreme Court has not found fault with the individual Vice Chancellors. I have not tried to blame them for anything. I have just pointed out that this is what Honorable Supreme Court has said. Since all these 9, these are not only 9, 2 other cases I am studying because they are the first term Vice Chancellors. So I am studying, I have sought opinion, legal opinion, whether the first term recently appointed, created universities. Because Supreme Court does not make any exception. Therefore, because that matter is under study, under consideration, therefore those 2 universities I have not included. Maybe tomorrow, maybe day after tomorrow, when the final opinion comes, I am holding meetings with the lawyers, talking to the lawyers, and I am not just depending on one opinion, one person's opinion. I am talking to so many people,
very senior. Don't forget that I am myself a lawyer. And although I have not practiced for a long time, but say on a matter like triple divorce, I was not representing any party, but the Supreme Court asked me to speak. And they gave me 1 hour on the first day and 45 minutes on the last day of submissions. So I am not a lay person. I have some idea of law. I have not practiced law for long, but I have been in the business of lawmaking for very long. But still I am consulting senior lawyers to make final opinion about the other two universities. Only when I am able to come to a conclusion, then we will start the proceeding. So this letter which was sent to the Vice Chancellors, this was not a letter to remove them. This was a letter to tell them this is the judgment of the Supreme Court, and now I am duty bound to start proceedings for the fresh appointment of the Vice Chancellors. Therefore, the honorable way will be that you send your resignation. They have refused and papers have reported. Now it has become clear that whose instructions Vice Chancellors follow. Papers have said today that LDF has given them instructions not to resign. Now you can understand very well whom they have. I'm not going to speak against the Vice Chancellor. In fact, I spoke to at least 2 Vice Chancellors yesterday. I said, I hold you in high esteem. You are, in my opinion, you are one of the best Vice Chancellor, not only in Kerala, but in the country. But Supreme Court has left no option for me but to go for fresh process of selection. And I have all my, I'm honestly telling you, I have all my sympathies with particularly 2-3 Vice Chancellors, whom I consider outstanding. But Supreme Court has not left any scope for me to retain them. They can come through when the fresh process starts. And if they apply, surely their applications can be considered, because Supreme Court has not said one word against any Vice Chancellor, including the Technical University Vice Chancellor. I have not said any word against the Vice Chancellor. Supreme Court has pointed out, if this is the process of appointment, then this appointment becomes illegal, invalid, and word they have used is void ab initio. They have refused to resign. I had given them time till 11:30. Now fresh show cause notices have been issued. Where is the problem? Now if you want to ask me anything, I'm here. Let her lady should have a precedence. Yeah. No, not fresh. Now that they have refused to resign, now formal notices have been issued. Have you directed them to tender resignation? No, tender. Immediately, or give an explanation to the government? No. Now that was yesterday when I asked them to resign. Now it is that in the light of Supreme Court decision, why I should not declare your appointment void ab initio, show me cause, and they have been given time up to 3rd of November. They have been given time up to 3rd of November. They can show that why I should not follow the judgment of the Supreme Court. If they come with cogent reasons, I may consider their plea. Yes. Natural justice is when I sack them. I have not sacked them.
I only suggested an honorable way out. Because, why I'm telling you, second natural justice question can come only when you have sacked them. I have not sacked them. That process has started today. And they have been asked to show cause. Why? Because here I do not even need to sack them. I just have to use the words of the Supreme Court and say, I have asked them that why in the light of the judgment of the Supreme Court I should not declare your appointment as invalid ab initio. Yes. So the Chief Minister today in his press conference has said that the Supreme Court has made the judgment about the appointment of the Vice Chancellor of the Kerala Technical University, and this judgment is not applicable to the rest of the Vice Chancellors in the state. Well, if you trust the knowledge of the Chief Minister, you have every right. With him. What I believe in, that this any judgment given by the Supreme Court acquires the status of law of the land. The problem with Kerala is that the bright people of Kerala leave Kerala, and ignorant people rule the state. Any judgment given by the Supreme Court, the two cases on which Supreme Court has relied, were they about Kerala? One was about Bengal and one was about Gujarat. And they said that the judgment here is clear. In the light of these judgments, the Vice Chancellor's appointment is void ab initio. So they have just decided about APJ University. They have used the precedence of two cases, one pertaining to Gujarat and one pertaining to Bengal. I had advised the Finance Minister day before yesterday that you have said about me that person from UP cannot understand the education system of Kerala, as if Kerala has an education system which is different from rest of India. I said, please, my advice is I will tolerate it, but my advice is don't say same thing about the Supreme Court judges, that they are from Maharashtra and they are from Assam, therefore they do not understand the education system of Kerala. You are majority of your universities. Do you need any other proof? Out of 15 universities, 9 have been issued notice and 2 are being considered. 9 and 2, 11, and 1 has retired. What does it mean? That only in one case proper procedure has been followed. The appointments of these vice chancellors were illegal, then the appointment responsibility was with the governor, and it was in fact the governor who should have resigned. This was Please explain it again. The Chief Minister made this remark, if as you say, the 9 vice chancellors' appointments were illegal, then the appointment was given by the governor. So in that context, it was the governor who must resign first. Okay, I understood. So, among the legal appointments, one is which has been done by me. It is right. How much I resisted, everybody knows. There was exchange of letters between Chief Minister and me, and I was insisting, don't ask me to cut it. I have publicly admitted that I had agreed that I will respect his choice, but let proceedings be completed. Kannur University. But he was sending AG's opinion. And I have also said that I would have rejected what minister had recommended. But to reject the opinion of the AG at that time would have, I wanted to avoid, I have already told you, I did not want to engage in these petty fights. I wanted to avoid. Since they brought the opinion of the AG, Advocate General,
I said even that was wrong on my part. I've said it publicly. Even that was wrong on my part. But for other appointments, I am not responsible. It is if I am also responsible in one case, and all other 9 cases, the earlier governor. So what does it mean? That the government was bringing the pressure which they built on me through AG's opinion, through a recommendation, through all kind of things. So what I can only imagine the pressure they must have built on the earlier governor. But if it is not in proper format, how can a chancellor can sign in? But this is what I am telling you. This is what I am telling you, that if you will inquire into many things, what they do not understand is that democracy means rule of law, not the rule of a ruler. They think why this lady, why this candidate in Kannur University, who is related to the chief minister's political secretary, how come this lady, despite the fact that according to UGC, not according to me, according to UGC, she lacks teaching experience. She cannot be even invited for interview. How come the Vice Chancellor said that we are going to issue the appointment order tomorrow? Then only I intervened. How that happened? They believe their minister trashes the constitution. Another former minister feels no hesitation in speaking the language of Pakistan regarding Kashmir. Any word from the leadership to chastise them? Any word? Tell me. Yes. You knew that the appointment of the Kannur Vice Chancellor was illegal or not according to the provisions laid down by the UGC. You might have checked also with legal expert. You were aware that the appointment was not regular. But you had the opportunity to correct it earlier also. Why didn't you do it? I will tell you. I will tell you. You are right. I might have consulted. But one goes to consult only after one has doubt in his own mind. I had absolutely no doubt that what they are asking me to do is absolutely illegally wrong. I had no doubt. So therefore, there is nothing wrong in consulting anybody. But I will consult somebody only when I have some doubt in my mind. My only problem was, it was not Chief Minister. It was not Education Minister's recommendation. My only problem was that the senior most law officer of the state, after all, the governor, chief minister, minister, if they have any doubt in their mind, to whom they will go? Officially. First let me complete. I will give you full opportunity. To whom they will go? To the Advocate General. Advocate General, by asking him to give his opinion, the Education Minister sends her recommendation accompanied by the opinion of the Advocate General. Now, if you receive as head of the state, you receive opinion of the Advocate General and you want to reject it, then you will have to rely on so many things, including consultation with senior lawyers who are not part of the government. Because to reject the opinion of the Advocate General, it required, that created a little problem for me. I said, if Advocate General is saying, I have written this to the Chief Minister, I am convinced that this is illegality you are asking me to commit. But since Advocate General is saying, I am saying so here, openly, publicly, that it was the Advocate General who misled me to believe that this is legal.
I would have rejected the opinion of the Chief Minister. I would have rejected the opinion of the Education Minister, recommendation of the Education Minister. But to reject the opinion of the senior most law officer of the state, it involved with rigmarole. So would you recommend taking action against that? Educator, Let us. I've used the words. Listen carefully. He misled me to believe. But what you are saying, let us first get over this thing which is more important, and then we will come to that. He misled me to believe that it is okay. Baba, Advocate General is the senior most law officer of the state. This is what you are saying. This is what, sir, you are saying now. Earlier, before that, the claim was that now I'm so glad you have used the word political appointment. In the case of Vice Chancellors, I'm so happy to... No, Advocate General, whether it is political appointment or whatever it is, I believe in respecting the institutions. The Constitution makes it obligatory to abide by the Constitution and have respect for national institutions. He had an institution. But later, if he gives me, if he misleads me into believing something which is basically illegal, and I am pointing out that illegality, and he says, no, sir, it is illegal, then it becomes a bit complex. I have already told you, I believe in institutions. I don't believe that one person is so wise, including myself, that he should ignore everybody's opinion. That I don't. That is not. What is the conflict? No, there is no conflict. Why? Although they did not invite me on Onam, I sent gifts to the house of the Chief Minister. Where is the problem? If the conflict will come if you will try to appoint people in the universities who are not qualified, who are underqualified. If you would like to, this conflict has not been created by me. This conflict has arose because of the judgment of the Honorable Supreme Court. How can I finish it? I ask you, just a minute, I ask you one thing. Me, you, she, he, anybody, are we bound by the Supreme Court decisions or not? So if we are bound by Supreme Court decisions and I try to uphold that and implement it, then this is conflict. How can you describe it as conflict? Yeah. You stated your predecessor was holding your position earlier was in fact probably would have been pressure to make these 8 illegal appointments. Isn't that again a problem because you are saying that the previous... No, I am not saying previous governor. I am saying how this government believes in pressurizing the governors and others. This is what I am saying. He was a very, very, very nice gentleman. He came under pressure. Like I came under pressure not of the government. I came under pressure of the opinion of the Advocate General. I have made it clear so many times that it was Advocate General who is the senior most law officer of the state. Advocate General office is an institution. I came under pressure because of that. Not only in Kannur case, what about in Sanskrit and fisheries in Calicut? That time also didn't check Now that has been upheld by the Supreme Court. Sanskrit University, one name was recommended to me. So one name, I said, one name, you are supposed to send me a panel of names. Just a moment. I made this point. In the meantime, what happened, if I were biased, I came to know, because even before coming here, I was invited to various places to give lectures, speeches.
So Advanced Studies Center in Shimla, the presidential house in Shimla, Dr. Radhakrishnan had donated it. He had created a society for advanced studies and he had donated that house. It's a palatial house in Shimla where the Viceroy used to lodge during summer. So President Radhakrishnan said that I spent barely 10 days here and it is such a huge building. Why not we use this building for higher studies? They built. Many times they have invited me to give lecture there. Now some friends from there, whom I know very well, who have great academic credentials, they called me and they told me that I'm sending you a book. They did not even tell me who has written the book. I'm just sending you a book and I want your opinion on this book. I received the book, I read the book and I thought that because my objection was limited to the fact that only one name has been given. In fact, if I forget, please remind me that how Finance Minister had come requesting me to nominate this Vice Chairman of the Planning Commission as my nominee. If I forget, please remind me. Then he sent me the book. I went through the book and I immensely liked it. And I asked him, I called him, I said, very good book, very good research work. And this is one of your scholars. He said he is the same person whose file is pending with you for appointment as Vice Chancellor of the Shankaracharya University. So about the men, that is why I told you when I came here, that there are 2-3 Vice Chancellors whom I hold in high esteem. I feel sorry for them. The MG University, Shankaracharya University, they are real academics. But law, be you ever so high, the law is above you. You could have faulted me if I had not, I ask you, if I was not resisting the appointment of the Kannur University VC, why they will send the opinion of the AG? That itself indicates that I was resisting the scuttling. We had already received 12 applications from candidates. Already received. When they asked me, when AG gave the opinion, the Chancellor has the power to scuttle, withdraw the order. I said 12 people have already applied. I said, does not matter. So, and I am saying it. Please carefully listen to my words. He misled me into believing that the reappointment of Vice Chancellor of Kannur University was legally in order. Yes. And ever since last Friday, the Supreme Court judgment has come. Wasn't there any opportunity from the Chancellor's side to invite the Vice Chancellors to Rajbhavan and discuss with them and brief them about the situation so that they can also voice their opinion directly to you? Instead of issuing an order like this, was there any opportunity to do that? To invite, I came yesterday. After how many days? 7 days. Tomorrow again I am leaving. And leaving at the request of a fellow governor to attend, to give a lecture in his home state. He is governor elsewhere. On 31st, I am going to deliver Sardar Patel Memorial Lecture at India International Center in Delhi. On 28th, I am going to release, Aligarh Muslim University has published books of Sir Sayyid, the first time, the writings of Sir Sayyid, and they want me to release those books. So I am so busy, I don't have the time. I have written, I spoke to them on phone, many of them. I spoke to them on phone and I said, I am suggesting an honorable exit. And the letter talks only about 21st of November, if you resign, which means that I will try to somehow manage
that you are not deprived of the benefits. But now I can't say, when I give formal notice, I can't say 21st of November. Because Honorable Supreme Court is saying appointment is void ab initio from the day you were appointed. That was illegal. So in this show cause notice, I have not repeated 21st November. I have said, I have pointed out this is what Supreme Court has said. So show me cause by 3rd of November why under this judgment your appointment should not be declared void ab initio. Now, in the letter which has gone today, show cause notice, that does not have 21st November. I'm here. There is no problem no need for 3 people to speak. I will address everybody. Yes. You say? Yes. They should have been given more time to explain on what they are saying is they were not deprived of natural justice. They will say. We did not listen to them. That's what they you are repeating the same question which I have already clarified that I have not sacked them yesterday. 11:30 is the time so that then show cause notice can be issued. What you are talking about? Read the letter. That is a suggestion. Please go honorably. If you don't go honorably, then I will have to issue show cause notice. Yesterday it was not a show cause notice. And before sending the letter, I have talked to many of them on telephone, explained to them, particularly those whom I hold in high esteem. And you can realize what kind of appointments are made in Kerala, that they don't listen to the Chancellor. They listen to LDF, not even Chief Minister. Your papers have reported that LDF has directed them not to resign. So they are listening to LDF, not paying heed to the Chancellor's word. No, they are going to be 11. I have already told you. You are saying 9. 2 cases are under the study. So you are saying bombardment. Then go to the Supreme Court and say the same thing to them. No, my point is then go to the Supreme Court. Ask them to review their judgment. I am not doing anything. Why don't you go to the Supreme Court and ask them to review and say that you have bombarded the universities in Kerala? You can say that to me, but you won't have guts to say one word before the Supreme Court. Why? Because you know what the consequences will be. Let the finance minister say that these honorable judges of the Supreme Court, because they are not from Kerala, they are from Maharashtra and Assam, therefore they don't understand the Kerala system of education. Go, show some bravery. Governor, you have a personal rapport with some of these vice chancellors. 3 of them are really good. Yet all the 9 vice chancellors have gone against you to the High Court today. So what? Very difficult. If you have a conditioned mind, very difficult to reply. I have already said, papers have reported today, they have been directed by LDF. And you are not trying to understand that. Underqualified persons are being appointed only because they belong to the cadre. Why I am saying you have said it in your newspaper report. You have said, why you are saying that I am saying? It was not recommendation of the LDF. What the technique which they used was, and here I am again reminded what I had told you to remind me. Their technique is, finance minister comes to me about the selection committee of the Kerala University, and he says, earlier in the case of Sanskrit University, I was new, I had come then here. Before that was Calicut University.
who was the member of the selection committee? One of the members, Chief Secretary. I said, why Chief Secretary is there? So when they came to me, or it was suggested to me that the normal practice is that governor nominee is normally Chief Secretary. I said, why? I said, the regulation says clearly that only academics should be there. So now they changed the tactics. They came to me and they suggested, appoint Professor, what is his name? No, who is Vice Chairman of the Planning Commission? Ramachandran. I agreed. Even that was, but he has academic background. But I should not have accepted their recommendation, because I should exercise my independent discretion. But I accepted. Now, when Kerala University matter came, because Vice Chancellor was going to retire, letter was written to Kerala University 4 months back, nominate somebody for the selection committee. But they were told, don't nominate anybody. We are going to change the law, change the selection process, when we will have majority in the selection committee, because now this governor is not going to listen to us. Therefore, you try to create obstacle in the formation of the committee. When this started happening, after I stayed the Kannur University, when Kannur University Vice Chancellor announced that everything is clear, no appointment letter is going to be issued tomorrow. Then I stayed there. Then let me complete it. Finance Minister comes to me and he says, sir, the Kerala University Vice Chancellor is going to retire. So can we recommend the name of Professor Ramachandran as your nominee? I said, thank you very much for giving this suggestion. And I asked Principal Secretary, no, not asked. I said, thank you very much. I will keep it in mind. But do you want to give it in writing to me? വിസിമാരോടുള്ള ഗവർണറുടെ രാജിനിർദ്ദേശത്തിൽ ഹൈക്കോടതിയിൽ പ്രത്യേക സിറ്റിംഗ് തുടരുന്നു. സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 9 വിസിമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിക്കുന്നത്. പെരുമാറ്റ ദൂഷ്യമോ ക്രമക്കേടോ ഉണ്ടായാലേ അടിയന്തരമായി നീക്കം ചെയ്യാനാകൂ എന്ന് വിസിമാർ കോടതിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി നിയമനം നിയമവിരുദ്ധമാണെങ്കിൽ ചാൻസലർക്ക് നീക്കം ചെയ്യാൻ കഴിയുമോ എന്ന് കോടതി പറഞ്ഞു. പെരുമാറ്റ ദൂഷ്യമോ ക്രമക്കേടോ ഉണ്ടായാൽ മാത്രമേ അടിയന്തരമായി നീക്കം ചെയ്യാനാകൂ എന്ന് വിസിമാർ കോടതി ഹർജി പരിഗണിക്കവേ അറിയിച്ചു. പിന്നാലെ ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയായിരുന്നുവെന്നും വിസിമാർ സുപ്രീം കോടതി വിധി സാങ്കേതിക സർവകലാശാലയ്ക്ക് മാത്രം ബാധകമാണെന്നും വിസിമാർ പറഞ്ഞു. വിധി വിസിയുടെ നിയമനം നിയമവിരുദ്ധമാണെങ്കിൽ എന്താണ് നടപടിയെന്ന് കോടതി ചോദിച്ചു. നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കോടതി. വിസിമാരുടെ ഹർജി പരിഗണിക്കുന്നു. ഓക്കെ, വിസിമാരുടെ ഹർജി കോടതി പരിഗണിക്കുന്നു. വിസിമാരോടുള്ള ഗവർണറുടെ രാജിനിർദ്ദേശത്തിൽ ഹൈക്കോടതിയിൽ പ്രത്യേക സിറ്റിംഗ് തുടരുകയാണ്. സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 9 വിസിമാരാണ് ഹർജി നൽകിയത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിക്കുന്നത്. പെരുമാറ്റ ദൂഷ്യമോ ക്രമക്കേടോ ഉണ്ടായാൽ മാത്രമേ അടിയന്തരമായി നീക്കം ചെയ്യാനാകൂ എന്ന് വിസിമാർ കോടതിയിൽ പറഞ്ഞു. അതാകട്ടെ കോടതിയുടെ ചോദ്യത്തിനുത്തരമായാണ്. നിയമനം നിയമവിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് കോടതി വിസിമാരോട് ചോദിച്ചത്. അപ്പോഴാണ് മറുപടിയായി പറഞ്ഞത് പെരുമാറ്റ ദൂഷ്യമോ ക്രമക്കേടോ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സാധ്യമാകൂ എന്നാണ് വിസിമാരുടെ മറുപടി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഒപ്പം ചേരുന്നുണ്ട്. അനീഷ്, അനീഷിലേക്ക് വരാം. അതിനു മുൻപ് ഗവർണറുടെ വാർത്താ സമ്മേളനം തത്സമയം തുടരുകയാണ്. അതിലേക്ക്. Why? Because they know what I will tell them.
I will not deal with individual ministers. It is constitutional duty of the chief minister, and he is violating it continuously. It is his duty to brief me. I shall not deal with individual ministers. സുപ്രീം കോടതി വിധി ബാധകമെന്ന് ഹൈക്കോടതി പറയുന്നു. ഏറ്റവും പുതിയ വാർത്ത, വിസിമാരുടെ ഹർജി പരിഗണിക്കവേ നിയമനത്തിൽ ക്രമക്കേടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കോടതി ചോദിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വിധി എല്ലാവർക്കും ബാധകമെന്ന് ഹൈക്കോടതി പറയുകയാണ്. ആരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ അതുവരെ തുടരാമെന്ന് വാദിക്കുന്നത് എങ്ങനെയെന്ന് വിസിമാരോട് ഹൈക്കോടതി. തുടരെ വിസിമാരെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ അതുവരെ തുടരാമെന്ന് വാദിക്കുന്നത് എങ്ങനെ എന്ന് വിസിമാരോട് ഹൈക്കോടതി ചോദിക്കുന്നു. നിയമനം നിയമവിരുദ്ധമെങ്കിൽ എന്തു ചെയ്യണമെന്ന് നേരത്തെ ചോദിച്ചിരുന്നു. അപ്പോൾ പെരുമാറ്റ ദൂഷ്യമുണ്ടെങ്കിൽ പുറത്താക്കാൻ, വളരെ പെട്ടെന്ന് പുറത്താക്കാൻ ഗവർണർക്ക് സാധിക്കൂ എന്നായിരുന്നു വിസിമാരുടെ മറുപടി. കോടതി ഹർജി പരിഗണിക്കുന്നുവെന്ന് അറിയിച്ചതിന് പിന്നാലെ കാരണം കാണിക്കൽ നോട്ടീസ് ഗവർണർ നൽകുകയായിരുന്നുവെന്ന് വിസി പറഞ്ഞു. MS അനീഷ് കുമാർ ഒപ്പം ചേരുന്നുണ്ട്. അനീഷ് കുമാർ, ഇതുവരെ കേട്ടതിൽ വിസിമാർക്ക് തിരിച്ചടിയെന്ന് തോന്നുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, ഗവർണർക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോടതി നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുപ്രീം കോടതി വിധി മറ്റ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ട് ബാധകമാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്നാൽ അത് ബാധകമല്ല എന്ന് ആണ് വൈസ് ചാൻസലർമാർ വാദിക്കുന്നത്. ഇത്തരമൊരു നിയമവിരുദ്ധമായ ഇടപാട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ നിയമനം നടന്നു എന്ന് കണ്ടെത്തിയാൽ ചാൻസലർക്ക് എന്തുകൊണ്ട് നടപടി എടുക്കാതിരിക്കണം എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. ആരെങ്കിലും കോടതിയിലോ മറ്റിടങ്ങളിലോ ചോദ്യം ചെയ്യുന്നത് വരെ ഈ അവസ്ഥ തുടരാമെന്ന് എങ്ങനെ വാദിക്കാൻ കഴിയും എന്നും വിസിമാരോട് കോടതി ചോദിക്കുന്നു. ഗവർണർ ഈ നടപടിയെടുത്തതിന് ആധാരമായ വസ്തുതയിലാണ് ഇപ്പോൾ കോടതിയുടെ വാദങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ചും സുപ്രീം കോടതിയുടെ ഈ അബ്ദുൽ കലാം സർവകലാശാലയുമായി ബന്ധപ്പെട്ട, സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകൾക്ക് ബാധകമല്ല എന്ന വാദമാണ് വൈസ് ചാൻസലർമാർ മുന്നോട്ട് വെച്ചത്. പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ക്രമക്കേടുകളോ ഉണ്ടായാൽ മാത്രമേ ഈ നിയമന അതോറിറ്റിയായ ചാൻസലർക്ക് ഈ വൈസ് ചാൻസലർമാരെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ കഴിയൂ. ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഇത്തരമൊരു നടപടിക്രമം ചെയ്തത്. ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നു എന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് എന്നും പറഞ്ഞു. എന്നാൽ അതിനു പിന്നാലെയാണ് ഈ സുപ്രീം കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട നിയമപരമായ സാധുത കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും അക്കാര്യം ഈ കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ചാൻസലർമാർക്ക് തിരിച്ചടി ആകുന്നു എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ ഇനി വാദമുഖങ്ങൾ മുന്നോട്ട് വരുന്ന വഴിക്ക് എന്തെങ്കിലും വിശദീകരണമോ നിയമപരമായ വ്യക്തതയോ മറ്റോ തേടേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇരുഭാഗത്തു നിന്നുമായി ഗവർണറുടെ അഭിഭാഷകനും ഒപ്പം മറുവശത്ത് വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകരും ഇപ്പോഴും അവരുടെ വാദങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിനിടയ്ക്ക് കോടതിക്ക് ഉചിതമായ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനമായ ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഈ സുപ്രീം കോടതി വിധി ബാധകമാണോ എന്നതാണ്. ആ വിധി ആപ്ലിക്കബിൾ ആണെങ്കിൽ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ബാധകമാണെങ്കിൽ വിസിമാർക്ക് തുടരാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ ചാൻസലർക്ക് അത്തരത്തിൽ നടപടിയെടുക്കുന്നതിന് തടസ്സമില്ലല്ലോ എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുന്നു. എന്നാൽ നിയമപ്രകാരം മാത്രമേ ഈ ചാൻസലർക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ VC നിയമനങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിയമവിരുദ്ധമല്ലേ എന്ന മൗലികമായ ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് വരെ നിലവിലെ അവസ്ഥയിൽ തുടരാം എന്ന് വൈസ് ചാൻസലർമാർക്ക് കരുതാൻ കഴിയുമോ എന്നും കോടതി ചോദിച്ചു. അങ്ങനെ ഏത് തരത്തിൽ കരുതാൻ കഴിയും എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. നിയമന അധികാരി എന്ന് പറയുന്നത് ചാൻസലറാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ചാൻസലർക്ക് നടപടിയെടുത്തുകൂടാ എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഈ പി രവീന്ദ്രൻ കേരള സർവകലാശാലയുടെ ഭാഗത്തുനിന്നുള്ള വാദങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി കണ്ണൂർ സർവകലാശാലയുടെ കൗൺസിലായ രഞ്ജിത്ത് തമ്പാൻ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കായി എത്തിയിരിക്കുന്നു. ആദ്യ വാദത്തിൽ
തന്നെ കോടതി ഏതാണ്ട് ഒരു ഗവർണറുടെ നിലപാടിനടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം ഗവർണർ ഉയർത്തിപ്പിടിച്ചത് സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അത് രാജ്യത്ത് നിയമമാണ്. അത്തരത്തിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ഈ 9 സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരുടെ നിയമനം നിയമവിരുദ്ധമാണ് എന്നാണ്. ആ നിയമവിരുദ്ധത ചൂണ്ടിക്കാട്ടിയാണ് അവരെ നിയമിച്ച അതോറിറ്റി തന്നെയായ താൻ അവരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആ കാര്യം ഈ ഘട്ടത്തിൽ അതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള വാദമുഖങ്ങൾ തന്നെയാണ് കോടതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോടതിയും ഏതാണ്ട് ഗവർണറുടെ തീരുമാനത്തോട് അനുകൂലമായ ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആ പരാമർശം കേസിനെ കാര്യമായി ബാധിക്കണമെന്നില്ല. ഒരുപക്ഷെ അടുത്ത വരുന്ന സർവകലാശാലകളുടെ അഭിഭാഷകന്മാർ അതിന് ഖണ്ഡിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകൾ, രേഖകൾ ഹാജരാക്കിയാൽ ആ അവസ്ഥയ്ക്കും മാറ്റം വരാൻ കഴിയും. എന്തായാലും 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും അവരവരുടെ ആവശ്യങ്ങൾ വ്യക്തിപരമായ രീതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായി പറയാനുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കും. അതിനുശേഷമാവും ഒരു താൽക്കാലിക തീരുമാനത്തിലേക്ക് ഇന്ന് എത്തപ്പെടുക. കൃഷ്ണരാജ്. സനീഷ് കുമാർ, സുപ്രീം കോടതി വിധി എല്ലാവർക്കും ബാധകം, UGC ചട്ടം എല്ലാവർക്കും ബാധകം, ചാൻസലർക്ക് ഒന്നും ചെയ്യാൻ പാടില്ലേ? നിയമനം നിയമവിരുദ്ധമെങ്കിൽ നടപടിയെടുക്കാമോ? നിയമനാധികാരി ചാൻസലർ തന്നെ. ഈ പറഞ്ഞതിലെല്ലാം ഓരോ മുനയും സർക്കാരിന് നേരെയാണ്. തീർച്ചയായും സർക്കാരിന് വലിയ തിരിച്ചടി തന്നെ നേരിടുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ വാദം ഈ ഘട്ടം വരെ പുരോഗമിക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ താൽക്കാലിക ഇടക്കാല ഉത്തരവിലേക്കൊന്നും കോടതി എത്തിയിട്ടില്ല. വാദമധ്യേ കേൾക്കുന്ന പരാമർശങ്ങളാണ്. പക്ഷേ ആ പരാമർശത്തിൽ പോലും പ്രാഥമികമായി നമുക്ക് നോക്കിയാൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ ഈ നിയമനങ്ങൾ നിയമവിരുദ്ധമല്ലേ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ സുപ്രീം കോടതി വിധി എല്ലാ സർവകലാശാലകൾക്കും ഒരേപോലെ ബാധകമല്ല. അത് ഇനിയും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നും വൈസ് ചാൻസലർമാർ വാദിക്കുന്നു. എന്നാൽ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് വരെ ആ നിയമമായി മാറുന്നത് വരാതിരിക്കും അല്ലെങ്കിൽ ഈ വൈസ് ചാൻസലർമാർക്ക് അതത് സ്ഥാനത്ത് തുടരാം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എങ്ങനെ പറയാൻ കഴിയും എന്ന് കോടതി ചോദിക്കുകയും ചെയ്യുന്നു. നിയമനാധികാരിയായ വൈസ് ചാൻസലർക്ക് ഈ വൈസ് ചാൻസലർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരമുണ്ടോ എന്ന നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും കൂടുതൽ വാദമുഖങ്ങളുമായി കൂടുതൽ വൈസ് ചാൻസലർമാർ രംഗത്തെത്തും. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള വാദം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ കണ്ണൂർ സർവകലാശാല VC ആണ് വാദിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് ഗവർണറുടെ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇത്തരത്തിലെ നടപടികൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെയും ഹൈക്കോടതിയിലൊക്കെ അദ്ദേഹത്തിന്റെ നിയമനം സംബന്ധിച്ച് ചില കണ്ണൂർ VCയുടെ കാര്യത്തിൽ ഗവർണർ തെറ്റുപറ്റിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും തുടരുന്ന വാർത്താ സമ്മേളനത്തിൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ്, AG തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കണ്ണൂർ VCയുടെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു തിരിച്ചടി ഗവർണർക്ക് ആദ്യമായി നേരിടേണ്ടി വന്നേക്കാം ഈ 9 സർവകലാശാലകളിൽ. തീർച്ചയായും അതെങ്ങനെയാവും എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം നേരത്തെ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പലവട്ടം കേസുകൾ വന്നെങ്കിലും അദ്ദേഹത്തിന് അനുകൂലമായ വിധിയാണ് ഉണ്ടായത്. ഒപ്പം സുപ്രീം കോടതിയിലും ഈ സംബന്ധിച്ച ഒരു കേസ് പരിഗണനയ്ക്കിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് കണ്ണൂർ സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്ത്. അത്തരത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു കേസിൽ എങ്ങനെ ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് നോട്ടീസ് നൽകാൻ കഴിയും എന്ന ചോദ്യം തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയ പരാമർശങ്ങൾ വേണ്ട എന്ന കോടതി ഈ കണ്ണൂർ സർവകലാശാലയുടെ അഭിഭാഷകനോട് അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാല VCയോട് പറഞ്ഞിരിക്കുന്നു. ഗവർണറുടെ രാഷ്ട്രീയമാണ് ഈ VCമാരുടെ മാറ്റത്തിൽ ഈ നടപടിയിൽ പ്രതിഫലിക്കുന്നത് എന്ന് കണ്ണൂർ VC കോടതിയിൽ പറയുന്നു. എന്നാൽ രാഷ്ട്രീയ പരാമർശങ്ങൾ വേണ്ട എന്ന് കോടതി താക്കീത് നൽകുന്നു. നിയമം മാത്രമാണ് കോടതി ഈ ഘട്ടത്തിൽ നോക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കണ്ണൂർ VCയുടെ അഭിഭാഷകനോട് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ ഇപ്പോഴും തുടരുന്നു, അവ ആരംഭിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ രണ്ടാമത്തെ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട കാര്യം പരിഗണിക്കുമ്പോഴും നിയമവിരുദ്ധമായി
ആളുകൾ പദവിയിൽ തുടരുന്നത് തെറ്റല്ലേ എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. നേരത്തെ തന്നെ ആദ്യം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരോടും കോടതി ഇതുതന്നെയാണ് ചോദിച്ചത്. സുപ്രീം കോടതിയുടെ നിയമം എന്നാൽ നാടിന്റെ നിയമമാണ്, ആ നിയമം എല്ലാ വൈസ് ചാൻസലർമാർക്കും ബാധകമല്ലേ എന്ന് ചോദിക്കുന്നു. അത്തരത്തിൽ സുപ്രീം കോടതി ഉത്തരവിന് ശേഷവും നിയമവിരുദ്ധമായി ആളുകൾ പദവിയിൽ തുടരുന്നത് തെറ്റല്ലേ എന്ന കൃത്യമായ ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗവർണർക്ക് അനുകൂലമായ അല്ലെങ്കിൽ വൈസ് ചാൻസലർമാർക്ക് അങ്ങേയറ്റം പ്രതികൂലമായ പരാമർശങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, നിയമനാധികാരി ചാൻസലർ തന്നെ സുപ്രീം കോടതി വിധി ബാധകം, UGC ചട്ടം എല്ലാവർക്കും ബാധകം, നിയമിച്ചത് ചാൻസലർ അല്ലേ, ആ ചാൻസലർക്ക് ഒന്നും ചെയ്യാൻ പാടില്ലേ തുടങ്ങി വൈസ് ചാൻസലർമാരെ വിമർശിക്കുന്ന വാക്കുകളാണ് കോടതിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം ഇപ്പോൾ കണ്ണൂർ VCയുടെ ഹർജിയാണ് പരിഗണിക്കുന്നത്. അവിടെയാണ് ഗവർണർ പ്രതിസന്ധിയിലാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ VC നിയമനത്തിൽ തനിക്ക് തെറ്റുപറ്റി, സർക്കാർ സമ്മർദ്ദം ചെലുത്തി, പല വിഷയങ്ങളിലും AG തെറ്റിദ്ധരിപ്പിച്ചു എന്നതടക്കം. VCയുടെ നിയമനം നിയമവിരുദ്ധമാണെങ്കിൽ എന്താണ് നടപടിയെന്ന് കോടതി ചോദിച്ചു. അയാളെ തുടരാൻ അനുവദിക്കണോ? ചാൻസലർക്ക് നിയമവിരുദ്ധമാണെന്ന് കണ്ടാൽ അദ്ദേഹം നടപടി എടുക്കരുതെന്നാണോ ഹർജിക്കാർ പറയുന്നത്? കോടതി ആരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ അതുവരെ തുടരാമെന്ന് വാദിക്കുന്നത് എങ്ങനെയെന്ന് VCമാരോട് ഹൈക്കോടതി ചോദിക്കുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ VC നിയമനങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിയമവിരുദ്ധമല്ലേ എന്ന് കോടതി ചോദിക്കുന്നു. നിയമനാധികാരി ചാൻസലറാണ്, അതിനാൽ എന്തുകൊണ്ട് ചാൻസലർക്ക് നടപടി എടുത്തുകൂടാ എന്നും കോടതി ചോദിക്കുന്നു. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. കണ്ണൂർ VCയുടെ ഹർജിയാണല്ലോ പരിഗണിക്കുന്നത്. അനീഷ്, കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണരാജ്, ഏറ്റവും നിർണായക കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തന്റെ നിയമനം നേരത്തെ ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട് എന്ന് കണ്ണൂർ VC കോടതിയിൽ വാദിക്കുന്നു. പക്ഷേ ചാൻസലർക്ക് താൻ നൽകിയ നിയമനം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ ആവില്ല എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ചാൻസലറുടെ ഇപ്പോഴത്തെ നടപടി സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. യോഗ്യതയില്ലാത്തവർ തൽസ്ഥാനത്ത് തുടരുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന മൗലികമായ കാര്യം, അത്തരമൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. യോഗ്യത ഇല്ലാത്തവർ തൽസ്ഥാനത്ത് തുടരുന്നത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകും. അതുകൊണ്ട് ഈ വൈസ് ചാൻസലർമാരുടെ ഈ പിരിച്ചുവിടൽ ഒരർത്ഥത്തിൽ ശരിയല്ലേ എന്ന വ്യംഗ്യമായ ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി തന്റെ നിയമനം ശരിവെച്ചിട്ടുണ്ട് എന്ന് കണ്ണൂർ വൈസ് ചാൻസലർ കോടതിയിൽ വാദിക്കുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടല്ലോ സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഉത്തരവുമായി ബന്ധപ്പെട്ടല്ലേ ഹൈക്കോടതി ഈ ചാൻസലർ നടപടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാല പ്രാബല്യത്തിൽ ഉപരി സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള കാര്യങ്ങളല്ലേ പരിഗണിക്കേണ്ടത് എന്ന കോടതി ചോദിച്ചിരിക്കുന്നു. ഇതിനു പിന്നാലെയാണ് ചോദിക്കുന്നത്, യോഗ്യതയില്ലാത്തവർ തൽസ്ഥാനത്ത് തുടർന്നാൽ അത് തെറ്റായ സന്ദേശമല്ലേ ജനങ്ങൾക്ക് നൽകുക, അല്ലെങ്കിൽ തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകും എന്ന കാര്യമാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറയുന്നത്. എന്തായാലും കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ വാദവും കഴിഞ്ഞിരിക്കുന്നു. ഇനി MG VC ആണ് തന്റെ വാദം ആരംഭിക്കുന്നത്. രണ്ട് തവണയും 2 VCമാർ വാദം നടത്തിയപ്പോഴും കൃത്യമായി തന്നെ കോടതി നിലപാടിലേക്ക് ഏതാണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് രാജ്യത്തെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ്. സുപ്രീം കോടതി ഉത്തരവിലൂടെ തന്നെ ഈ നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ നിയമവിരുദ്ധമായ ഇടപാടുകൾക്ക് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ നിയമനം നടത്തിയ ചാൻസലർക്ക് ആ നിയമനം തിരുത്തുന്നതിനുള്ള അവകാശമില്ലേ എന്ന് കോടതി ചോദിക്കുന്നു. ഒപ്പം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ചോദിക്കുന്നത് നേരത്തെ ഹൈക്കോടതി തന്റെ നിയമനത്തിന് സാധുത നൽകിയതാണ് എന്നാണ്. എന്നാൽ ആ സാധുത നൽകിയുള്ള ഉത്തരവിന് ശേഷമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവിന് ശേഷമാണ് ഈ ചാൻസലറുടെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നിയമപരമായൊരു പിൻബലം ഗവർണറുടെ ഉത്തരവിനുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ പരാമർശങ്ങൾ. യോഗ്യതയില്ലാത്തവർ തൽസ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകും എന്ന കൃത്യമായ വിലയിരുത്തലും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും കേരള കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ വാദം ആണ് ഈ ഘട്ടത്തിൽ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. MG VC സാബു തോമസിന് വേണ്ടിയുള്ള വാദമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. 9 VCമാരും പ്രത്യേകമായാണ് അവരുടെ
ഹർജികൾ നൽകിയിരിക്കുന്നത്. സർവകലാശാല ഭരണത്തലവൻ എന്ന രീതിയിൽ സാധാരണഗതിയിൽ സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലർമാരാണ് ഈ കേസുകൾ വാദിക്കുന്നതെങ്കിൽ ഇന്ന് അവർക്ക് വ്യക്തിപരമായി നേരിടുന്ന ഒരു നഷ്ടമാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായാണ് അവരെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർ ഓരോരുത്തരും സ്വന്തം നിലയിൽ അവർക്ക് വേണ്ടിയുള്ള അഭിഭാഷകരാണ് വാദിക്കുന്നത്. അവരെല്ലാം വാദിക്കുന്ന ആദ്യഘട്ടം സുപ്രീം കോടതി നിയമം എല്ലാ കേസുകളിലും നിലനിൽക്കില്ല എന്ന വാദമാണ്. രണ്ടാമത്തെ വാദം അവർക്ക് സ്വാഭാവികമായ നീതി ലഭിച്ചിട്ടില്ല, നീതി നിഷേധമാണ് ഉണ്ടായത്, തങ്ങളുടെ വിശദീകരണം കോടതി തേടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു പടി കൂടെ കടന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് ചാൻസലർ കൂടിയായ ഗവർണർ നടത്തുന്നതെന്ന് പറയുന്നു. എന്നാൽ രാഷ്ട്രീയം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ ഇവിടെ വേണ്ട എന്ന താക്കീത് കോടതി നൽകുന്നു. നിയമം മാത്രമാണ് കോടതി നോക്കുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കോടതി നടപടികൾ പുരോഗമിക്കുന്നു. MG സർവകലാശാല വൈസ് ചാൻസലറാണ് ഇപ്പോൾ കോടതിയിൽ വാദം ആരംഭിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. സനീഷ് കുമാർ ആദ്യം പരിഗണിച്ചത് കേരള സർവകലാശാല VC-യുടേത്, രണ്ടാമത് കണ്ണൂർ VC. നോക്കൂ, എന്തെങ്കിലും സാധ്യത ഏതെങ്കിലും ഒരു VC-ക്ക് അനുകൂലമായി വരുമായിരുന്നുവെങ്കിൽ അത് കണ്ണൂർ VC-യുടെ ഹർജി പരിഗണിക്കുന്ന സമയത്തായിരിക്കണം. അപ്പോഴും കോടതി പറയുന്നത് ഗവർണർക്ക് തെറ്റുപറ്റിയെങ്കിൽ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താൻ പാടില്ലേ എന്നാണ്. അതായത് ഇപ്പോൾ തന്നെ ഒരു സൂചനയുണ്ട് ഏതു വഴിക്കാണ് ഹൈക്കോടതി വിധി വരാൻ പോകുന്നത് എന്ന്, അല്ലേ? തീർച്ചയായും നമുക്ക് കോടതി നടപടികൾ ഇതുവരെയുള്ള ഒരു രീതി പരിശോധിച്ചാൽ ഒരുപക്ഷെ ഗവർണർക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു, അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് പ്രതികൂലമായി കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഊന്നി പറയുന്നത്. ഒന്ന്, സുപ്രീം കോടതിയുടെ വിധി, സാങ്കേതിക സർവകലാശാല കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി മറ്റ് സർവകലാശാലകൾക്കും ബാധകമാണ് എന്നത് ഒരു കാര്യം പറയുന്നു. രണ്ട്, നിയമവിരുദ്ധമായ ഒരു നിയമനം നടന്നു എന്ന് കണ്ടാൽ അത് നിയമന അതോറിറ്റിയായ ചാൻസലർക്ക് ആ നിയമനം റദ്ദാക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. മൂന്ന്, യോഗ്യതയില്ലാത്തവർ തൽസ്ഥാനത്ത് തുടർന്നാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന വാക്കുകളും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് ഈ 3 പോയിന്റുകളും കേന്ദ്രീകരിക്കുന്നു ഒറ്റ കാര്യത്തിലേക്ക് തന്നെ. ഗവർണറുടെ നടപടി ഏതാണ്ട് ശരി എന്ന് തന്നെയാണ്. പക്ഷേ ഇനി ഒരുപക്ഷെ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഗവർണറുടെ നടപടി ശരി എന്ന വിലയിരുത്തലിൽ കേസ് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കുകയില്ല. കക്ഷികളെ കൂടുതൽ കേൾക്കട്ടെ, മറ്റ് രേഖകൾ വിശദമായി പരിശോധിക്കുകയോ അതിൻ്റെ നിയമവശങ്ങൾ തലനാരിഴ കയറി പരിശോധിക്കുകയോ ഒക്കെ ചെയ്യട്ടെ എന്നാണ്. പക്ഷേ അപ്പോഴും ഈ വൈസ് ചാൻസലർമാരുടെ ഹർജിയിൽ ഈ ഒരു താൽക്കാലിക സ്റ്റേയോ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടാവുമോ എന്നതാണ് എന്തായാലും സർക്കാരും വൈസ് ചാൻസലർമാരും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം അത്തരമൊരു സ്റ്റേ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ തിരിച്ചടിയിലേക്കാവും കാര്യങ്ങൾ നീങ്ങുക. ഗവർണറുടെ ഇച്ഛപ്രകാരം, ഗവർണറുടെ ആഗ്രഹപ്രകാരം ഈ VC-മാരെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ ഗവർണർക്ക് നിഷ്പ്രയാസം കഴിയും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഇടവേളയിൽ ആദ്യ പകുതിയിൽ ഗവർണറുടെ കോർട്ടിൽ തന്നെയാണ് ഇപ്പോൾ പന്ത് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ ഫുട്ബോളിന്റെ ഭാഷയിൽ നമുക്ക് പറയാം. ഗവർണർക്ക് അനുകൂലമായ പരാമർശങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഈ ഒരു ഘട്ടത്തിൽ പരാമർശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. VC-യുടെ നിയമനം നിയമവിരുദ്ധമാണെങ്കിൽ എന്താണ് നടപടിയെന്ന് കോടതി VC-മാരോട് ചോദിക്കുന്നു. അയാളെ തുടരാൻ അനുവദിക്കണോ? ചാൻസലർക്ക് നിയമവിരുദ്ധമെന്ന് കണ്ടാൽ അദ്ദേഹം ഒരു നടപടി എടുക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ VC-മാർ പറയുന്നത് എന്ന് ചോദിക്കുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ അതുവരെ തുടരാമെന്നാണോ വാദിക്കുന്നത് എന്ന് VC-മാരോട് ഹൈക്കോടതി ചോദിക്കുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ VC നിയമനങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിയമവിരുദ്ധമല്ലേ എന്ന് കോടതി ചോദിക്കുന്നു. നിയമനാധികാരി ചാൻസലറാണ്, അതിനാൽ എന്തുകൊണ്ട് ചാൻസലർക്ക് നടപടി എടുത്തുകൂടാ എന്നും കോടതി ചോദിക്കുന്നു. ഗവർണറുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ണൂർ VC പറയുന്നു. അപ്പോൾ തന്നെ കോടതി പറയുന്നു രാഷ്ട്രീയ പരാമർശങ്ങൾ വേണ്ട, കോടതി നോക്കുന്നത് നിയമം മാത്രമാണ് എന്ന്. നിയമവിരുദ്ധമായി ആളുകൾ പദവിയിൽ തുടരുന്നത് തെറ്റല്ലേ എന്ന് കോടതി ചോദിക്കുന്നു. അപ്പോൾ തന്റെ നിയമനം ഹൈക്കോടതി ശരിവെച്ചിട്ടുള്ളതാണെന്ന് കണ്ണൂർ VC പറയുന്നു. AG തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് നേരത്തെ ഗവർണർ പറഞ്ഞിരുന്നു. കണ്ണൂർ VC നിയമനത്തിൽ തെറ്റുപറ്റിയെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കോടതി പറയുന്നു തെറ്റ് പറ്റിപ്പോയത് ശരി തന്നെ, പക്ഷേ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് ഒരാൾക്കത് തിരുത്താൻ പാടില്ലേ എന്ന് ചോദിക്കുന്നു. കോടതി നോക്കുന്നത് നിയമമാണ്. ചാൻസലർക്ക് തെറ്റ് തിരുത്താൻ പാടില്ലേ? രാഷ്ട്രീയ പരാമർശം വേണ്ട, ചോദ്യം ചെയ്തില്ലെങ്കിൽ തുടരാമെന്നാണോ ധാരണ എന്ന അർത്ഥത്തിൽ ചോദ്യം.
സുപ്രീം കോടതി വിധി എല്ലാവർക്കും ബാധകമാണ്. UGC ചട്ടം ബാധകമാണ്. നിയമിച്ചത് ചാൻസലറാണ്. അതുകൊണ്ട് തന്നെ മാറ്റാൻ അദ്ദേഹത്തിന് അധികാരമില്ല എന്ന പരോക്ഷമായ സൂചനയും നൽകുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ 9 VCമാരുടെ ഹർജിയാണ് പരിഗണിക്കുന്നത്. കേരള VCയുടെയും കണ്ണൂർ VCയുടേതും പരിഗണിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ടായത്. MGVC ഇപ്പോൾ വാദിക്കുന്നു. MGVCയെ കോടതി കേൾക്കുന്നു. ആദ്യഘട്ടത്തിൽ VCമാർക്ക് തിരിച്ചടി നൽകുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. യോഗ്യതയില്ലാത്തവർ തൽസ്ഥാനത്ത് തുടരുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് അടിവരയിട്ട് പറയുന്നു കോടതി. അതായത് നിയമനങ്ങൾ നിയമവിരുദ്ധമെങ്കിൽ ചാൻസലർക്ക് പുറത്താക്കാൻ അവകാശമുണ്ട് എന്ന സൂചന തന്നെ കോടതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും പറഞ്ഞത് അതാണ്. നിയമനം യോഗ്യതയില്ലാത്തവരാണ് VC സ്ഥാനത്ത് തുടരുന്നതെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. MS അനീഷ് കുമാർ, ഒടുവിലത്തെ വരി എടുത്തു പറയണം. യോഗ്യതയില്ലാത്തവർ തൽസ്ഥാനത്ത് തുടർന്നാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ഇതുവരെയും ചാൻസലർക്ക് നേരെ ഒരു ചോദ്യവും വരുന്നില്ല. തീർച്ചയായും ചാൻസലർക്കെതിരെയും ചോദ്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ചാൻസലറുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങൾ വന്നു എന്ന് നമുക്ക് പറയാം. കാരണം ചാൻസലർക്ക് താൻ നടത്തിയ നിയമനം തെറ്റ് എന്ന് പറയാൻ ആവില്ല എന്ന ഭാഗം കോടതി ചോദിച്ചിരിക്കുന്നു. ചാൻസലറും ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ നിയമന സമയത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം എന്ന് കോടതി പറയുന്നു. എന്നാൽ അക്കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാം എന്ന് പറയുന്നു. അതായത് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഇത്തരം നിയമനങ്ങളുമായി ബന്ധപ്പെട്ട പിശകുണ്ടായിട്ടുണ്ട് എന്ന് കോടതി വ്യംഗ്യമായി തന്നെ സമ്മതിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതായത് ചാൻസലർ മനുഷ്യനാണ്. ചിലപ്പോൾ നിയമന സമയത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം എന്ന് പറയുന്നു. പക്ഷേ ആ കാര്യങ്ങൾ ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന് കോടതി പറയുന്നു. അത് പിന്നീട് പരിഗണിക്കാം എന്ന് പറയുന്നു. 2 കാര്യങ്ങളാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. നിയമന സമയത്തുണ്ടായ ചില പോരായ്മകൾ, അല്ലെങ്കിൽ നിയമന സമയത്ത് നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ നടന്നിരുന്നു. അക്കാര്യത്തിലെ തെറ്റുകൾ മനസ്സിലായപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ തന്റെ തെറ്റ് തിരുത്തുന്നു. അതിനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയോടുകൂടി, സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയോടുകൂടി തന്നെ ഇത്തരം ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നുവെന്നും ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ് എന്നും കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ അക്കാര്യത്തിൽ ഒരുപക്ഷെ ഗവർണർക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, മനുഷ്യനല്ലേ, പക്ഷേ അക്കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞു കോടതി മാറ്റുന്നു. ഇങ്ങനെയെങ്കിൽ ഇനി വരുന്ന വാദമുഖങ്ങൾ, പ്രത്യേകിച്ചും മറ്റ് സർവകലാശാല വൈസ് ചാൻസലർമാർ പറയുമ്പോഴും ഈ നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർമാരുടെ മാത്രം കുഴപ്പമല്ലല്ലോ, നിയമന അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പിഴവല്ലേ തങ്ങളുടെ കക്ഷികളെ ഈ നിലയിലേക്ക് എത്തിച്ചതെന്ന മൗലികമായ ചോദ്യം അവർക്ക് നൽകാൻ കഴിയും. നേരത്തെ ചാൻസലർ നടത്തിയ, അല്ലെങ്കിൽ ഗവർണർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും തനിക്ക് തെറ്റുകൾ പറ്റിയെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അക്കാര്യം കോടതിയുടെ പരിഗണനയിലേക്ക് കൂടി എത്തുന്നു. പക്ഷേ അക്കാര്യങ്ങൾ, ഗവർണർക്ക് വിട്ടുപോയ കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാം എന്നാണ് കോടതി പറയുന്നത്. മറ്റ് 2 കാര്യങ്ങളും ഏതായാലും വൈസ് ചാൻസലർമാർക്ക് പ്രതികൂലമാണ്. ഗവർണറുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി പരാമർശം എന്ന പേരിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. അനീഷ് കുമാർ, ഈ ചോദ്യങ്ങളിലുടനീളം നിഴലിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്. അതായത് ഈ VCമാരുടെയൊക്കെ നിയമനം നിയമവിധേയമല്ല എന്ന സംശയം. തീർച്ചയായും ഈ വൈസ് ചാൻസലർമാർ പറയുന്നത് എല്ലാ ചട്ടങ്ങളും യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടും UGC മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചാണ് ഈ നിയമനങ്ങൾ നടന്നത് എന്നാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രത്യേകമായി കോടതിയിൽ വാദിച്ചതും അതാണ്. കാരണം തൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ ദീർഘമായ വ്യവഹാരങ്ങൾ കോടതിയിൽ നടന്നു. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് തന്നെ പലവട്ടം കേസ് വരികയും ഹൈക്കോടതി ഈ നിയമനത്തിന് അംഗീകാരം നൽകിയതുമാണ്. അത്തരമൊരു നിയമനം എങ്ങനെ ഇപ്പോൾ അസാധുവാണ് എന്ന് പറയാൻ കഴിയും എന്ന കാര്യമാണ് ചോദിച്ചത്. പക്ഷേ അവിടെയാണ് ഗവർണർ ഉന്നയിക്കുന്ന അതേ വാദങ്ങൾ തന്നെ
കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. മുൻപുള്ള ഘടകങ്ങളൊന്നുമല്ല ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടത്. മറിച്ച് സുപ്രീം കോടതി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിറങ്ങിയിരിക്കുന്നു. അതോടുകൂടിയാണ് ഈ നിയമനങ്ങൾ നിയമവിരുദ്ധമായതായി നിയമം തന്നെ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ഒരു നടപടിയെടുക്കുമ്പോൾ അതിനു മുമ്പ് അനുകൂലമായി കിട്ടിയ വിധിന്യായങ്ങളെ ഒന്നും വ്യാഖ്യാനിക്കുക വയ്യ. സുപ്രീം കോടതിയുടെ ഒടുവിലിറങ്ങിയ ഉത്തരവാണ് നാട്ടിൽ നിയമം. ആ നിയമമാണ് ഒരുപക്ഷെ ചാൻസലർ നടപ്പിലാക്കിയിരിക്കുന്നത്. അത്തരമൊരു നിയമമുള്ളപ്പോൾ എങ്ങനെ അത് നടപ്പിലാക്കാതിരിക്കാം? ഗവർണർക്ക് കഴിയും, അല്ലെങ്കിൽ ചാൻസലർക്ക് കഴിയും. മറ്റൊരാൾ ഈ കേസ് മറ്റൊരു കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് വരെ ഈ നടപടി ഗവർണർ എടുക്കേണ്ടതില്ല എന്നാണോ വൈസ് ചാൻസലർമാർ ചോദിക്കുന്നത് എന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ചോദിക്കുന്നു. എന്തായാലും ഈ ചാൻസലർക്ക് താൻ നടത്തിയ തെറ്റ് അല്ലെങ്കിൽ തെറ്റായി നടത്തിയ ഒരു നിയമനം അത് ശരിവയ്ക്കുന്നതിനുള്ള അവകാശമില്ലേ എന്ന് കോടതി ചോദിക്കുന്നു. പുതിയ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ ഗവർണർക്കാവും അല്ലെങ്കിൽ ചാൻസലർക്കാവും എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തുന്നു. ഒപ്പം യോഗ്യതയില്ലാത്തവർ തലസ്ഥാനത്തിരുന്നാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന വാദവും കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അത്തരമൊരു പരാമർശവും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇപ്പോഴും വാദം തുടരുകയാണ്. കണ്ണൂർ സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും VCയുടെ അഭിഭാഷകർ അവരുടെ വാദമുഖങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ MG സർവകലാശാല VCക്ക് വേണ്ടിയുള്ള വാദമാണ് കോടതി മുറിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്. സനീഷ് കുമാർ, ഈ ഗവർണർ ഫ്യൂഡൽ ഭൂതകാലത്തിൽ അഭിരമിക്കുന്നു, കൽപ്പന പുറപ്പെടുവിച്ച് ഭീഷണിപ്പെടുത്തുന്നു, അധികാരമില്ലാത്ത കാര്യം ചെയ്യുന്നു, ഗവർണറുടെ നിലപാട് ഭ്രാന്തമാണ് തുടങ്ങി CPMും മന്ത്രിമാരുമൊക്കെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയമായി കൂടി സർക്കാരിന് വലിയ തിരിച്ചടിയെന്ന് തോന്നിപ്പിക്കുന്നില്ലേ ഈ നിമിഷങ്ങളിൽ? തീർച്ചയായും രാഷ്ട്രീയമായി തന്നെ തുടരുകയും വ്യവഹാരമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് നമുക്ക് ഈ കോടതി നടപടികളിൽ നിന്നും മനസ്സിലാവുന്നത്. കാരണം സംസ്ഥാനത്തെ പ്രമുഖമായ 9 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരാണ് റിട്ട് ഹർജിയുമായി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. ദീപാവലി ദിവസം ഇന്ന് ഹർജികൾ പരിഗണിക്കാത്ത അല്ലെങ്കിൽ കോടതിക്ക് അവധി ദിനമാണ്. പക്ഷേ ഇന്ന് കോടതി വളരെ സജീവമായിരിക്കുന്നു. നമുക്ക് കോടതി വളപ്പിൽ തന്നെ നോക്കിയാൽ വാഹനങ്ങൾ കാണാം. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ അവധി റദ്ദാക്കിയാണ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അടിയന്തരമായി തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ന് ഹർജി പരിഗണിക്കണമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കോടതിയിലേക്ക് എത്തിയത്. അതിനുശേഷം അഭിഭാഷകർ എത്തുന്നു, സർവകലാശാലകളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ എത്തുന്നു. അവർ ഓരോരുത്തരും കൃത്യമായി തന്നെ ഈ അവസരത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കോടതി ഒരു ഹിയറിംഗ് നടത്തുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതമായ സർവകലാശാലകളാണ്, അവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് വരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സാധാരണ പ്രവൃത്തി ദിനത്തിനോട് സമാനമല്ലെങ്കിൽ പോലും വാഹനങ്ങളുടെ ഒരു നീണ്ട നിര കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സമീപകാലത്തെങ്ങും കോടതി ഇത്തരം അടിയന്തരമായി ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന, എല്ലാവരും ഇത്ര ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കേസ് പരിഗണിച്ചിട്ടുണ്ടാവില്ല. അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ വാദമുഖങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വാദം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് ഗവർണർക്ക് അനുകൂലമായ വൈസ് ചാൻസലർമാർക്ക് അങ്ങേയറ്റം പ്രതികൂലമായ വാദമുഖങ്ങൾ, പരാമർശങ്ങൾ എന്നിവയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു. ചില അപ്പോയിന്റ്മെന്റുകൾ, അതായത് ഈ സർവകലാശാല ചാൻസലർ നടത്തുന്ന ചില നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടാൽ അതിന് പ്രതികൂലമായ രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആ നിയമവിരുദ്ധമായ ആളുകൾ തസ്തികയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചാൻസലർക്ക് കൈക്കൊള്ളുന്നതിന് എന്താണ് തടസ്സമെന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മറ്റു പല കോടതി ഇടപെടലുകളിൽ കൂടിയും തൻ്റേതടക്കമുള്ള നിയമനങ്ങൾ കോടതികൾ ശരിവെച്ചിട്ടുണ്ടോ എന്നാണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പറഞ്ഞത്. പക്ഷേ അതൊക്കെ പഴങ്കഥയാണ്. പുതിയ സുപ്രീം കോടതിയുടെ ഉത്തരവിറങ്ങിയിരിക്കുന്നു. ആ ഉത്തരവോടുകൂടി തന്നെ അതാണ് ഇനി രാജ്യത്ത് നിയമം. അത് എല്ലാ സർവകലാശാലകളിലെയും ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അതാണ് ഇനി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ തനിക്ക് പറ്റിയ ചില പിശകുകൾ ചാൻസലർ തിരുത്തിയാൽ അതിൽ തെറ്റു പറയാൻ കഴിയുമോ? മറ്റെന്തെങ്കിലും ആളുകൾ കോടതിയിൽ സമാനമായ പരാതിയുമായി എത്തും വരെ വൈസ് ചാൻസലർമാർക്ക് ആ സ്ഥാനത്ത് തന്നെ നിയമവിരുദ്ധമായി തുടരുമെന്ന് പറയാൻ കഴിയുമോ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ഒപ്പം ചാൻസലർ മനുഷ്യനാണ്. ചിലപ്പോൾ നിയമന സമയത്ത്
ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വിട്ടുപോയിട്ടുണ്ടാവാം. അക്കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാം എന്ന് കോടതി പറയുകയും ചെയ്യുന്നു. കൃത്യമായും സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ആ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതും. കോടതി അക്കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴായി VC-യുടെ നിയമനം നിയമവിരുദ്ധമെങ്കിൽ എന്താണ് നടപടി? അയാളെ തുടരാൻ അനുവദിക്കണോ? ചാൻസലർക്ക് നിയമവിരുദ്ധമെന്ന് കണ്ടാൽ നടപടിയെടുക്കാൻ പാടില്ലേ? ആരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ അതുവരെ തുടരാമെന്ന് വാദിക്കുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ VC നിയമനങ്ങൾ പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധമല്ലേ? നിയമനാധികാരി ചാൻസലറാണ്. അതിനാൽ എന്തുകൊണ്ട് ചാൻസലർക്ക് നടപടി എടുത്തുകൂടാ? ഗവർണറുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ണൂർ VC വാദിക്കുന്നു. രാഷ്ട്രീയ പരാമർശങ്ങൾ ഇവിടെ വേണ്ട, നിയമമാണ് കോടതി നോക്കുന്നത് എന്ന് പറയുന്നു. നിയമവിരുദ്ധമായ ആളുകൾ പദവിയിൽ തുടരുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നു. തൻ്റെ നിയമനം ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ടെന്ന് കണ്ണൂർ VC പറയുമ്പോഴും ഒരു തെറ്റുപറ്റിയാൽ ഗവർണർക്ക് അത് തിരുത്താൻ പാടില്ലേ എന്ന മറുചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. യോഗ്യതയില്ലാത്തവർ തൽസ്ഥാനത്ത് തുടരുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കൂടി ഹൈക്കോടതി പറയുന്നു. ചാൻസലർ മനുഷ്യനാണ്, ചിലപ്പോൾ നിയമന സമയത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം, അത് തിരുത്തിക്കൂടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ VC-മാർക്ക് കനത്ത തിരിച്ചടി എന്ന് തോന്നിപ്പിക്കുന്ന നിരവധി ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, MG സർവകലാശാല VC-യുടെ വാദം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാദം പുരോഗമിക്കുന്നെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ ഇന്നത്തെ നടപടിക്രമങ്ങളിലേക്ക് ഒന്നുകൂടി വിശദമായി വന്നാൽ, സംസ്ഥാനത്തെ 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ഇന്ന് 11 മണിക്ക് മുമ്പായി തങ്ങളുടെ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവർക്ക് കത്ത് നൽകിയത്. അത്തരത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പിന്നീട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും, അല്ലെങ്കിൽ പുതിയ ആളുകളെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കും. അതിനായി പുതിയ സീനിയർ പ്രൊഫസർമാരുടെ ഒരു പട്ടിക പോലും തയ്യാറാക്കി അദ്ദേഹം വെക്കുന്നു. എന്തായാലും 9 സർവകലാശാല വൈസ് ചാൻസലർമാരെ നീക്കം ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ രാജി നിർബന്ധപൂർവ്വം എഴുതി വാങ്ങാനുള്ള ഗവർണറുടെ തീരുമാനത്തിനെതിരെ രാഷ്ട്രീയമായി മുഖ്യമന്ത്രി രംഗത്തെത്തുന്നു, മന്ത്രിമാർ രംഗത്തെത്തുന്നു. രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണ് ഇത് എന്നും ആരോപിക്കുന്നു. RSSന്റെ സംഘപരിവാർ വൽക്കരണം നടപ്പിലാക്കുകയാണ് ഇത്തരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാനുള്ള നീക്കമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇതിന് തൊട്ടുമുമ്പാണ് വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ കൊച്ചിയിൽ തിടുക്കപ്പെട്ട് എത്തുകയും അവരുടെ അഭിഭാഷകരുമായി വളരെയേറെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നത്. ഇതിനുശേഷമാണ് ഈ അഭിഭാഷകർ കൂട്ടായി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്ന കാര്യം, സ്വാഭാവികമായ ഒരു നീതി തങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർക്ക് തങ്ങളെ നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ പോലും തങ്ങളെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല എന്ന വാദം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനത്തേക്ക്, ഒരു തസ്തികയിലേക്ക് നിയമിച്ച ഒരാളെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് വൈസ് ചാൻസലർമാർ വാദിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം. ആ കാരണം കാണിക്കൽ നോട്ടീസിൽ തസ്തികയിലുള്ളയാൾക്ക് നൽകാനുള്ള വിശദീകരണങ്ങൾ നൽകണം. ആ വിശദീകരണത്തിന് ശേഷം ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ അച്ചടക്ക നടപടി കൈക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന് വൈസ് ചാൻസലർമാർ വാദിക്കുന്നു. ഒപ്പം ഗുരുതരമായ പെരുമാറ്റച്ചട്ടം, സാമ്പത്തിക ക്രമക്കേടുകൾ, മറ്റ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടായാൽ മാത്രമേ തൽസ്ഥാനത്ത് നിന്നും അടിയന്തരമായി ചാൻസലർക്ക് വൈസ് ചാൻസലർമാരെ നീക്കം ചെയ്യാൻ കഴിയൂ എന്നും അവർ വാദിച്ചു. ഇത്തരം വാദമുഖങ്ങളുമായാണ് ആദ്യം തന്നെ ഈ അഭിഭാഷകർ കോടതിയിൽ എത്തിയത്. നോട്ടീസ് പോലും നൽകാതെ രാജിവെക്കാൻ വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടു എന്നാണ് ഈ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ ആദ്യ സർവകലാശാല വൈസ് ചാൻസലറുടെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ വാദത്തിനായി എത്തിയപ്പോൾ തന്നെ കോടതി ഏറ്റവും വലിയ ചോദ്യം ഇവരോട് ചോദിക്കുകയായിരുന്നു. എന്തായാലും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ നോട്ടീസിനെതിരെ സർവകലാശാല വൈസ് ചാൻസലർമാർ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഗവർണറുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിലധികമായി ഈ ഗവർണറുടെ വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ട്. അതിലേക്ക് വീണ്ടും. Therefore, I come under the ambit of this judgment and I am resigning. How much respect you will have for that? So I had given them an honorable way to exit. Thank you very much. Very good.
So I have not sacked him. I need not sack anybody because Supreme Court is saying that they are try to understand the significance of word ab initio. Ab initio means they will not be, their name will not appear on the register of the university as Vice Chancellor. They will be deprived of the profits as benefits of the ex-Vice Chancellor. These are the words which have been used by Supreme Court. I was giving them an escape route. I have not sacked him. The alternative arrangement I have made, man will take charge tomorrow. So before or after the 3rd of November, alternate arrangements will be made, or? After 3rd November. Because if I make the arrangements now, it means I have already decided to sack them. No, I will hear them. If they want me to hear them, I will hear them. I will consider whatever reasoning they give, I will consider that. And I may take some time to come to take the decision. Therefore, I won't say that on 3rd I will finally decide everything. Thank you very much. Very kind of you. Chai vai pila? Chai piyenge? More? Coffee? Coffee? Piyenge. कह रहे मंगाइए जल्दी मंगाइए नहीं मैं I will sit with them as long as they are here. I will sit with you. 1.5 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം ഗവർണർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് വിസിമാരോട് രാജി ആവശ്യപ്പെട്ടു എന്നത് അദ്ദേഹം ദീർഘമായി തന്നെ വിശദീകരിച്ചു. ഇതുവരെയുള്ള കാര്യങ്ങൾ, സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെയും താൻ ഉപയോഗിച്ച ഓരോ വാക്ക് പോലും എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിലെന്ന് വിശദീകരിക്കുകയായിരുന്നു ഗവർണർ ചെയ്തത്. മാധ്യമങ്ങളുമായി തനിക്ക് പ്രശ്നങ്ങളില്ല തുടങ്ങിയ കാര്യങ്ങൾ, ഇതുവരെ ഉണ്ടായ വിഷയങ്ങളിലെല്ലാം വിശദമായി തന്നെ ഗവർണർ ഒരു പ്രതികരണം മാധ്യമങ്ങളോട് നടത്തുകയാണ്. സുപ്രീം കോടതി വിധി വളരെ കൃത്യമാണ്. സാങ്കേതിക സർവകലാശാല വിസിക്ക് യോഗ്യതയില്ലെന്ന് വ്യക്തമായി തന്നെ വിധിയിൽ പറഞ്ഞു. ആ വിധി എല്ലാ വിസിമാരുടെയും നിയമനത്തിൽ ബാധകമാണ്. അതുകൊണ്ടാണ് താൻ നടപടി എടുക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ആരാണ് യോഗ്യരെന്നും അയോഗ്യരെന്നും പറഞ്ഞത് താനല്ല, ഭരണഘടനയും സുപ്രീം കോടതിയുമാണ്. അത് രണ്ടും ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത ചാൻസലർ ഗവർണർ എന്ന നിലയിൽ തനിക്കുണ്ട്. തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ചെയ്തതെന്ന് ഗവർണർ പറയുന്നു. മറ്റ് 2 വിസിമാരുടെ കാര്യം കൂടി പരിഗണിക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഇവർ വിസിമാരാരും അയോഗ്യരല്ല, അവർക്ക് കൃത്യമായ യോഗ്യതയുണ്ട്. പക്ഷേ നിയമന പ്രക്രിയയിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ ആവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ വിസിമാർക്ക് വേണമെങ്കിൽ വീണ്ടും അപേക്ഷ നൽകാം എന്ന കാര്യം കൂടി പറയുന്നു. താൻ ചെയ്തതെല്ലാം നിയമത്തിനും ഭരണഘടനയ്ക്കും സുപ്രീം കോടതി വിധിക്കും വിധേയമായി മാത്രമാണ്. എടുത്തു ചാടിയല്ല ചെയ്തത്. ആവശ്യത്തിന് നിയമോപദേശം തേടിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടായത് എന്ന് വിശദീകരിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഇനി സുപ്രീം കോടതി വിധി അനുസരിച്ച് ആ മാനദണ്ഡങ്ങളൊക്കെയും പാലിച്ചുകൊണ്ട് പുതിയ ആളെ തെരഞ്ഞെടുക്കുക മാത്രമാണ് മുന്നിലുള്ള മാർഗമെന്നും ഗവർണർ പറയുന്നു. ഒപ്പം ഇതുവരെ ഉണ്ടായ എല്ലാ വിവാദങ്ങളിലും മറുപടി പറയുക കൂടിയാണ് ഗവർണർ. All India service bureaucrat, how Sardar Patel during that difficult period, how he persuaded them to change their view, and he described that they were serving their masters, the Britishers. Now India has become free. They will serve the people of India. And that was very difficult for him because there were very senior people like Govind Ballabh Pant, who was second Home Minister of India. He was beaten so severely in Nainital by the police that even in Parliament, while sitting in Parliament, he used to do like this. His spine was injured. So Sardar Patel played an extremely crucial role, particularly in 2 areas: integration of these states, making India into one, and retaining, though orientation was changed, and the first speech which he made to the bureaucrats is even today you find it very inspiring. He told them, now your masters are not those who are sitting in the chair. Your masters are ordinary people of India. It's a moving speech. I will respect everything. Courts, I'm telling you, I'm a believer in respect for the institutions.
I have already said, you have no right to, you do not have the right, you are claiming you will review my action. Yes, Honorable Court has every right to review my action. I will salute them. Whatever be the verdict, I will always have respect for them. ഗവർണറുടെ വാർത്താസമ്മേളനം തുടരുമ്പോൾ ഹൈക്കോടതിയിൽ വാദവും തുടരുകയാണ്. MG സർവകലാശാല വൈസ് ചാൻസലർക്ക് വേണ്ടിയുള്ള വാദമുഖങ്ങൾ കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്നു. സാങ്കേതിക സർവകലാശാല VC നിയമന കേസിലെ സുപ്രീം കോടതി വിധി തന്റെ നിയമന കാര്യത്തിൽ ബാധകമല്ല എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമം അസാധുവാക്കാൻ ചാൻസലർക്ക് അധികാരമില്ല. നിയമനം അസാധുവാക്കാൻ ചാൻസലർക്ക് അധികാരമില്ല. MG സർവകലാശാല നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് VC നിയമനം തുടങ്ങിയ വാദങ്ങൾ അവിടെ MG VCക്ക് വേണ്ടി ഉയരുന്നു. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, MG സർവകലാശാല വൈസ് ചാൻസലർക്ക് വേണ്ടിയുള്ള വാദമാണ് ഇപ്പോൾ പൂർത്തിയായതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ ധരിപ്പിക്കാൻ അവർ ശ്രമിച്ചത്? ഓരോ വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകരും അല്ലെങ്കിൽ വൈസ് ചാൻസലർമാരുടെ പ്രതികളും അവരുടെ ഈ സുപ്രീം കോടതി നിയമം തങ്ങളുടെ സർവകലാശാലകളിൽ ബാധകമല്ല എന്ന രീതിയിലുള്ള വാദമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലെ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി തന്റെ നിയമന കാര്യത്തിൽ ബാധകമല്ല എന്നാണ് MG വൈസ് ചാൻസലർ കോടതിയിൽ വാദിക്കുന്നത്. MG സർവകലാശാല ആക്ട് അല്ലെങ്കിൽ MG സർവകലാശാല നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് VCയുടെ നിയമനം. അതിനാൽ UGC മാനദണ്ഡങ്ങൾ ഈ നിയമനത്തിൽ ബാധകമല്ല എന്ന് പറയുന്നു. ഒരാളുടെ രാജി എന്നത് സ്വമേധയാ ഉണ്ടാവേണ്ടതാണ് എന്നും പറയുന്നു. നിർബന്ധിതമായ രാജി എന്നത് കേട്ടുകൊഴിവ് പോലും ഇല്ലാത്തതാണ് എന്നും MG VC വാദിക്കുന്നു. ഒപ്പം കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റു ചില പരാമർശങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. കുസാറ്റിന്റെ VC കോടതിയിൽ വാദിച്ചത് വൈരാഗ്യം മൂലമാണ് തനിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് എന്നാണ്. എന്നാൽ വൈരാഗ്യം മൂലമാണ് ചാൻസലർ നടപടിയെടുക്കുന്നത് എന്ന് വാദിക്കരുത് എന്ന് സൗമ്യമായ ഭാഷ ഉപയോഗിക്കണമെന്നും കുസാറ്റ് VCയോട് കോടതി പറയുന്നു. നിയമന കാലാവധി പൂർത്തിയാക്കാൻ അവകാശമുണ്ട് എന്നാണ് VC വാദിക്കുന്നത്. ഒപ്പം ചില രസകരമായ പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അഭിഭാഷകരിൽ നിന്നുമൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ചും കണ്ണൂർ സർവകലാശാല VCയാണ് ഏറ്റവും ദീർഘമായ വാദം ഇതുവരെയുള്ളതിൽ നടത്തിയത്. കാരണം ഹൈക്കോടതി നേരത്തെ തന്നെ തന്റെ നിയമനത്തിന് സാധുത നൽകിയതാണ്. കോടതിയുടെ വ്യവഹാര പ്രക്രിയകൾക്ക് പലതവണ വിധേയമായി ക്ലീൻ ചിറ്റ് കിട്ടിയതാണ് തന്റെ നിയമനമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ നിയമനം ഒരു പുതിയ നിയമനമല്ല, പുനർനിയമനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പുനർനിയമനത്തിൽ UGCയുടെ ചട്ടങ്ങൾ ബാധകമല്ല എന്നാണ് VC പറഞ്ഞത്. എന്നാൽ കണ്ണൂർ സർവകലാശാല VCയുടെ ഈ പരാമർശത്തെ പരിഹസിക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. 80 വയസ്സ് വരെ താങ്കൾക്ക് പുനർനിയമനം ആകാമോ എന്ന പരിഹാസ ചോദ്യമാണ് കണ്ണൂർ VCയോട് കോടതി ചോദിച്ചിരിക്കുന്നത്. ഉടൻ മറുപടി കണ്ണൂർ VC നൽകിയിരിക്കുന്നത് അമേരിക്കയിലെ സുപ്രീം കോടതി ജഡ്ജിമാർ വിരമിക്കാറില്ല എന്ന പരാമർശമാണ് നടത്തിയിരുന്നത്. ഇതിന് മറുപടിയായി ജഡ്ജി പറയുന്നു, ചില ജഡ്ജിമാർ വിരമിക്കാറില്ല, പക്ഷേ അവർ മരിച്ചുപോയിക്കൊള്ളും എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമീതൻ പറയുന്നത്. അതായത് ഈ നിയമനവും പുനർനിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പരാമർശങ്ങളും വാദങ്ങളും എതിർവാദങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരിഹാസങ്ങളും പ്രത്യേക പരാമർശങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ചാൻസലർ ഇങ്ങനെ ഒരു കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ, സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ നിശബ്ദനായിരിക്കണോ എന്ന ചോദ്യം കോടതി ചോദിക്കുന്നു. ചാൻസലർ ഒരുപക്ഷെ തെറ്റ് ചെയ്തു കാണും, ചാൻസലർക്കും തെറ്റ് പറ്റും. ആ തെറ്റിൽ പിന്നീട് ഒരു തിരിച്ചറിവുണ്ടായാലോ എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. എന്തായാലും അക്കാര്യം സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാം, അല്ലെങ്കിൽ അക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച പിന്നീട് നടത്താം, വാദം പിന്നീട് നടത്താമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ചാൻസലറും മനുഷ്യനാണ്, ചാൻസലർക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റാം, ആ തെറ്റുകൾ തിരുത്താൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന കോടതി അക്കാര്യം നമുക്ക് പിന്നീട് പരിഗണിക്കാം എന്ന് പറയുന്നു. MG സർവകലാശാല വൈസ് ചാൻസലർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ MG സർവകലാശാല നിയമത്തിന്റെ കീഴിലാണ് വൈസ് ചാൻസലറുടെ നിയമനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് UGC മാനദണ്ഡങ്ങൾ MG സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ബാധകമല്ല എന്ന വാദമുഖമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം മലയാളം സർവകലാശാല വൈസ് ചാൻസലറും ഇതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള വാദമാണ്. മറ്റ് സർവകലാശാലകളിൽ നിന്നൊക്കെ വിഭിന്നമായി മലയാളം സർവകലാശാലയുടെ ചട്ടം VCയെ മാറ്റാൻ ചാൻസലർക്ക് അധികാരം നൽകുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിന് മറുപടിയായി ജസ്റ്റിസ് ദേവൻ രാമീതൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും മാറ്റാൻ കഴിയില്ലേ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിയായി തൽക്കാലം നിയമം അനുവദിക്കുന്നില്ല എന്ന് അഭിഭാഷകൻ മറുപടി നൽകുകയും ചെയ്യുന്നു. ഒരേ സമയം വളരെ സങ്കീർണമായ നിയമ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും അഭിഭാഷകരുടെ കുറുക്കുകൊള്ളുന്ന ചോദ്യങ്ങളും അതിന് രസകരമായ മറുപടിയും എന്നാൽ നിശ്ചിതമായ രീതിയിലുള്ള
വിമർശനവുമൊക്കെ പരാമർശങ്ങളുമൊക്കെ തീർച്ചയായും അനീഷ്, ഇപ്പോൾ ഈ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പല ചോദ്യങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രാജി ചാൻസലർക്ക് ആവശ്യപ്പെട്ടുകൂടാ എന്നതിലൂന്നി കോടതി ജഡ്ജി ചോദിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഒരുപക്ഷെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും വാദത്തിന് മറുവാദം ഉയർത്തിയും ചോദിക്കുന്നതാകാം. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഉയർന്ന എല്ലാ ചോദ്യങ്ങളും വിസിമാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതിന് എതിരായിട്ടുള്ള വാദങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഏതിന്റെങ്കിലും സൂചനയായിട്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സാധ്യതയായിട്ടോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടോ? രേണുക, അത് പൂർണ്ണമായും എന്തിൻ്റെങ്കിലും സാധ്യതയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം കോടതി ഒരു തീരുമാനത്തിലെത്തുന്ന മുമ്പ് കോടതിക്ക് സംശയം വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതിക്ക് കൂടുതൽ വ്യക്തത വേണ്ട ആവശ്യം വരുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചോദ്യങ്ങൾ അഭിഭാഷകരോട് ചോദിക്കുക തന്നെ ചെയ്യും. അഭിഭാഷകർ തങ്ങൾക്ക് പറയാനുള്ള വാദമുഖങ്ങൾ യുക്തിഭദ്രമായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 9 വൈസ് ചാൻസലർമാരുടെ പ്രതിനിധികളും അഭിഭാഷകരും കോടതിയിലുണ്ട്. ഇത്രയധികം അഭിഭാഷകർ ഉള്ളപ്പോൾ ഗവർണറുടെ അഭിഭാഷകനാണ് മറുവശത്തുള്ളത്. അതുകൊണ്ട് കോടതി തന്നെ പല ചോദ്യങ്ങളും ഈ അഭിഭാഷകരോട് ചോദിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. പക്ഷേ ഇതുവരെയുള്ള കോടതി നടപടികൾ വിലയിരുത്തുമ്പോൾ അല്ലെങ്കിൽ കോടതി പരാമർശങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എത്താൻ പറ്റുന്ന 2 നിഗമനങ്ങളുണ്ട്. ഒന്ന്, ഈ സുപ്രീം കോടതി നിയമം രാജ്യത്തെ എല്ലാ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി അത് ഫലത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോടതിയുടെ പരാമർശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇത്തരമൊരു നിർദ്ദേശം സർവകലാശാലകൾക്ക് നൽകിയിരിക്കുന്നത് എന്ന പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട ചില വീഴ്ചകൾ ഒരുപക്ഷെ ചാൻസലർ എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഗവർണർക്ക് പറ്റിയിരിക്കാം. പക്ഷേ ആ തെറ്റ് തിരുത്താൻ അദ്ദേഹത്തെ അനുവദിക്കാതിരിക്കണമോ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ചോദിക്കുന്നു. ഈ 3 കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇവിടെയാണ് മറ്റൊരു കാര്യം, ഒരു ചോദ്യം ഉയരുന്നത്. കാരണം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം, ഈ നിയമനങ്ങൾ അതിന്റെ പരമാധികാരി ആരായിരുന്നു? അത് ചാൻസലർ ആണല്ലോ. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം ആർക്കാണ്? ഗവർണറുടെ തന്നെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം പദവി ഒഴിയേണ്ടത് ആരാണ് എന്ന് ചാൻസലറെ ചൂണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണോ ദേവൻ രാമചന്ദ്രന്റെ ഈ ചോദ്യങ്ങൾ? ഒരു തെറ്റ് ചാൻസലർക്ക് പറ്റിയാൽ അത് തിരുത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ആ സംശയത്തിനുള്ള ചോദ്യത്തിനുള്ള മറുപടിയായി അത് ഇതിനോടകം തന്നെ മാറുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു തെറ്റ് പറ്റിയിരിക്കാം എന്ന നിഗമനം കോടതിക്ക് തന്നെയുണ്ട്. കാരണം ചാൻസലർ ഒരു മനുഷ്യനാണ് എന്ന് കോടതി പറയുന്നു. ചിലപ്പോൾ നിയമന സമയത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം എന്നും കോടതി പറയുന്നു. പക്ഷേ ആ പറ്റിയ തെറ്റ് പിന്നീട് തിരുത്തുന്നതിൽ എന്ത് അനുചിതമായ കാര്യമാണ് ഉള്ളത് എന്ന് കോടതി ചോദിക്കുമ്പോഴും ആ തെറ്റ് പറ്റിയ ആൾക്ക് എന്ത് തരത്തിലുള്ള നിയമപരിഹാരമാണ് അല്ലെങ്കിൽ ആ തെറ്റിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യത്തിന് എന്ത് പരിഹാരമാണ് എന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. അത് പിന്നീട് പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ രേണുക നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ പറഞ്ഞാൽ ഇത്രയും 9 സർവകലാശാല വൈസ് ചാൻസലർമാരുടെ തെറ്റായ നിയമനത്തിൽ ഈ നിയമന അധികാരിയായ ഗവർണർക്ക് വലിയ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. അത്തരത്തിലൊരു തെറ്റ് പറ്റിയിരിക്കാം എന്ന് കോടതിയും പറയുന്നു. ചാൻസലർ മനുഷ്യനാണ്, ചിലപ്പോൾ നിയമന സമയത്ത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം എന്ന ചാൻസലറുടെ വാക്കുകളിൽ നിന്നും ചാൻസലറുടെ പരാമർശങ്ങളിൽ നിന്നും തന്നെ ഇക്കാര്യങ്ങൾ കോടതി വായിക്കുന്നു. പക്ഷേ അക്കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ ഒരു വാദം ഇന്നുണ്ടാവില്ല. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നാണ് കോടതി പറയുന്നത്. എന്തായാലും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്ന വിഷയം ഈ 9 സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് രാജിക്കത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ നൽകിയ നിർദ്ദേശം, നോട്ടീസിനുള്ള മറുപടിയുമായി ബന്ധപ്പെട്ട് ആ നോട്ടീസ് റദ്ദാക്കണം എന്നും ആ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു നടപടിക്രമമാണ് കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുക എന്നതിന് തന്നെയാണ് കോടതി മുൻഗണന നൽകുന്നത്. ആ നിയമനത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള തരനാഴിക കീഴിലുള്ള പരിശോധന ഒരുപക്ഷെ ഇന്നുണ്ടായിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള നടപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിഭാഷകർ, പ്രത്യേകിച്ചും ഈ വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകർ പ്രതീക്ഷിക്കുന്നത് താൽക്കാലികമായി ഈ നടപടികൾ നിർത്തിവെക്കുക, പുതിയ ആളുകളുടെ നിയമനം
താൽക്കാലികമായി തടയുക. ഇതേക്കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തി മറ്റ് രേഖകൾ സമാഹരിച്ച ശേഷം മാത്രമേ ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങാവൂ എന്നൊരു നിർദ്ദേശം ഗവർണർക്ക് നൽകുക എന്നത് മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് നമുക്ക് ഇനിയറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാവും സംസ്ഥാന സർക്കാരിനും ഈ വൈസ് ചാൻസലർമാർക്കും ഉണ്ടാവുക. ഇപ്പോഴും ഈ നടപടിക്രമങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജിയുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ വളരെ രൂക്ഷമായി തന്നെ കോടതിയിൽ തുടരുകയാണ്. തീർച്ചയായും അവിടെ ശക്തമായ വാദമുഖങ്ങൾ വിസിമാരുടെ അഭിഭാഷകർ ഉയർത്തുന്നു. ഇങ്ങനെ പുറത്താക്കാനുള്ള അധികാരം ചാൻസലർക്കുണ്ടോ എന്ന ചോദ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള സമയം പോലും നൽകിയില്ല എന്ന ഒരു സാധാരണ ലഭിക്കേണ്ടുന്ന നീതി പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഗവർണർ ഏതാണ്ട് 3:30 തുടങ്ങിയ വാർത്താ സമ്മേളനം ഇപ്പോഴും തുടരുകയാണ്. 2 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ചായയ്ക്ക് പിരിയാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് എണീറ്റു എങ്കിൽ പോലും പിന്നീട് നിങ്ങൾ പിരിപ്പോകും വരെ ഞാൻ ഇവിടെ തുടരാം എന്ന് പറഞ്ഞ് ഗവർണർ അവിടെ തുടരുകയാണ്. വാർത്താ സമ്മേളനവും അദ്ദേഹത്തിന്റെ ആശയവിനിമയവും ഇപ്പോഴും തുടരുകയാണ്. അതിലേക്ക് വീണ്ടും. No, I won't talk to cadre media because I'm giving you an example. My tweet does not say that I will say that I will do so because somebody has criticized me. The PRO of the Raj Bhavan called Kerala and told them that this is not what the tweet says. They promised to correct it, yet they did not correct it. So therefore, those who are not serving the principles of not acting according to the principles of media, they are more interested in serving their parties. Good to them. I have my best wishes to them, but I do not wish to communicate with them and give them an opportunity to distort what I say. I will not. Let them first say that we committed wrong. It's only last week when they did it, and everything is in writing, and yet they are distorting it, and they are told by the PRO. PRO phones them and says this is not what governor has said. They promise they will correct it. They never corrected it. Mr. When you said in Delhi, when you speak to the national channels Huh? and not to the Malayalam media, they were all very hurt. No, but I told them I have great respect for you, but I am on my own. I am not able to make a distinction between media and the cadre. Therefore, I want to avoid this. Have you made a distinction, or have you? No, I have told them, and like I said this morning, individuals can send the request. If they want to meet in a group, they can send the request. I will first get it checked and then I will invite you. But it is clear that I will not speak to the cadre media. So when you are in Delhi, will you allow the Malayalam media also? Why not? In fact, through you I am saying they can send the request right now. I will get it checked and I will invite them. So many times you check with them, they stand outside in the severe winter, in the severe heat, they stand outside in the lawn. I refuse to talk to them. I said, come inside, first have tea. And they are young girls. I said, you are standing in this cold weather outside? I said, I feel totally uncomfortable. I won't talk to you. Come inside, first have tea, eat something, and then I will talk to you. So I have no problem with the media. No. For you, no problem. Those who have come, they know, and they have told me. But in Delhi, if somebody wants to, they can send a request, and I will definitely invite them. अरे वो जल्दी से कुछ खाने का मंगवाइए. अब जल्दी से मंगवाइए ना. इतनी सारी मीटर सब कुछ तो वहां पे दिवाली का रखा है, उसी में से उठा लाइए. पकाने की क्या जरूरत है? नो नहीं.
You are an important person. During that, in 1980, when you were in the Ministry of PPC. Yes, yes. The CPM mouthpiece Deshaഭിമാനി. What they did? No, EMS went out of his way to support me. He has heaped praises on me. Now, if you change, that does not mean that I have not changed. I have till 2017, when the Supreme Court judgment came, and government I wrote letter to Prime Minister. I said Supreme Court judgment alone will not be of any value. Triple divorce will continue unless you make a law. And he agreed, immediately called for me, sent for me. I went to his office. We had discussion for 55 minutes. And he said, now you need not approach anybody. And they brought the bill and was passed by Lok Sabha. But Rajya Sabha, they did not have the majority. It was only after they managed the majority and that became law. That I went to thank him. Then he said to me, now can you accept some responsibility? Otherwise, I always told these people, they can say whatever they like, RSS, BJP. But I told them that if I join you, then charge will be made that I am pursuing your agenda regarding Muslim personal law. I said, I am fighting this battle when BJP had only 2 members in Lok Sabha. I had resigned from the government. Therefore, so when this issue was, I said, I have devoted my whole life for this fight. So when finally it was settled and government made the law, then Prime Minister asked me. He said, now at least, now though your issue is over, now you can accept some, now you can do something. And third day I was appointed. I said anything which you will say. And third day I was appointed. Otherwise, before that, I was not ready to take any responsibility. I was committed because I have, in a way, I gave up everything for that cause. So I was not ready to become even minister. And this I am saying, I would not have said it. But one Indian Express writer, senior writer, he said that the governor possibly feels that he should not be governor, he should be a minister. Therefore, so I told him that the date on which I was invited to join the government, and through a letter, and I went to the Prime Minister, I said, I am thankful to you for being so kind, but I do not want to accept any government. If I come with you, then they will make charge against me. I will continue to speak the same thing, which I am speaking since 1986. But then they will start saying, I am pursuing BJP's agenda. No, BJP had only 2 members when I started this fight. Even after all these years, today also this allegation was made against you that you are pursuing RSS. I admire them. What more you want? I admire them particularly for one thing. That is their Ekal Vidyalaya, where one teacher from Maharashtra, from Kerala, from Tamil Nadu is sent to distant areas in other states, and that one person stays with the Adivasis, one person, and prepares young children for getting admission into schools and colleges. And he is not allowed to cook his own food. He has to eat necessarily the food of the tribals. When they invited me, I was telling you OTC training, when I went to their office, I said I am interested only in one thing, which I want to understand fully, your Ekal Vidyalaya. So I admire them for that. No, last 3 years there is nothing except when we meet here and there. He refused even to reply to my letter, in which I reminded him, it is your constitutional duty to brief me regularly.
I do not know what fear he has. He does not want to come to Rajbhavan. Thank you very much. I hope to be back to Cochin on possibly on 3rd of November. Thank you very much. 2 മണിക്കൂർ നീണ്ടു നിന്ന വാർത്താ സമ്മേളനം ഗവർണർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് കേഡർ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് വിമർശിച്ച കാര്യങ്ങളിൽ കൂടി വിശദീകരണം നൽകി അദ്ദേഹം അവസാനിപ്പിക്കുന്നു. രാവിലെ പോലും മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഗവർണർ പരാമർശം നടത്തി എന്നതായിരുന്നു അനുഭവം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോട് എന്നും തനിക്ക് നല്ല ബന്ധമാണ്, താൻ ഒരിക്കലും മാധ്യമങ്ങളെ മോശമായി കണ്ടിട്ടില്ല, നല്ല ബന്ധം പുലർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഗവർണർ ഒപ്പം മാധ്യമങ്ങളോട് കടക്കുപുറത്ത് പറഞ്ഞത് ആരാണ്, ഒപ്പം മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞത് ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് പരോക്ഷമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് നടത്തിയ പരാമർശങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടി അതിനെ ന്യായീകരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം ഗവർണർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. വൈസ് ചാൻസലർമാർക്ക് വേണ്ടി അഭിഭാഷകർ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഗവർണറുടെ അഭിഭാഷകൻ വാദം തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. VC-മാർക്ക് നോട്ടീസ് നൽകിയതിന്റെ സാഹചര്യം എന്താണ് എന്ന് ചാൻസലറുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചിരിക്കുന്നു. സുപ്രീം കോടതി വിധി എന്ന് ചാൻസലർക്ക് വേണ്ടി അഭിഭാഷകൻ മറുപടി പറഞ്ഞു. അപ്പോൾ എന്താണ് ഇത്ര തിരക്ക് എന്നതാണ് കോടതി തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനീഷ്, ചാൻസലറുടെ അഭിഭാഷകൻ അവിടെ വാദങ്ങൾ തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇത്ര അടിയന്തരമായി ഇത്തരം ഒരു നടപടിയിലേക്ക് പോയ സാഹചര്യം എന്നാണ് ഏറ്റവും ആദ്യം കോടതി ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ മറുപടിയാണ് അഭിഭാഷകർ നൽകുന്നത്? രേണുക, ആദ്യ പാദത്തിന് ശേഷം 2ാം പകുതിയിലേക്ക് ഇപ്പോൾ വാദമുഖങ്ങൾ കടന്നിരിക്കുന്നു. അതായത് സർവകലാശാലകളുടെ പ്രതിനിധികളായ അഭിഭാഷകരുടെ വാദം പൂർത്തിയായ ശേഷം ഇപ്പോൾ സർവകലാശാല ചാൻസലറോട്, അതായത് ഗവർണറോട് കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. VC-മാർക്ക് നോട്ടീസ് നൽകിയതിന്റെ സാഹചര്യം എന്താണ് എന്നാണ് കോടതി ആദ്യം ചോദിക്കുന്നത്. അതിന് മറുപടിയായി സുപ്രീം കോടതി വിധി അടിസ്ഥാനമാക്കിയാണ് താൻ ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയതെന്ന് ചാൻസലർ മറുപടി പറയുന്നു. എന്തിനാണ് ഇത്ര തിരക്ക് എന്ന ചോദ്യമാണ് കോടതി പിന്നീട് ചാൻസലറോട് ചോദിച്ചത്. ചാൻസലർ ആണെങ്കിലും വൈസ് ചാൻസലർ ആണെങ്കിലും നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ് എന്ന് കോടതി പറയുന്നു. നിയമത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അതുപോലെ നടക്കട്ടെ, പക്ഷേ അത് കോടതിക്ക് പരിഗണിക്കേണ്ടതില്ല എന്നും പറയുന്നു. എന്തിനാണ് ഇത്തരത്തിൽ തിടുക്കം കാണിച്ചതെന്ന ചോദ്യം പറയുന്നു. താങ്കൾ VC-മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടില്ല എന്നത് ശരിയാണോ എന്ന് കോടതി ചോദിക്കുന്നു. VC-മാർ പദവിയിൽ തുടരുന്നത് അവസാനിപ്പിച്ചു എന്ന് കാണിച്ച് അവർക്ക് എങ്ങനെയാണ് നോട്ടീസ് അയക്കാൻ കഴിയുക എന്ന മൗലികമായ ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അല്പസമയത്തിനകം കോടതി ഒരു ഉത്തരവിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും AG ആർക്ക് വേണ്ടിയാണ് കോടതിയിൽ ഹാജരാവുന്നത് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. AG തന്റെ വാദമുഖങ്ങൾ അല്പസമയത്തിനുള്ളിൽ പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, അങ്ങനെ ഒരു സംശയം AG-യുടെ കാര്യത്തിൽ കോടതിക്ക് തോന്നുന്നത് ഏത് സാഹചര്യത്തിലാണ്? AG ഉന്നയിക്കുന്ന വാദമുഖങ്ങൾ സർക്കാരിന് വേണ്ടിയുള്ളതാകുമോ? അല്ല, എനിക്ക് AG അത് ഇപ്പോൾ തന്നെ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. AG കോടതിയിൽ ഹാജരായിരിക്കുന്നു. AG ആർക്ക് വേണ്ടിയാണ് ഹാജരായിരിക്കുന്നത് എന്ന കാര്യം ചോദിക്കും. കാരണം ഈ സർവകലാശാല വൈസ് ചാൻസലർമാർ കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ 2ാമത്തെ എതിർകക്ഷിയാണ് AG. 3ാമത്തെ എതിർകക്ഷിയായി മറ്റ് യൂണിവേഴ്സിറ്റികളും എത്തുന്നു. അതുകൊണ്ട് കൃത്യമായി AG ആർക്ക് വേണ്ടിയാണ് ഹാജരായത് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഈ പ്രതിസന്ധി ഉണ്ടാക്കിയ വിഷയത്തിൽ, സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന, സർവകലാശാലകളുടെ മുന്നോട്ടു പോക്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഷയത്തിൽ കോടതിയുടെ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെന്താണ്, ആർക്ക് അനുകൂലമാണ് എന്നതാണ്
വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത്. VC-മാർ അവരുടെ വാദമുഖങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധി സംശയങ്ങൾ കോടതി അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തേണ്ടതല്ലേ? അതിനുള്ള ഉത്തരവാദിത്വം ചാൻസലർക്കില്ലേ? തെറ്റ് പറ്റിക്കൂടെ? മനുഷ്യനല്ലേ? അങ്ങനെയാണെങ്കിൽ അത് തിരുത്തേണ്ടേ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ കോടതി ഈ വാദം നടന്നപ്പോൾ VC-മാരുടെ അഭിഭാഷകരോട് ചോദിച്ചു. അതിനുശേഷം ചാൻസലർക്ക് വേണ്ടി അഭിഭാഷകൻ അവരുടേതായ ന്യായങ്ങൾ പറഞ്ഞു. സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ അടിയന്തരമായി ഇങ്ങനെ ഒരു ഇടപെടലിന് സാഹചര്യം ഒരുക്കിയത് എന്നതാണ് ചാൻസലർക്ക് വേണ്ടി അഭിഭാഷകൻ വ്യക്തമാക്കിയത്. അപ്പോൾ പോലും എന്താണ് ഇത്ര തിരക്ക് എന്ന് ചാൻസലറുടെ അഭിഭാഷകനോട് കോടതി ചോദിക്കുന്നു. ചാൻസലർക്കും വൈസ് ചാൻസലർക്കും നിയമം ബാധകമാണ് എന്ന് കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിയമത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നടന്നോട്ടെ, അത് പരിഗണിക്കേണ്ട കാര്യം കോടതിക്കില്ല എന്ന് കൂടി പറയുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, എന്താണ് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്? രേണുക, രസകരമായ ചില പുരോഗതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലെ നടപടിക്രമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യ അഭ്യർത്ഥന മാത്രമാണ് വൈസ് ചാൻസലർമാർ നടത്തിയത് എന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. VC-മാർ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഇതുവരെയുള്ള നിലപാടിൽ നിന്നും ഗവർണർ ടേൺ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കോടതിയുടെ നടപടിക്രമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോടതി കൃത്യമായ ചോദ്യമാണ് ചോദിച്ചത്. രാജി ആവശ്യപ്പെടുന്നതിന് എന്തിന് തിടുക്കം എന്നാണ് കോടതി ചോദിച്ചത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ പിരിഞ്ഞു പോകാൻ എന്തുകൊണ്ട് ചാൻസലർ വൈസ് ചാൻസലർമാരോട് ആവശ്യപ്പെട്ടു എന്ന ചോദ്യവും കോടതി ചോദിച്ചിരിക്കുന്നു. ഇതിന് മറുപടിയായാണ് കോടതിയിൽ നിർണായകമായ തീരുമാനം അല്ലെങ്കിൽ നിർണായകമായ ഒരു മറുപടി ചാൻസലർ കൂടിയായ ഗവർണറുടെ അഭിഭാഷകൻ നൽകിയിരിക്കുന്നത്. രാജി അഭ്യർത്ഥന മാത്രമാണ് താൻ വൈസ് ചാൻസലർമാരോട് നൽകിയത്. VC-മാർ സ്ഥാനമൊഴിയേണ്ടതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഈ ഷോക്കോസ് നോട്ടീസിൽ കൃത്യമായ മറുപടി നൽകിയ ശേഷം അതിന്മേൽ അന്വേഷണം പൂർത്തിയായ ശേഷമേ ഒരുപക്ഷെ നടപടി ഉണ്ടാവൂ എന്ന സൂചന തന്നെയാണ് കോടതിയിൽ നിന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലും അത്തരം ചില സൂചനകൾ ഗവർണർ നൽകുകയുണ്ടായി. ഏത് സാഹചര്യത്തിലാണ് ഗവർണർ ഇങ്ങനെ പിൻവലിയുന്നത്? ഒരു പക്ഷേ കോടതിയിൽ തിരിച്ചടി ഉണ്ടായേക്കാം എന്ന് ഭയന്നിട്ടാണോ? തീർച്ചയായും നമുക്ക് അങ്ങനെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ബാക്കി നടപടിക്രമങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കോടതിയിൽ എന്താണ് നടക്കേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി വിധി സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ്. തന്റെ നിയമനത്തിൽ പിഴവുകൾ ഉണ്ടായാൽ അത് തിരുത്തുന്നതിനുള്ള ധാർമ്മികമായ അവകാശം ചാൻസലർക്കുണ്ട്. അത് തടയാൻ എങ്ങനെ കഴിയും എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെങ്കിൽ പിന്നീട് കോടതി ചാൻസലറോടുള്ള ചോദ്യങ്ങളാണ് വന്നത്. VC-മാർക്ക് നോട്ടീസ് നൽകിയതിന്റെ സാഹചര്യം എന്താണ് എന്ന് ചാൻസലറോട് കോടതി ചോദിക്കുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയതെന്ന് ചാൻസലർ പറയുന്നു. എന്നാൽ എന്താണ് ഇത്ര തിടുക്കം ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ എന്ന് കോടതിയോട് ചോദിച്ചു തുടങ്ങുന്നു. അതിന് കൃത്യമായൊരു മറുപടി എന്ന ചോദ്യമാണല്ലോ അനീഷ് കോടതി ഉയർത്തിയത്. ഇവിടെ ഇപ്പോൾ ഗവർണറുടെ അഭിഭാഷകൻ തന്നെ VC-മാർ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഹർജിയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയാണോ? തീർച്ചയായും ഗവർണർക്ക് ഒരു തിരിച്ചടി എന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം എന്തിനിത്ര തിടുക്കപ്പെട്ട ഒരു ഹർജി നടത്തി അല്ലെങ്കിൽ നൽകി, എന്ത് അത്യാവശ്യമാണ് ഇത്തരത്തിലൊരു നടപടിക്രമത്തിന് ഉണ്ടായിരുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം മറുപടി നൽകാൻ ഗവർണർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനു മറുപടിയായാണ് രാജി അഭ്യർത്ഥന മാത്രമാണ് നടത്തിയതും VC-മാർ സ്ഥാനമൊഴിയേണ്ടതില്ല എന്നും ഉള്ള നിലപാടിലേക്ക് ഗവർണർ മാറിയിരിക്കുന്നത്. കോടതി ഉത്തരവ് പറയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഈ സംബന്ധിച്ച ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. അത് ആർക്ക് അനുകൂലമാവും ആർക്ക് പ്രതികൂലമാവും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലെ കോടതി നടപടിക്രമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗവർണർ തന്റെ മുൻ നിലപാടിൽ നിന്നും പിടിവാശിയിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഗവർണർ പിന്നോട്ട് പോയിരിക്കുന്നു എന്നത് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും. പക്ഷേ അനീഷ്, ഇന്നലെ മുതൽ ഈ മണിക്കൂറുകൾ മാത്രം നൽകിക്കൊണ്ടുള്ള ഒരു ഡെഡ് ലൈൻ നിശ്ചയിച്ച് തുടങ്ങിയ നടപടിക്രമങ്ങളാണ്. ഇതിന്റെ ഒരു ഘട്ടത്തിലും ഗവർണർ ഇത്തരമൊരു നിലപാട് തന്റെ ഓഫീസ് മുഖേന പോലും നൽകാൻ ഇടയാക്കിയിട്ടില്ല. ഇന്നിപ്പോൾ അവധി ദിവസം പ്രത്യേക സിറ്റിംഗ് കോടതി ചേരാനിടയാക്കിയതും അദ്ദേഹത്തിന്റെ ആ നിലപാടാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കോടതിയെ പോലും ഒരുപക്ഷെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമീപനം എന്ന രീതിയിൽ ഒക്കെ വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൂടെ?
തീർച്ചയായും ഈ സർവകലാശാല ഗവർണറുടെ ഭാഗത്തു നിന്നും പറഞ്ഞാൽ ഒരു അസാധാരണമായ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സർവകലാശാലയുടെ അഭിഭാഷകൻ, വൈസ് ചാൻസലർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സ്വകാര്യ സംഭാഷണത്തിൽ നേരത്തെ നമ്മളോട് പറഞ്ഞത് ഈ അവധി ദിവസങ്ങളിലും മറ്റുമൊക്കെ ഈ മണ്ണും മറ്റും നികത്തുന്ന മണ്ണ് മാഫിയ പോലുള്ള ആളുകളുണ്ട്. അവർ ഈ തുടർച്ചയായ അവധി ദിനങ്ങളും തിങ്കളാഴ്ച പോലുള്ള അവധി ദിനങ്ങളും പരിഗണിച്ചാവും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങുക. കാരണം ആ ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ലഭ്യമാവില്ല. റവന്യൂ ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും അടക്കമുള്ള ഓഫീസുകളൊക്കെ അവധിയാവും. ഇത്തരം അവധി ദിവസങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ നടത്തിയാൽ അത് എതിർക്കപ്പെടാനും ചോദ്യം ചെയ്യപ്പെടാനുമുള്ള സാധ്യത വളരെ തുച്ഛമാണ്. പിന്നീട് ഒരുപക്ഷെ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അത്തരത്തിലൊരു കൃത്യമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് അദ്ദേഹം വളരെ രസകരമായി പറഞ്ഞത്. കാരണം ഞായറാഴ്ച അവധി ദിവസം, തിങ്കളാഴ്ച ദീപാവലിയാണ്. ഇതിനുള്ളിൽ പുതിയ നിയമനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഇവരെ പുറത്താക്കുകയോ ചെയ്താൽ പിന്നീട് മറ്റൊരാൾ ഈ പദവിയിൽ കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ നിന്ന് മാറ്റുന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ സങ്കീർണമായ നിയമ നടപടിക്രമങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഒരു പഴുതുകളും ഇല്ലാത്ത രീതിയിലാണ് ഈ തുടർച്ചയായ 2 അവധി ദിവസങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഗവർണർ ഈ നടപടിക്രമം ചെയ്തത് എന്നാണ്. പക്ഷേ അഭിഭാഷകർ അല്ലെങ്കിൽ ഈ വൈസ് ചാൻസലർമാർ കൃത്യമായി തന്നെ കൊച്ചിയിലെത്തുകയും നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി അതേ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ പരിഗണിച്ചത്. കാരണം സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവരുടെ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് അർഹിക്കുന്ന എല്ലാ ഗൗരവത്തോടു കൂടിയും കോടതി ഇന്ന് തന്നെ വിഷയം പരിഗണിക്കണമെന്ന് അറിയിക്കുകയായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അദ്ദേഹം അവധി ദിനമായിരുന്നു, കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല, കോഴിക്കോട് മറ്റോ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്നും വളരെ പെട്ടെന്ന് തന്നെ കൊച്ചിയിലേക്ക് എത്തുകയും നേരെ ആ യാത്ര ചെയ്ത് അദ്ദേഹം കോടതിയിലേക്ക് എത്തി. കോടതിയുടെ സിറ്റിംഗിലേക്കാണ് അദ്ദേഹം നേരെ എത്തിയത്. അത്രമേൽ ഗൗരവത്തോടു കൂടിയാണ് കോടതി ഈ വിഷയം കണ്ടത്. അതുകൊണ്ട് ഇരുവിഭാഗത്തിനുമുള്ള വാദമുഖങ്ങൾ തീർച്ചയായും എന്തായാലും കോടതി പോലും അത്ര ഗൗരവത്തിൽ കണ്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് ചാൻസലറുടെ ഭാഗത്തു നിന്നും കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. രാജിവെക്കാൻ ആവശ്യപ്പെട്ടതല്ല, അത് രാജി അഭ്യർത്ഥന നടത്തുക മാത്രമാണ് ചെയ്തത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോടതി എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അതേസമയം എ ജി ആർക്ക് വേണ്ടിയാണ് ഹാജരാകുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എ ജിയോട് സർക്കാർ ആരുടെയെങ്കിലും പക്ഷം പിടിക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. അപ്പോൾ ചാൻസലറുടെ നടപടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യമാണ് എ ജി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന് ചാൻസലറും വിസിയും ഒരുപോലെ അല്ലേ എന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും എ ജി കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗവർണറുടെ തീരുമാനമുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതം എന്നതാണ്. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന ആ സാഹചര്യമാണ് എ ജി കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എ ജിയോട് ആർക്ക് വേണ്ടിയാണ് എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നു. ഏതെങ്കിലും പക്ഷം പിടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ എ ജി കോടതിയിൽ അതിന് വ്യക്തമായി മറുപടി നൽകുന്നില്ലെങ്കിൽ പോലും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവർണറുടെ നടപടിക്ക് ാണ് ആ നടപടി ഉണ്ടാക്കാൻ പോകുന്ന ഗുരുതരമായ സാഹചര്യം സംബന്ധിച്ചാണ്. അത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കും എന്നത് ആണ് എ ജി കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഗവർണർ തന്നെ പിൻവലിച്ചിരിക്കുന്നു തന്റെ നിലപാടിൽ നിന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ. രാജി അഭ്യർത്ഥന മാത്രമാണ് നടത്തിയത്. വിസിമാർ സ്ഥാനമൊഴിയേണ്ടതില്ല എന്ന് ചാൻസലറിന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുടെ തീരുമാനം ഇനി ആ നിലയ്ക്കുള്ളതാകാനുള്ള സാധ്യതയാണ്. ഗവർണർ തന്നെ പിൻവലിച്ചിരിക്കുന്ന തന്റെ തീരുമാനത്തിൽ നിന്ന്, താൻ നൽകിയ ഷോക്കോസിൽ നിന്ന്, നോട്ടീസിൽ നിന്ന്, നിർദ്ദേശത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കോടതി നടപടികൾ അതിനനുസരിച്ച് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടിയന്തരമായ ഈ വിഷയം പരിഗണിച്ചുകൊണ്ടാണ് അവധി ദിവസം കോടതി ചേർന്നിരിക്കുന്നത്. അവിടെ ഇങ്ങനെയൊരു യു ടേൺ ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. താൻ രാജി ആവശ്യപ്പെടുകയല്ല, അഭ്യർത്ഥന മാത്രമാണ് നടത്തിയിരിക്കുന്നത്, വിസിമാർ സ്ഥാനമൊഴിയേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ മുൻപാണ് ഗവർണർ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ കൂടി ഇവർക്ക് ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുള്ള കാര്യം വ്യക്തമാക്കിയത്. അതും ചാൻസലർക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. കാരണം കാണിക്കൽ നോട്ടീസ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ വിശദീകരണം നൽകാനുള്ള സമയം നവംബർ 3-ന് 5 മണിവരെയാണ്. അതിനകം വിസിമാർ വിശദീകരണം നൽകേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുന്നു. 3-ാം തീയതി വരെ വിസിമാർക്ക് സമയമുണ്ട്. അന്ന് 5 മണിക്കകം അവർ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയാൽ മതി. അപ്പോൾ ഈ എടുത്തു ചാടിയുള്ള നടപടിയെന്നും വളരെ പെട്ടെന്നുള്ള നടപടിയെന്നുമുള്ള, തങ്ങളെ കേൾക്കാത്ത നടപടിയെന്നുമൊക്കെയുള്ള വിസിമാരുടെ പരാതിക്ക് ഗവർണർ തന്നെ പരിഹാരം കണ്ടിരിക്കുന്നു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ?
തീർച്ചയായും അങ്ങനെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. കാരണം നേരത്തെ നൽകിയ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ പറഞ്ഞ നിലപാടിൽ നിന്നും ഗവർണർ പിന്നാക്കം പോയിരിക്കുന്നു. രാജ്യ അഭ്യർത്ഥന മാത്രമാണ് നടത്തിയത്. അവരെ പുറത്താക്കുന്നതിനുള്ള ഒരു നോട്ടീസല്ല നൽകിയത് എന്ന രീതിയിലേക്ക് ഗവർണർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുറ്റാരോപണരായ ആളുകൾക്ക് അവരുടെ ഭാഗം വിശദീകരിക്കുന്നതിനുള്ള അവസരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നു എന്നാണ് വൈസ് ചാൻസലർമാർ കോടതിയിൽ വാദിച്ചതിൽ ഏറ്റവും പ്രധാന കാര്യം. അക്കാര്യം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. എന്താണ് നിലവിൽ ഇത്തരം രാജി ആവശ്യപ്പെടാനുള്ള കാരണമെന്നാണ് കോടതി ചോദിച്ചത്. അത് സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രാജി ആവശ്യപ്പെട്ടതെന്ന് ഗവർണർ പറയുമ്പോൾ അത്തരം നടപടിക്രമങ്ങൾക്ക് എന്തിനാണ് ഇത്ര തിടുക്കമെന്ന കോടതിയുടെ ചോദ്യം വരുന്നു. ആ ചോദ്യം വരുമ്പോഴാണ് മുൻ നിലപാടിൽ നിന്നും കോടതി പിന്നാക്കം പോവുകയും രാജി അഭ്യർത്ഥന മാത്രമാണ് നടത്തിയതെന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട റിട്ടുമായി ബന്ധപ്പെട്ട ഉത്തരവ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് കോടതിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ നടന്ന വാദമുഖങ്ങളുടെ ഒരു സംക്ഷിപ്തമാണ് ആദ്യം കോടതി രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഇരുവിഭാഗവും നടത്തിയ വാദമുഖങ്ങളെക്കുറിച്ച് കൃത്യമായി പറയും. രണ്ടു കൂട്ടരും പറഞ്ഞ നിയമവശങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനൊടുവിലാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്താണ് തീരുമാനം ഉണ്ടാവുക എന്നതാണ് ഇനി അറിയേണ്ടത്. നമുക്ക് ഈ രണ്ട് വാദമുഖങ്ങളുമായി ബന്ധപ്പെട്ടും കോടതിയുടെ പരാമർശങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു. പക്ഷേ ഈ പരാമർശങ്ങളിൽ നിന്ന് മാത്രം ഏതെങ്കിലും വിഭാഗത്തിന് അനുകൂലമായോ പ്രതികൂലമായോ ഒരു നിലപാടുണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഈ വാദമുഖങ്ങളുടെ ആദ്യ പകുതിയിൽ വൈസ് ചാൻസലർമാർക്ക് പ്രതികൂലമായ ചോദ്യങ്ങളും പരാമർശങ്ങളുമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് രാജ്യത്തെ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണ്. ഇത്തരത്തിൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഗവർണർ ഒരു മനുഷ്യനാണ്. ചാൻസലർ എന്ന രീതിയിൽ ചിലപ്പോൾ നിയമനത്തിൽ ഗവർണർക്കും തെറ്റുകൾ പറ്റാം. ആ തെറ്റുകൾ പരിഹരിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഥാനത്ത് എത്ര നാൾ വരെ തുടരാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറോടക്കം ചോദിക്കുകയും ചെയ്തിരുന്നു. മറ്റ് പല സർവകലാശാല വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകരും ഈ നിയമങ്ങൾ, അതായത് പുതിയ നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല. MG സർവകലാശാല നിയമം അനുസരിച്ചാണ് MG സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നിയമിച്ചിരിക്കുന്നതെന്ന് MG സർവകലാശാല വൈസ് ചാൻസലർ പറയുന്നു. മലയാളം സർവകലാശാല പറയുന്നത് അവരുടേതായ സർവകലാശാല നിയമങ്ങൾ അനുസരിച്ചാണ്. മലയാളം സർവകലാശാലയുടെ ചട്ടങ്ങളനുസരിച്ച് അവിടുത്തെ വൈസ് ചാൻസലറെ നീക്കം ചെയ്യാൻ ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് അധികാരമില്ല എന്ന് അസംഘടിതമായി അവർ പറയുന്നു. അങ്ങനെ ഓരോ വൈസ് ചാൻസലർമാരും അവരുടെ വാദമുഖങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സമയങ്ങളിലെല്ലാം കൃത്യമായ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഗവർണർക്ക് ഇത്തരമൊരു തീരുമാനം എടുത്തുകൂടാ, അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവ് എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ അതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കോടതി വൈസ് ചാൻസലറോടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വൈസ് ചാൻസലർ എത്തിയത്? നിർബന്ധമായ ഒരു രാജി എഴുതി വാങ്ങാൻ തക്കവണ്ണം എന്ത് അടിയന്തര സാഹചര്യമാണ് ഉണ്ടായതെന്ന് കോടതി ചോദിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് താൻ തയ്യാറായതെന്ന് കോടതിയിൽ വൈസ് ചാൻസലർ വിശദീകരിക്കുന്നു. ഒപ്പം സർക്കാർ കൂടി ഇക്കാര്യം അംഗീകരിച്ചതാണ് എന്ന് കോടതിയിൽ ചാൻസലർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് എന്തിന് ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ ഇത്തരമൊരു നോട്ടീസ് നൽകിയത് എന്ന കോടതി ചോദിക്കുമ്പോൾ രാജി അഭ്യർത്ഥന മാത്രമാണ് താൻ നൽകിയത്, VC-മാർ സ്ഥാനമൊഴിയേണ്ടതില്ല എന്ന തന്ത്രപരമായ മാറ്റത്തിലേക്ക് ഗവർണർ എത്തുന്നു. കാരണം ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നു എന്ന് അറിയിച്ച ശേഷം അദ്ദേഹം ഒരു ഷോക്കോസ് നോട്ടീസ്, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഈ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നൽകിയിരുന്നു. ഒരു നവംബർ 3 മുമ്പ് അവർക്ക് നൽകാനുള്ള വിശദീകരണങ്ങൾ, അതായത് അവരവരുടെ തുടരുന്നതിന് ഈ ഷോക്കോസ് നോട്ടീസ് 10 ദിവസത്തേക്കാണ്. അതിനുശേഷം ഇക്കാര്യങ്ങളിൽ വിശദമായി പരിഗണിച്ചാൽ പോരെ എന്നൊരു സാഹചര്യത്തിലേക്ക് കോടതി എത്തുന്നു എന്ന് വേണമോ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ? എന്തായാലും 10 ദിവസത്തെ സമയം ചാൻസലർ തന്നെ അനുവദിച്ചിരിക്കുന്നു. അതിനുശേഷം ഇതിൽ വിശദമായ പരിശോധന പോരെ എന്ന ഒരു കാര്യത്തിലേക്ക് കോടതി നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കരുതാം. കാരണം ഈ ഗവർണറുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരമൊരു പിന്നാക്കം പോക്കൽ നടത്തിയിരിക്കുന്നു. കാരണം രാജി അഭ്യർത്ഥന മാത്രമാണ് താൻ നടത്തിയതെന്ന് ഗവർണർ പറയുന്നു. ഒപ്പം ഇന്ന് നിയമാനുസൃതമായി ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. അതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമേ പുറത്താക്കൽ എന്ന തീരുമാനത്തിലേക്ക് എത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദിവസം വരെ ഈ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് തങ്ങൾ ഇപ്പോൾ വഹിക്കുന്ന പദവികൾ തുടരുന്നതിനുള്ള ഒരു അവകാശമുണ്ട് എന്നാണ് ഇപ്പോൾ ചാൻസലർ തന്നെ കോടതിയിൽ പറയുന്നത്. കാരണം രാജി അഭ്യർത്ഥന മാത്രമാണ് നടത്തിയത്, VC-മാർ സ്ഥാനമൊഴിയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുക
ആക്കുമ്പോൾ അത്തരത്തിൽ തൽക്കാലം സ്ഥാനത്ത് ഇവർക്ക് തുടരാം. ഈ 9 വൈസ് ചാൻസലർമാർക്കും തങ്ങളുടെ ഓഫീസുകളിൽ നാളെ മുതൽ പോകാം. അവരിതുവരെ തുറന്ന ജോലികൾ തുറന്ന് ചെയ്യാം എന്നാണ് ഗവർണർ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് കൃത്യമായൊരു വിശദീകരണം നൽകിയ ശേഷം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒരുപക്ഷെ നടപടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ചാൻസലർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും കോടതിയെ സ്വാധീനിക്കുമെന്ന് വേണം നമുക്ക് കരുതാം. കാരണം നിയമാനുസൃതമായ ഒരു സമയം നടപ്പിലാക്കി നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു നീക്കം ചെയ്യൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കൽ ചെയ്യുന്നതിന് കോടതിക്കും വിരോധമുണ്ടാവാൻ വഴിയില്ല. എന്തായാലും ഈ വൈസ് ചാൻസലർമാർ നിലവിൽ വെച്ചിരിക്കുന്ന ആവശ്യം, അതായത് ഈ പുറത്താക്കൽ നടപടിക്ക് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം, അത് ഈ വൈസ് ചാൻസലറുടെ മറുപടിയിൽ തന്നെ അതിൽ വ്യക്തമായിരിക്കുന്നു. കാരണം രാജി അഭ്യർത്ഥന മാത്രമാണ് എന്ന് പറയുമ്പോൾ പുറത്താക്കുക എന്നത് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യവും ഏതാണ്ട് ചാൻസലറുടെ മറുപടി കൂടി തന്നെ നിലനിന്നു. അതായത് PC-മാർ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവർക്ക് സ്ഥാനം തുടരുകയും ചെയ്യാം. അതായത് ഇന്നത്തെ റിട്ട് ഹർജിയിൽ ഇവർ പറഞ്ഞിരുന്ന 2 ആവശ്യങ്ങൾ, ഈ അടിയന്തര ആവശ്യങ്ങൾ രണ്ടും ഈ മറുപടിയിൽ ചാൻസലർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും അതുകൂടി പരിഗണിച്ചുള്ള കണക്കിലെടുത്തുള്ള ഒരു വിധിയാണോ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്തായാലും അല്പസമയത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങും. തീർച്ചയായും എന്തായാലും കോടതി ഇപ്പോൾ ഊന്നുന്നത് ഗവർണറുടെ അഭിഭാഷകൻ, ചാൻസലറുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവർണർ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. അതിലൂന്നിയുള്ള വാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നവംബർ 3-ാം തീയതി 5 മണിവരെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ VC-മാർക്ക് ഗവർണർ തന്നെ സമയം അനുവദിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വിശദമായ നടപടികൾ, തുടർ നടപടികൾ പോരെ എന്നതാണ് ബെഞ്ച് ചോദിക്കുന്നത്. അത്തരം ആലോചനകളിലേക്ക് കടക്കുന്നു. ഒപ്പം ഏജിക്ക് വേണ്ടി അഡീഷണൽ ഏജ് കോടതിയിൽ പറഞ്ഞത് തങ്ങൾ പക്ഷം പിടിക്കുകയല്ല, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ അത് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുകയാണ്, പക്ഷം പിടിക്കുകയല്ല എന്ന കാര്യവും കോടതിയിൽ പറയുന്നു. എന്തായാലും ഗവർണർ തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. VC-മാർ ഒഴിയേണ്ടതില്ല, രാജി അഭ്യർത്ഥന നടത്തുക മാത്രമാണ് ചെയ്തത്. അത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയും നിയമവും ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത ഗവർണർ എന്ന നിലയിൽ, ചാൻസലർ എന്ന നിലയിൽ തനിക്കുണ്ട്. അക്കാര്യത്തിൽ അവരോട് രാജി അഭ്യർത്ഥന നടത്തുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ VC-മാർ രാജിവെക്കേണ്ടതില്ല എന്നും ഗവർണർ പറഞ്ഞിരിക്കുന്നു. കോടതി നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപാണ് കാരണം കാണിക്കൽ നോട്ടീസ് VC-മാർക്ക് അയച്ചിരിക്കുന്ന വിവരം ഔദ്യോഗികമായി ഗവർണർ ആ വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നത്. അതിൽ നവംബർ 3 വൈകുന്നേരം 5 മണിവരെ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയവും ഗവർണർ നൽകിയിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട നടപടിയിൽ ഒരു മഞ്ഞുരുക്കമുണ്ടാകുന്നു, ഗവർണർ അയയുന്നു. ഇത് VC-മാർ ഉടനടി രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഗവർണർ എത്തിയിരിക്കുന്നു. ആ കാര്യങ്ങൾ, ആ നിലപാട് ഗവർണർ കോടതിയിലും അറിയിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ അവധി ദിവസം പ്രത്യേക സിറ്റിംഗ് ചേർന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ എല്ലാ വാദങ്ങളും കേട്ടതിന് ശേഷം എന്താണ് കോടതി എത്തിച്ചേരുന്ന നിലപാട് എന്നത് വളരെ പ്രസക്തമാണ്. അടിയന്തരമായ ഒരു സ്റ്റേ എങ്കിലും ഈ നടപടികൾക്കുണ്ടാകണം എന്നതായിരുന്നു VC-മാരുടെ ഭാഗത്തു നിന്നുമുള്ള ആവശ്യം. പക്ഷേ ഗവർണർ തന്നെ ആ രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി ഇനി ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. മറുവശത്ത് ഗവർണർ വാർത്താസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. താൻ എന്തുകൊണ്ട് അടിയന്തരമായി ഇത്തരമൊരു ഇടപെടൽ നടത്തി എന്നത് വിശദീകരിക്കുന്നു. ഭരണഘടനയും സുപ്രീം കോടതി വിധിയെയും ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ചെയ്തത്, അത് തന്റെ ബാധ്യതയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായത് എന്ന് ഗവർണർ പറയുന്നു. ആവശ്യത്തിന് നിയമോപദേശങ്ങൾ തേടിയതിനു ശേഷമാണ് താൻ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്നും ഗവർണർ പറയുന്നു. ഇതുവരെയുള്ള പല വിഷയങ്ങളിൽ സർക്കാരുമായി ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെയും ഉള്ള നിലപാടുകൾ ഗവർണർ ഇന്ന് ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുക കൂടിയാണ് ചെയ്തത്. അപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയെ പരോക്ഷമായി പലയിടങ്ങളിൽ വിമർശിക്കുന്നു. അത് മാധ്യമങ്ങളോടുള്ള സമീപനത്തിലാണ്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ എടുത്തു കാട്ടി മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായി. ഒപ്പം അഡ്വക്കേറ്റ് ജനറൽ തന്നെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു, തനിക്ക് തെറ്റായ ഉപദേശം നൽകി തുടങ്ങിയ വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും ഇതുവരെയുള്ള പ്രശ്നങ്ങളിൽ താൻ സ്വീകരിച്ച നിലപാടുകൾ, അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കെതിരെ അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് വിളിച്ചു, അത് അങ്ങനെ തന്നെ വിളിക്കേണ്ടതാണ്.
ഹിസ്റ്ററി കോൺഗ്രസിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ വിശദീകരണം ചോദിച്ചപ്പോൾ താൻ ഒരു സുരക്ഷാ വിദഗ്ധനല്ല എന്ന മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതല്ലെങ്കിൽ മറ്റൊരു വേർഡ് ഉണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരൂ, ഞാൻ സോറി പറഞ്ഞിട്ട് ആ വാക്ക് ഉപയോഗിക്കാം. തനിക്കറിയാവുന്ന വാക്കാണ് പറഞ്ഞത്, അങ്ങനെ പെരുമാറുന്നവരെ അങ്ങനെയല്ലേ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഗവർണർ ചോദിക്കുന്നു. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു വിശദമായ തന്റെ ഭാഗം പറച്ചിലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഗവർണർ നടത്തിയത്. മാധ്യമങ്ങളുമായി തനിക്ക് പ്രശ്നങ്ങളില്ല, മാധ്യമങ്ങളോട് എന്നും നല്ല ബന്ധം പുലർത്താനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത്, ഒരിക്കലും താൻ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചിട്ടില്ല, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ചൂണ്ടിക്കാട്ടി ഗവർണർ പറയുന്നു. പിപ്പിടി കാട്ടി എന്നാണ് തന്നെക്കുറിച്ച് പറയുന്നത്. ചെപ്പടി വിദ്യ കാട്ടുന്നവരോട് പിപ്പിടി അല്ലാതെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ എല്ലാ വിവാദങ്ങളും സ്പർശിച്ചുകൊണ്ട് എല്ലാ വിവാദത്തിലും തന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് അത് ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഗവർണർ നടത്തിയത്. അതേസമയം തന്നെ ഗവർണറിന് വേണ്ടി പ്രത്യേക സിറ്റിംഗ് നടക്കുന്ന കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ഗവർണർ ഇന്നലെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നതും വ്യക്തമാക്കുന്നു. VC-മാർക്ക് തൽക്കാലം സ്ഥാനത്ത് തുടരാം എന്ന ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഗവർണർക്ക്, ചാൻസലർക്ക് തിരിച്ചടി കോടതിയിൽ നിന്ന് എന്ന് പറയാം, പക്ഷേ അദ്ദേഹം തന്നെ കോടതിയിൽ നിലപാട് മാറ്റി പറഞ്ഞ സാഹചര്യമുണ്ട്. VC-മാർ തൽക്കാലം ഒഴിയേണ്ടതില്ല എന്നതാണ് കോടതി എത്തിച്ചിരുന്ന തീർപ്പ് എന്നാണ് അറിയുന്നത്. MS അനീഷ് കുമാർ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. സുപ്രധാനമായ ഒരു വിഷയത്തിൽ കോടതി ഒരു തീർപ്പിലേക്ക് എത്തുകയാണ്. VC-മാർ ഒഴിയേണ്ടതില്ല. 9 VC-മാർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്തുന്നത്. VC-മാർക്ക് തൽക്കാലം തുടരാം, അതിന്റെ കാലാവധി ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ MS അനീഷ് കുമാർ നൽകും. അനീഷ്, തൽക്കാലം തുടരാം എന്ന് പറയുമ്പോൾ ഈ ഷോക്കോസ് നോട്ടീസിന്റെ കാലാവധി എന്നതാണോ കോടതി ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അക്കാര്യത്തിൽ കോടതി വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യക്തത കൂടി വരേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ ഗവർണർക്ക്, ചാൻസലർക്ക് വലിയ തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കോടതി നടപടികളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. VC-മാർക്ക് തങ്ങളുടെ സ്ഥാനങ്ങളിൽ തുടരാം എന്നാണ് കോടതിയുടെ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. രാജി ആവശ്യപ്പെട്ട് കത്തയച്ചത് അനുചിതമായി, അങ്ങേയറ്റം അനുചിതമായ നടപടി, കത്തയച്ചത് ശരിയായില്ല എന്ന് കോടതി തീർത്തു പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ഉത്തരവ് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും നിലനിൽക്കും, തനിക്ക് തെറ്റായി പറ്റിയ ഒരു നടപടി തിരുത്തുന്നതിന് ഗവർണർക്ക് അവകാശമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വാദിച്ച കോടതി എന്നാൽ സ്വാഭാവികമായ ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എങ്ങനെ വൈസ് ചാൻസലർമാരെ പോലുള്ള ഉന്നത തസ്തികയിൽ നിൽക്കുന്ന ആളുകളെ വളരെ പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയും എന്ന കൃത്യമായ ചോദ്യം ചോദിക്കുന്നു. ആ സമയത്ത് തന്റെ മുൻ നിലപാടുകളിൽ നിന്നും പിന്നോക്കം പോയി രാജ്യാഭ്യർത്ഥന മാത്രമാണ് താൻ നടത്തിയത്. VC-മാർ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ വിശദമായ ഒരു മറുപടി ലഭിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കൂ എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ VC-മാർക്ക് തുടരാം എന്ന കാര്യം ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. രാജി ആവശ്യപ്പെട്ട് കത്തയച്ചത് ശരിയായില്ല എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ കൂടി അല്പം വ്യക്തത അനിവാര്യമുണ്ട്. കാരണം ചാൻസലർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി തീരുമാനമെടുക്കും വരെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, ഗവർണർ ഈ ഷോക്കോസ് നോട്ടീസുമായി ബന്ധപ്പെട്ട് ഒരു ഫൈനൽ ഓർഡർ ഇറക്കും വരെ ആ സ്ഥാനത്ത് 9 VC-മാർക്കും തുടരാമെന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. 9 പേർക്കും ഈ നിർദ്ദേശം ബാധകമാണ്. അത് ഗവർണർ ഒരു അന്തിമ തീർപ്പിലെത്തും വരെ എന്ന് പറയുമ്പോൾ അത് ഗവർണർക്കുള്ള ഒരു തിരിച്ചടിയായി കാണുമോ? കാരണം ഗവർണറുടെ അഭിഭാഷകൻ തന്നെയാണ് കോടതിയിൽ രാജി വേണ്ട എന്ന് പറഞ്ഞത്. ഗവർണറുടെ തീരുമാനത്തിന് വിധേയമായിക്കൊണ്ട് അതുവരെ തുടരാമെന്ന് കോടതി പറയുമ്പോൾ അതൊരു തിരിച്ചടിയായി വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? അനീഷ്, കേൾക്കാമോ? അനീഷിലേക്ക് വരാം. VC-മാർക്ക് തൽക്കാലം സ്ഥാനത്ത് തുടരാം. തുടർന്നോളൂ അനീഷ്. രേണുക, അതൊരു തിരിച്ചടിയായി തന്നെ വ്യാഖ്യാനിക്കാം. കാരണം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഷോക്കോസ് നോട്ടീസ് ആദ്യം നൽകി ഗവർണറുടെ ഈ വൈസ് ചാൻസലർമാരുടെ വിശദീകരണം കേട്ട് അതിന്മേൽ അന്വേഷണം നടത്തി ഗവർണർ ഒരു പുറത്താക്കൽ നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നെങ്കിൽ അതിനെ ഒരു സ്വാഭാവികമായ നിയമ നടപടിക്രമമായി വിലയിരുത്തപ്പെടാമായിരുന്നു. എന്നാൽ വളരെ തിടുക്കപ്പെട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ വൈസ് ചാൻസലർമാർക്ക് കത്ത് നൽകിയ നടപടിക്രമമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇന്ന് വൈസ് ചാൻസലർ
ചാൻസലർമാർ ഈ കോടതിയിൽ ബോധിപ്പിച്ച കാര്യവും അതാണ്. സാധാരണഗതിയിൽ ഒരു പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടൊക്കെ നടപടിക്രമങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായ നീതി നിലനിൽക്കുന്ന ഒരു രാജ്യമായ സ്ഥിതിക്ക് മറുപക്ഷത്ത് ആരോപണ വിധേയരായ ആളുകളെ കേൾക്കുക എന്ന ഒരു നീതി നടപ്പാക്കേണ്ടതുണ്ട്. അത്തരമൊരു നീതിയുടെ നടപ്പാക്കപ്പെട്ടില്ല. വളരെ തിടുക്കപ്പെട്ട് തങ്ങൾ കുറച്ച് നാളുകളായി ജോലി ചെയ്യുന്ന ഒരിടത്തു നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ഇറങ്ങി മാറണം എന്ന നിർദ്ദേശം ഗവർണർ നൽകിയത് ശരിയായില്ല എന്ന് തന്നെയാണ് കോടതിയിൽ വൈസ് ചാൻസലർമാർ വാദിച്ചത്. ഒപ്പം വൈസ് ചാൻസലർമാർ കൃത്യമായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇന്ന് അവധി ദിനമാണ്, ഇന്ന് കോടതി പ്രത്യേക ഹിയറിംഗ് നടത്തുന്നു എന്ന് അറിയിച്ച ശേഷം മാത്രമാണ് ഒരു കുറ്റാരോപണ മെമ്മോ അല്ലെങ്കിൽ ഷോക്കോസ് നോട്ടീസ് നൽകാൻ ഗവർണറുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത്. അതുകൊണ്ട് തീർച്ചയായും ഒരു സ്വാഭാവിക നീതി എന്ന രീതിയിൽ ഒരു നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു കാര്യം നടപ്പിലാക്കപ്പെട്ടാൽ അതിൽ തങ്ങൾക്ക് വിരോധമില്ല എന്ന രീതിയിൽ തന്നെ, അതായത് ഏത് കാര്യത്തിലും ഒരു സ്വാഭാവികമായ നീതി നടപ്പിലാക്കണമെന്ന ആവശ്യം വൈസ് ചാൻസലർമാർ മുന്നോട്ട് വയ്ക്കുന്നു. അവർ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങൾ അതുതന്നെയാണ്. ഒന്ന്, അടിയന്തരമായി ഈ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം, അതായത് തങ്ങളെ പുറത്താക്കണം അല്ലെങ്കിൽ തങ്ങൾ രാജിക്കത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർ നൽകിയ ആ കത്ത് അസാധുവാക്കണമെന്നാവശ്യം അതിപ്പോൾ കോടതി ഉത്തരവോടെ അല്ലെങ്കിൽ ഗവർണർ നേരത്തെ നൽകിയ ആ മറുപടിയോടുകൂടി തന്നെ അത് അസാധുവായിരിക്കുന്നു. കാരണം തിടുക്കപ്പെട്ടൊരു സ്ഥാനമാറ്റം ഇല്ല, അവർക്ക് സ്ഥാനങ്ങളിൽ തുടരാം, ഈ രാജിവെക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് താൻ നടത്തിയതെന്നും പറഞ്ഞു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. അവരിൽ നിന്ന് വിശദീകരണം ചെയ്തിട്ട് ന്യായമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ അത്തരമൊരു പുറത്താക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങൂ എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും അത്തരം സാങ്കേതിക കാര്യങ്ങളിലേക്ക് കോടതി ഇടപെട്ടിട്ടില്ല. സ്വാഭാവികമായൊരു നീതി നടപ്പിലാക്കൽ എന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കാരണം കണക്കിൽ നോട്ടീസിൽ ചാൻസലറുടെ അന്തിമ തീരുമാനം ഉണ്ടായ ശേഷം ഈ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് ചാൻസലർക്ക് പോകാം. അതായത് ഈ ഗവർണർ നൽകിയിരിക്കുന്ന ഷോക്കോസ് നോട്ടീസിന് കൃത്യമായ രീതിയിൽ യുക്തിഭദ്രമായി ഒരു മറുപടി നൽകാൻ ഈ വൈസ് ചാൻസലർമാർക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ഗവർണർക്ക് സാധിക്കില്ലായിരിക്കും. എന്തായാലും അക്കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം ഇന്നലെ ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉടലെടുത്ത വലിയ പ്രതിസന്ധിക്ക് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു. കോടതിയിൽ 9 വിസിമാർക്കും സ്ഥാനത്ത് തുടരാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ചാൻസലർ നൽകിയ ഷോക്കോസ് നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയം അവസാനിക്കുമ്പോൾ അതിന്റെ മെറിറ്റ് കണക്കിലെടുത്ത് ചാൻസലർക്ക് തന്നെ തീരുമാനത്തിലേക്ക് കടക്കാം. ആരുടെ വാദങ്ങളും കോടതി പരിഗണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിർദ്ദേശത്തിലേക്ക് തീർപ്പിലേക്ക് കോടതി എത്തുകയായിരുന്നു. ഏതായാലും പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം എന്ന് പറയാം. 9 വിസിമാർക്കും തുടരാം. പക്ഷേ ചാൻസലറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കോടതിയിൽ പിൻവലിയേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് നടപടി ഇന്ന് കോടതിയിലുണ്ടായിരിക്കുന്ന നടപടി ഗവർണർക്ക് തിരിച്ചടിയാണ്, ചാൻസലർക്ക് തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഞാൻ കേസിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സമ്പൂർണ്ണമായി ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. 3-11 വരെ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറലി അതിന്റെ നടപടി നടക്കത്തുള്ളൂ. ഞങ്ങളെല്ലാം വൈസ് ചാൻസലർമാരെല്ലാം അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിലാണ് കൊടുത്തത്. അവരുടെ വാദം അംഗീകരിച്ചു. സബ്സിക്വന്റ് ആയിട്ട് അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അത് കോടതി കണക്കിലെടുത്തു. അഭിഭാഷകരുടെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും താൽക്കാലികമായി പ്രതിസന്ധി ഒഴിയുന്നു. ഷോക്കോസ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന നവംബർ 3-ാം തീയതി 5 മണിവരെ വിസിമാർക്ക് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള സമയം ലഭിക്കും. അതിനുശേഷം ഗവർണർക്ക് ഒരു തീർപ്പിലേക്ക് എത്താം. വാദങ്ങൾ ഇരു കക്ഷികളുടെയും വാദങ്ങൾ പരിഗണിക്കാതെയാണ് കോടതി ഇത്തരമൊരു തീർപ്പിലേക്ക് എത്തിയത്. അതായത് ചാൻസലർ ഒരു ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങളിലൊന്നും തുടരണ്ട എന്ന ഒരു തീരുമാനമുണ്ടായി. ഷോക്കോസ് നോട്ടീസിൻ്റെ പിന്നാലെ മറുപടി കൊടുക്കുക. റെസ്പെക്റ്റീവ് വിസിമാർ 9 പേരും മറുപടി കൊടുക്കുക. അവർ മറുപടി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ തുടർ നടപടി എടുക്കണോ വേണ്ടിയോ എന്ന് ചാൻസലർ തീരുമാനിക്കണം. ആ തീരുമാനം എഴുതിയിട്ട് ഇവരെ അറിയിക്കണം. ഇത് എഴുതി കൊടുക്കുന്നതുവരെ വൈസ് ചാൻസലർമാർക്കെല്ലാം വൈസ് ചാൻസലർമാരായി തുടരാം. അതാണ് വിധി വന്നിരിക്കുന്നത്. ചാൻസലർ അങ്ങനെയല്ല. ചാൻസലറുടെ തീരുമാനം ശരിയോ തെറ്റോ പിന്നെ കോടതിക്ക് പരിശോധിക്കാം. ചാൻസലറുടെ തീരുമാനം വരുന്നത് വരെ ഇവർക്ക് തുടരാം. അതെ, ആവശ്യപ്പെട്ടത് തന്നെയായിരുന്നല്ലേ നീതി നടപ്പാക്കൽ? അത്ര അതന്നെയായിരുന്നു. അതെ, എല്ലാവരും താൽക്കാലികമായിട്ടല്ലേ തുടരുന്നത്. ഞാനായാലും നിങ്ങളായാലും. ഒരു അന്ത്യം ഉണ്ടാവും. അതുവരെ താൽക്കാലികം.
എന്തായാലും കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാകാം ഗവർണർ കോടതിയിൽ ഇത്തരമൊരു നിലപാടെടുക്കുകയും അതിനുശേഷം ഷോക്കോസ് നോട്ടീസ് അയക്കാനുള്ള തീരുമാനമെടുക്കുകയും അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ആ കാര്യം മാത്രം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റ് വൈസ് ചാൻസലർമാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരുടെ വാദങ്ങളൊന്നും ഗവർണർ ചാൻസലറുടെ അഭിഭാഷകൻ ഇക്കാര്യം പറഞ്ഞതിന് ശേഷം കോടതി പരിഗണിച്ചിട്ടില്ല. ആ വാദങ്ങളെല്ലാം ഓപ്പണാണ്. അത് പരിഗണിക്കാതെ തന്നെ എന്തായാലും ഷോക്കോസ് നോട്ടീസിനായി മറുപടി നൽകാനുള്ള സമയം അത്രയും കാലം BSc-മാർക്ക് ആ തലസ്ഥാനത്ത് തുടരാം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. എന്തായാലും ചാൻസലർ ആയ ഗവർണർ കോടതിയിൽ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിരിക്കുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും അതിന്റെ സൂചനകൾ നൽകിയതാണ്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, കോടതി വാദങ്ങളൊന്നും കണക്കിലെടുത്തുകൊണ്ടല്ല ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഷോക്കോസ് നോട്ടീസ് അയച്ചു എന്ന ചാൻസലറുടെ അഭിഭാഷകൻ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി ഒരു തീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചാൻസലർ കോടതിയിൽ പിൻവലിഞ്ഞിരിക്കുകയല്ലേ? അദ്ദേഹം നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി ഒരു കാര്യം കോടതിയെ ധരിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ഇത് തന്നെയാണ് വൈസ് ചാൻസലർമാർ കോടതിയിൽ ചോദ്യം ചെയ്തത്. കാരണം നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാതെ, ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ, ഒരു തരത്തിലുമുള്ള അന്വേഷണം നടത്താതെ തങ്ങളെ സ്ഥാനത്ത് നിന്നും പുറത്താക്കി എന്ന ഒരു വാദമാണ് ഈ വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകർ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ആ പരാതിക്കൊരു പരിഹാരമായിരിക്കുന്നു. അത് കോടതിയിൽ തന്നെ ഈ സംബന്ധിച്ചൊരു നിർദ്ദേശം നൽകി. അതായത് കോടതിയിൽ ഈ ചാൻസലറുടെ അഭിഭാഷകൻ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. രാജിക്കുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് നൽകിയത്. അവർക്ക് സ്ഥാനങ്ങളിൽ തുടരാം. ഷോക്കോസ് നോട്ടീസിന് മറുപടി നൽകിയ ശേഷം നിയമാനുസൃതമായി അത് പരിശോധിച്ച് അതിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വൈസ് ചാൻസലർമാർ കോടതിയിൽ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട അവരുടെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ ഒരർത്ഥത്തിൽ തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം പെട്ടെന്നൊരു നാൾ ഈ വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്നും ഇറങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വൈസ് ചാൻസലർ പദവിയിലിരിക്കാൻ യോഗ്യനല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒരു നോട്ടീസ് നൽകുമ്പോൾ അതിൻ്റെ ഞെട്ടൽ അത് എത്രയും പെട്ടെന്ന് നടക്കലാക്കുമോ എന്ന ഒരു ആശങ്കയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും അവധി ദിനത്തിൽ അവധി ഒഴിവാക്കി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കോടതിയിലെത്തുകയും ഏതാണ്ട് 2 മണിക്കൂറോളം വരുന്ന വാദം കോടതിയിൽ കേൾക്കുകയും അക്കാര്യത്തിൽ ഒരു വിധി പറയുകയും ചെയ്തിരിക്കുന്നത്. വിധി പറയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഗവർണർ തന്റെ നിലപാട് മാറ്റുകയും ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ കോടതിയിൽ ഹാജരായ അഭിഭാഷകരും ഇക്കാര്യത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കാരണം വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനത്ത് നിന്നും ഒഴിയണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയ ഗവർണർ ഇന്ന് കോടതി ഒരു അസാധാരണ ഹിയറിംഗ് നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നൊരു ഷോക്കോസ് നോട്ടീസ് നൽകി എന്നാണ് അവർ കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും അത്തരം കാര്യങ്ങളുടെ മെറിറ്റിലേക്കൊക്കെ കടക്കും മുമ്പ് തന്നെ ചാൻസലർ അക്കാര്യം കോടതിയെ അറിയിച്ചു. ഒരു ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. ആ ഷോക്കോസ് നോട്ടീസിന്റെ അടിസ്ഥാനത്തിലുള്ള ബാക്കി നടപടിക്രമങ്ങൾ ചെയ്ത ശേഷം മാത്രമേ ഈ കാര്യക്രമം പൂർത്തിയാക്കൂ എന്ന് അറിയിച്ചിരിക്കുന്നു. അക്കാര്യം എന്തായാലും കോടതിയും അംഗീകരിച്ചിരിക്കുന്നു. ഈ ഹർജിയുമായി വന്ന വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകരെ സംബന്ധിച്ചുള്ള അവരുടെ അടിയന്തരമായ ഒരു ആവശ്യവും വളരെ പെട്ടെന്ന് ഈ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുക, നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പുറത്താക്കൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും അത് പിന്നീട് വീണ്ടും കോടതികളിൽ ചോദിച്ചിപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഇന്നത്തെ ഈ ഗവർണറുടെ ഉത്തരവ് മറികടക്കുക എന്നതായിരുന്നു ഈ വൈസ് ചാൻസലർമാർക്ക് മുന്നിലുള്ള വലിയ പ്രതിസന്ധി. അതവർ താൽക്കാലികമായി മറികടന്നിരിക്കുന്നു. ഇനി 10 ദിവസം സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ അവർക്ക് അവരുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കാം. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ പറഞ്ഞതുപോലെ MG സർവകലാശാല ആക്ട് അനുസരിച്ചാണ് സർവകലാശാല പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പറയാം. ആ പ്രവർത്തന ക്രമം അനുസരിച്ചാണ് സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കുന്നത്. അല്ലെങ്കിൽ ആ വൈസ് ചാൻസലറെ പുറത്താക്കാൻ ചാൻസലർക്ക് അവകാശമില്ല തുടങ്ങിയ അധികാരമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ MG സർവകലാശാലയ്ക്ക് ഈ ഗവർണർക്ക് മുമ്പാകെ ചാൻസലർക്ക് മുമ്പാകെ പറയാം. മലയാളം സർവകലാശാലയ്ക്ക് മറ്റ് സർവകലാശാലകളിൽ നിന്നും വിഭിന്നമായി ആ സർവകലാശാലയുടെ പ്രത്യേക ചട്ടം അനുസരിച്ചാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഹിയറിംഗ് പൂർത്തിയാക്കിയ ശേഷം ഈ ഇടക്കാല ഉത്തരവും നൽകിയ ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവധി ദിനമായി അദ്ദേഹം അവധിക്ക് കൊച്ചിക്ക് പുറത്തുള്ള സ്ഥലത്തായിരുന്നു. അവിടെ നിന്നുമാണ് വളരെ പെട്ടെന്ന് കോടതിയിലേക്ക് എത്തുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ വൈസ് ചാൻസലർമാരെ സംബന്ധിച്ചുള്ള വലിയ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ് ഉണ്ടായത്. ആ
കോടതിയുടെ ഒരു ഇടപെടൽ എന്നതിലുപരി ഗവർണർ തൻ്റെ വളരെ പെട്ടെന്ന് ഇവരെ പിൻവലിക്കണം അല്ലെങ്കിൽ ഇവരെ പുറത്താക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയതാണ് ഈ കോടതി നടപടിക്രമങ്ങൾ അനായാസത്തിലാക്കിയത്. ഇനി ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നു. 10 ദിവസത്തിൽ ഹിയറിംഗ് നടപടികളൊക്കെ പൂർത്തിയാക്കി മാത്രമാണ് അനന്തര നടപടികൾ കൈക്കൊള്ളുകയെന്ന് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലികമായൊരു പോംവഴി, ഒരു പ്രശ്നപരിഹാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു. MS അനീഷ് കുമാർ, താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമ്പോഴും ഇരുവിഭാഗത്തിനെയും സംബന്ധിച്ചുള്ള തത്തുല്യമായിട്ടുള്ള വിമർശനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സ്ഥിതി വരിക, നിയമനം തന്നെ പ്രഥമ ദൃഷ്ട്യാ നിയമവിരുദ്ധമല്ലേ എന്ന് കോടതി ചോദിക്കുക BC-മാരോട്, അതോടൊപ്പം തന്നെ ചാൻസലറുടെ നടപടിക്രമങ്ങൾ തെറ്റുപറ്റിയെന്ന് വരിക, രാഷ്ട്രീയപരമായി വലിയ വിവാദത്തിൽ നിൽക്കുന്ന ഒരു സംഭവത്തിൽ അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇരുവിഭാഗത്തിനും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു കോടതിയിൽ നിന്ന്. അങ്ങനെ ഒരു വിശകലനം കൂടി ഈ അവസരത്തിൽ യോജിക്കുമോ? തീർച്ചയായും ആ രണ്ട് വശങ്ങളും പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഈ കോടതിയുടെ ആദ്യ പകുതിയിലെ പരാമർശങ്ങൾ ഭൂരിഭാഗവും ഈ വൈസ് ചാൻസലർമാർക്ക് എതിരെ തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കുമ്പോൾ ഈ സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ന്യൂനതകളുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തെ മുഴുവൻ സർവകലാശാലകൾക്കും അതൊരു നിയമമായി മാറുന്നു. ഈ നിയമനിർമ്മാണ സഭകൾ മറിച്ചൊരു നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ സുപ്രീം കോടതി ഉത്തരവാണ് രാജ്യത്തെ നിയമമായി നിലനിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള നടപടികൾ വൈസ് ചാൻസലർക്ക് കൈക്കൊള്ളുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളതെന്നാണ് കോടതി ചോദിച്ചത്. ഒരു കാര്യം നിയമവിരുദ്ധമാണ് എന്ന് തോന്നുമ്പോൾ അത് തിരുത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. ഒരു തെറ്റ് തിരുത്തണം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന വാദം കോടതിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിരുന്നു. അപ്പോഴും നമ്മൾ രാവിലെ മുതൽ തന്നെ ഈ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമൊക്കെയായി ആശയവിനിമയം നടത്തുമ്പോഴും അവർ പറഞ്ഞിരുന്നത് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ത് തന്നെയായാലും അല്ലെങ്കിൽ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ എന്തായാലും ഒരു നടപടി എടുക്കുമ്പോൾ ആ നടപടിക്ക് ഇരയാവുന്ന ആളുകളെ അല്ലെങ്കിൽ ആ നടപടിയിൽ കുറ്റാരോപിതരായ ആളുകളെ കേൾക്കുന്ന ഒരു സാധാരണ നടപടിക്രമമുണ്ട്. അത് പക്ഷേ ഈ ചാൻസലറുടെ നടപടിയിൽ നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാണ്. അതായത് ഈ 9 വൈസ് ചാൻസലർമാർക്കും അവരുടെ ഭാഗം കേൾക്കുന്നതിനുള്ള ഒരു അവസരവും നൽകാതെയാണ് അവരോട് രാജിവെക്കണമെന്ന ഒരു കത്ത് ഗവർണർ നൽകിയത്. ആ കത്ത് അത്തരത്തിൽ നൽകിയ കത്തായതുകൊണ്ട് തന്നെ അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും അത് അക്ഷരം പ്രതി അടിവരയിടുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് കോടതിയിലെ നടപടിക്രമങ്ങൾ. അനീഷ്, വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരികെ വരാം. ഈ നിമിഷത്തിലെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ വൈസ് ചാൻസലർമാരുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അതായത് കോടതിയിൽ ഗവർണർ നിലപാട് മയപ്പെടുത്തുകയും നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി VC-മാർക്ക് തൽക്കാലം തുടരാം. ഗവർണർ നൽകിയ നോട്ടീസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ നൽകിയ നോട്ടീസിന് തന്നെ പ്രസക്തിയില്ലാത്ത രീതിയിലേക്കുള്ള ഒരു നിലപാടിലേക്ക് ഗവർണർ തന്നെ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നോക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഹർജി എത്തിയതോടെ VC-മാർക്കെതിരായ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജിവെക്കാത്തതിനാൽ VC-മാരോട് നവംബർ 3-നകം കാരണം കാണിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് രാജി ഉണ്ടായില്ലെങ്കിൽ നിയമനം റദ്ദാക്കി താൽക്കാലിക VC-മാർക്ക് ചുമതല നൽകുമെന്നായിരുന്നു ഗവർണർ ആദ്യം സ്വീകരിച്ച നിലപാട്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു VC-മാരോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടതെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പിപ്പിടി പ്രയോഗത്തെയും ഗവർണർ പരിഹസിച്ചു. ചെപ്പടി വിദ്യ കാട്ടുന്നവർക്കെതിരെ കുറച്ച് പിപ്പിടിയാകാമെന്നായിരുന്നു ഗവർണർ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഗവർണർ ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് നടത്തിയത്. വൈസ് ചാൻസലർമാരെ നിയന്ത്രിക്കുന്നത് LDF ആണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. മികച്ച VC-മാരുണ്ടെന്നും അവരോട് അനുകമ്പയുണ്ടെന്നും ഗവർണർ പറഞ്ഞു. ചില മന്ത്രിമാർ ലക്ഷ്മണ രേഖ ലംഘിച്ചെന്നും ഗവർണർ ആരോപിച്ചു. VV അരുൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, കോടതിയിൽ നിന്നുള്ള ഒരു തീരുമാനം വരുമ്പോൾ അതിൽ ഗവർണർ ചാൻസലർ നടപടിക്രമം തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിമർശനത്തോടൊപ്പം തന്നെ VC-മാർക്കെതിരെയുള്ള ഒരു വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് കോടതി പോകാൻ ഇടയാകുമ്പോൾ തന്നെ ഗവർണറുടെ ഒരു മയപ്പെടൽ അതിനകത്തുണ്ട്. ഗവർണർ ഇന്നലെ ഇത്രയും കർക്കശമായ ഭാഷയിൽ അന്ത്യശാസനം നൽകിയ ഗവർണർ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിനുശേഷം ഗവർണർ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു, സർക്കാരിനെ വിമർശിക്കുന്നു, LDF-നെ വിമർശിക്കുന്നു. അപ്പോഴും ഈ നിലപാടിൽ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം അത് അത്ഭുതകരമാണോ? കോടതിയിൽ നിന്നുള്ള ഒരു വിമർശനം കൂടി ഇതിനൊപ്പം ചേരുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ഇന്ന് രാവിലെ 11:30 എന്ന സമയം നൽകിയാണ് അന്ത്യശാസനം ഗവർണർ നൽകിയത്.
VC-മാരോട് 9 VC-മാരോട് രാജിവെച്ചു പോകാനാണ് ഗവർണർ ഇന്നലെ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്ന് 11:30 എന്ന അന്ത്യശാസന സമയത്തിന് മുമ്പ് തന്നെ ഈ VC-മാർ ഗവർണർക്ക് രാജ്ഭവനെ കത്ത് നൽകി തങ്ങൾ രാജിവെക്കുന്നില്ല, പകരം 8 പേർ ഇതിനകം നിയമപരമായി, അതായത് സാങ്കേതിക സർവകലാശാല VC ഒഴികെയുള്ളവർ തങ്ങൾ നിയമപരമായി ഇതിനെ നേരിടാനാണ് തീരുമാനമെന്ന് രാജ്ഭവനെ അറിയിച്ചു. അതോടുകൂടിയാണ് രാജ്ഭവൻ ഗവർണർ അല്പം പിന്നാക്കം പോയത്. അദ്ദേഹം ഷോക്കോസ് നോട്ടീസ് തന്റെ കത്തിന് അല്ലെങ്കിൽ രാജിവെക്കണമെന്ന ആവശ്യത്തിന് എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്ന് വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് ഈ VC-മാർക്ക് കത്ത് നൽകി. അത് കോടതി ഇന്ന് ഈ വിഷയം വരുന്നു എന്നത് മുൻകൂട്ടി കണ്ടു തന്നെയാണ്. സ്വാഭാവിക നീതി തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു എന്ന ആരോപണമാണ്, ആ വാദമാണ് ഈ VC-മാർ ഉന്നയിച്ചത്. സ്വാഭാവികമായും അത് കോടതിയും അത് അംഗീകരിക്കപ്പെടുമെന്ന ധാരണ രാജ്ഭവനുണ്ടായി. അതുകൊണ്ടാണ് ഷോക്കോസ് നോട്ടീസ് നൽകിയത്. ഷോക്കോസ് നോട്ടീസ് പറഞ്ഞത് 3-ാം തീയതിക്കകം വിശദീകരണം നൽകണം എന്നാണ്. ഈ ഗവർണർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് 3-ാം തീയതിക്കകം വിശദീകരണം നൽകണം. ഏതെങ്കിലും VC-മാർക്ക് തന്നെ നേരിട്ട് കാണണമെങ്കിൽ അതിനുള്ള അവസരമുണ്ടാകും, വിശദീകരണത്തിനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം തനിക്ക് ആ വിശദീകരണം തൃപ്തിയില്ലെങ്കിൽ മാത്രം ഇവരെ തിരിച്ചുവിടും. സ്വാഭാവികമായും വിശദീകരണം തള്ളാൻ സാധ്യതയുണ്ട്, തിരിച്ചുവിടുകയും ചെയ്യും. പക്ഷെ നവംബർ 3 വരെ ഈ VC-മാർക്ക് VC-മാർ നിന്നുള്ള ആയുസ് നീട്ടിക്കിട്ടിയിരിക്കുന്നു. അത് സ്വാഭാവികമായും ഇന്ന് 11:30-ക്ക് ശേഷം പുറത്താക്കപ്പെടുമെന്ന് കരുതിയവരെ അതിന് ഗവർണർ തയ്യാറാകുന്നില്ല. അവിടെ തന്റെ ഭാഗത്തൊരു വീഴ്ച വന്നുവെന്ന് രാജ്ഭവനും ഗവർണറും അഡ്മിറ്റ് ചെയ്യുകയാണ്, സമ്മതിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു മെല്ലെപ്പോക്ക് അവരുടെ കാര്യത്തിൽ ഉണ്ടായത്. അവിടെ ഒരുപക്ഷെ VC-മാരുടെ നിലപാട് വിജയിച്ചു എന്ന് പറയാം. കേരള സർവകലാശാല VC-യുടെ കാലാവധി മാത്രമാണ് ഇന്ന് തീരുന്നത്. ഈ 9 സർവകലാശാലകളിലും പകരം VC-മാരെ നിയമിക്കാൻ രാജ്ഭവൻ ആലോചിച്ചിരുന്നു. പക്ഷേ ആ നടപടികൾ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ്. 3-ാം തീയതിക്ക് മാത്രമേ പുതിയ VC-മാരെ നിയമിക്കുന്ന നടപടിയിലേക്കും രാജ്ഭവൻ കടക്കൂ. ആ രീതിയിൽ നോക്കുമ്പോൾ VC-മാർക്ക് സർക്കാരിന് ഭാഗികമായി ഈ വിഷയത്തിൽ വിജയമുണ്ടായെന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. 3-ാം തീയതി എന്നൊരു സമയപരിധിയുണ്ട്. അതിനുശേഷം നടപടിയിലേക്ക് ഗവർണർ കടക്കും. സ്വാഭാവികമായും കോടതികളുടെ കൂടുതൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ 3-ാം തീയതിക്ക് ശേഷം ഈ 9 VC-മാരും 2 സർവകലാശാലയുടെ കാര്യത്തിൽ കൂടി ഇപ്പോൾ രാജ്ഭവൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും ഈ 11 സർവകലാശാല VC-മാരെ മാറ്റാനുള്ള തീരുമാനവുമായി ഗവർണർ മുന്നോട്ട് പോകും. കോടതികളുടെ ഇടപെടലിലാണ് ഇനി VC-മാരുടെ പ്രതീക്ഷ. തീർച്ചയായും തിരികെ എത്താം. അരുൺ, നിയമോപദേശം ഏത് രീതിയിലായിരിക്കും? നിയമപരമായി ഈ ഉത്തരവ് നിലനിൽക്കുന്നത്, ഗവർണറുടെ നിർദ്ദേശം നിലനിൽക്കുന്നത് എങ്ങനെ? തുടർ നടപടികൾ ഏത് രീതിയിൽ എടുക്കുക എന്നുള്ളതെല്ലാം ഉറ്റുനോക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഹൈക്കോടതിയിൽ നിന്ന് MS അനീഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നു. അനീഷ്, കോടതി ഈ വിഷയത്തിനകത്തെടുത്തിരിക്കുന്ന നിലപാട്, ഇനിയുള്ള ഓരോ നിയമ നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിവരം, ഇരുവശവും വിമർശനം കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും കോടതി ഈ വിഷയത്തിനകത്ത് എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഈ നവംബർ 5 വരെയുള്ള ആ തീയതി, ആ തീയതിക്കുള്ളിൽ നിൽക്കുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് മാത്രമാണോ കരുതേണ്ടത്? അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഏത് രീതിയിലേക്കാണ്, ഏത് ഭാഗത്തിനായിരിക്കും മുൻതൂക്കം എന്ന് വ്യക്തമാകുന്ന പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? അപർണ, കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക് കാര്യമായി കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ നടപടിക്രമത്തിൽ നിന്നും മനസ്സിലാവാൻ കഴിയുന്നത്. കാരണം ആദ്യം തന്നെ സുപ്രീം കോടതി ഉത്തരവും അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ അതെങ്ങനെയാണ് ഈ സർവകലാശാലകളുടെ ഭരണത്തെ ബാധിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. സുപ്രീം കോടതി ഉത്തരവ് വരുന്നതോടുകൂടി തന്നെ പല VC-മാർക്കും യോഗ്യത നഷ്ടമാവുന്നു എന്ന ചാൻസലറുടെ കണ്ടെത്തൽ ഒരു പരിധിവരെ ശരിവെക്കുകയും ചെയ്യുന്നു. ചാൻസലറാണ് നിയമനാധികാരി. അതുകൊണ്ട് തന്നെ താൻ നടത്തിയ നിയമനത്തിൽ ചില ക്രമക്കേടുകൾ കണ്ടാൽ, അല്ലെങ്കിൽ തനിക്ക് ചില തെറ്റുകൾ പറ്റി എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് അത് തിരുത്താൻ ഉള്ള അവകാശമില്ലേ, അധികാരമില്ലേ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മൾ ആദ്യം മുതലേ ഈ ചാൻസലർമാർ വാദിക്കുന്ന കാര്യം ഒരു സ്വാഭാവികമായ നീതി ലഭ്യമാക്കുക എന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു അച്ചടക്ക നടപടികളുടെ പോലും ഒരു ഭാഗമാണ്. ആരെങ്കിലും കുറ്റാരോപിതനായ ഒരു തസ്തികയിൽ അവരോധിതനാവുന്ന ഒരാൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അയാളുടെ ഭാഗം പറയേണ്ടതുണ്ട് എന്ന സാമാന്യമായ കേവലമായ നിയമതത്വം ഇവിടെ മറികടക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വൈസ് ചാൻസലർമാർ ഏറ്റവും ഊന്നി ഈ കോടതിയുടെ മുന്നിൽ പറഞ്ഞ കാര്യം. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് നൽകുന്നു, സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തുടരാൻ കഴിയില്ല, അതുകൊണ്ട് നിർബന്ധിതമായി രാജി നൽകണം എന്ന ആവശ്യം വരുന്നു. ഇത്തരത്തിൽ രാജിക്കത്ത് നൽകിയില്ലെങ്കിൽ പകരം ആളെ ഈ സ്ഥാനത്ത് അവരോധിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അത് കൃത്യമായൊരു നീതി നിഷേധം എന്ന നിലയിൽ തന്നെ വിലയിരുത്തേണ്ടതാണ് എന്ന്
കോടതിയിൽ അഭിഭാഷകർ വാദിക്കുന്നു. എന്തായാലും ആദ്യ വാദത്തിലെ ഈ വൈസ് ചാൻസലർമാരുടെ അഭിഭാഷകരോടുള്ള ചോദ്യത്തിന് പിന്നാലെയാണ് ചാൻസലറോട് ചില ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരത്തിലൊരു ഷോക്കോസ് നോട്ടീസ് നൽകാനുണ്ടായ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് നിർബന്ധിതമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് നൽകാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് കോടതി ആദ്യം ചാൻസലറോട് ചോദിക്കുന്നു. അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടായ വിധിയുടെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു ഉത്തരവ് നൽകിയെന്ന് കോടതി പറയുമ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ എങ്ങനെയാണ് പിരിച്ചുവിടുക എന്ന കൃത്യമായ ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ ആ നടപടി അല്ലെങ്കിൽ ആ ചെയ്ത നടപടി ശരിയായില്ല എന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായി പറയുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിൽ മുമ്പുള്ള നിലപാടിൽ നിന്നും ചാൻസലർ പിന്നോട്ട് പോവുകയും ഒരു ഷോക്കോസ് നോട്ടീസ് ഈ 9 സർവകലാശാല വൈസ് ചാൻസലർമാർക്കും നൽകിയിട്ടുണ്ടെന്നും ആ ഷോക്കോസ് നോട്ടീസുകളിൽ കൃത്യമായൊരു മറുപടി വന്ന ശേഷം അത് പരിഗണിച്ച് യോഗ്യരായവരെയും അയോഗ്യരായവരെയും കണ്ടുപിടിച്ച് നടപടി കൈക്കൊള്ളും എന്നും വിശദീകരിക്കുന്നു. അതോടുകൂടിയാണ് കോടതി അപ്പോൾ ഒരു സ്വാഭാവികമായ നീതി നടപ്പാക്കലിൻ്റെ കാര്യങ്ങൾ അതിന് നടപടിക്രമങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. കാരണം 10 ദിവസം ഈ ആരോപണ വിധേയരായ ആളുകൾക്ക് മറുപടി നൽകാനുണ്ട്, അവസരമുണ്ട്. ആ മറുപടി നൽകുന്നതിൽ ന്യായമായ കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ ക്രമരഹിതമായ കാര്യങ്ങളുണ്ടോ എന്ന് ഗവർണർ പരിശോധിക്കുന്നു. അതിന്മേൽ ഒരു നടപടിക്രമം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെ ഒരു നീതി നടപ്പാക്കണം എന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഒറ്റ കാര്യം മാത്രമാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത് എന്നാണ് നമുക്ക് ഇന്നത്തെ കോടതി നടപടിക്രമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓരോ സർവകലാശാല പ്രതിനിധികളും അവരുടെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഈ UGC നടപ്പിലാക്കിയ നിയമം ബാധകമാണോ അല്ലയോ എന്നതടക്കമുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചു. കാരണം MG സർവകലാശാല ആക്ട് പ്രകാരമാണ് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതെന്ന് അവർ പറയുന്നു. വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുപരി അവരെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഈ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് ഗവർണർക്ക് അധികാരമില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. മലയാളം സർവകലാശാല മറ്റ് സർവകലാശാലകളിലും വിഭിന്നമായ നിയമമാണുള്ളത്. അവിടെ ഗവർണർക്ക് ഒരു തരത്തിലും ഈ വൈസ് ചാൻസലറെ മാറ്റാൻ അധികാരമില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. കണ്ണൂർ സർവകലാശാലയിൽ തൻ്റെ നിയമനം പുനർനിയമനമായാണ്, പുതിയ നിയമനമായ അല്ല നടന്നത്. അതുകൊണ്ട് പുനർനിയമനത്തിൽ UGCയുടെ ഈ മാനദണ്ഡങ്ങൾ ബാധകമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഓരോ വൈസ് ചാൻസലർമാർക്കും ഓരോ കാര്യങ്ങളാണ് ഈ കോടതിയിൽ ബോധിപ്പിക്കാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഗവർണർ നൽകിയ മെമ്മോയ്ക്കും അവർക്ക് മറുപടി നൽകാനുണ്ടാവും. ആ മറുപടി നൽകുന്ന കാര്യങ്ങളിൽ കൃത്യമായ മെറിറ്റിലേക്ക് കടക്കുന്ന ആർക്കാണ് യോഗ്യതയുള്ളത് ആർക്കാണ് അയോഗ്യത ഉള്ളത് എന്ന് വേർതിരിച്ചെടുത്ത് വേണമെങ്കിൽ ഗവർണർക്കൊരു നടപടിക്രമങ്ങളിലേക്ക് പോകും. അതിനുള്ള അധികാരം നൽകുന്നു. എന്തായാലും ഇന്ന് നടന്ന കോടതി നടപടിക്രമങ്ങളിൽ നിന്നും ഒരു അനാവശ്യമായ തിടുക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഒരു ഷോക്കോസ് നോട്ടീസ് പോലും നൽകാതെ കാര്യകാരണങ്ങൾ തേടാതെ സർവകലാശാല വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടാനുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് നിർബന്ധിത രാജി ആവശ്യപ്പെടാനുള്ള നീക്കമാണ് ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വൈസ് ചാൻസലർമാർ ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാരണം തുടർച്ചയായ 2 അവധി ദിവസങ്ങളാണ് കോടതിയുടെ പരിഗണനയിൽ ഇക്കാര്യങ്ങൾ എത്തില്ല എന്നൊരു കാര്യം പോലും ഈ ഗവർണറുടെ മനസ്സിലുണ്ടാവണം. പക്ഷേ കോടതി ഇന്ന് ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന 9 സർവകലാശാലകളുടെ ലക്ഷക്കണക്കിന് അനീഷ്, ഷോക്കേസ് നോട്ടീസ് പോലും നൽകാതെ ഗവർണർ കാണിച്ച തിടുക്കം അത് കോടതി പരാമർശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗവർണർ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളത് കൂടി വ്യക്തമാകുമ്പോൾ ഇപ്പോൾ BJP ഗവർണർക്ക് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് VC-മാർ ഇതുവരെ രാജിവെച്ചിട്ടില്ലേ എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിൽ TG സജിത്ത് കൂടി വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, നവംബർ 3, നവംബർ 5 വരെ ഉള്ളൊരു തീയതി അവിടെ നിൽക്കുമ്പോൾ പോലും രാഷ്ട്രീയമായിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള സമയം വീണ്ടും കിടക്കുകയാണ്. നിയമപരമായി അല്ലെങ്കിൽ സാങ്കേതികപരമായി ആരുടെ ഭാഗത്ത് ശരി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. ഒരിക്കൽ പോലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ആ ഒരു പ്രതിസന്ധി, വൈസ് ചാൻസലർമാരുടെ വിഷയത്തിലെ പ്രതിസന്ധി മാറുമ്പോൾ പോലും ഗവർണർ സർക്കാർ പോർ അവസാനിക്കുന്നില്ല. അത് തന്നെ മറ്റൊരു തലത്തിലേക്ക് ചെല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവാദങ്ങൾ തന്നെ ആയിരിക്കില്ലേ? അപർണ സൂചിപ്പിച്ചതാണ് അതിൻ്റെ പ്രസക്തമായ രാഷ്ട്രീയ വശം. അതായത് ഇപ്പോൾ 9 VC-മാരോട് രാജി ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിയമപരവും മറ്റ് സാങ്കേതികപരവുമായ പോരാട്ടത്തിനപ്പുറം ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. പ്രത്യേകിച്ച് സംസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടിയുള്ള കളമൊരുക്കാനുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി ഇത് ഉയർന്നു വരുന്നു എന്നത് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെന്തായാലും ആ രാഷ്ട്രീയ പോരാട്ടം അത് പ്രകടമായി കഴിഞ്ഞു. കാരണം ഇന്ന് SFI യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേക സമരപരിപാടികളുമായി രംഗത്ത് വന്നു. അതായത് VC
നിലവിലുള്ള ഗവർണർ നിലവിലുള്ള VC-മാരുടെ അംഗീകാരം അവരുടെ നിയമനം റദ്ദാക്കി പകരം താൽക്കാലിക VC-മാർക്ക് ചുമതല നൽകിയാൽ അത്തരം ചുമതല ഏറ്റെടുക്കാൻ വരുന്ന VC-മാരെ തടയുക എന്നതാണ് SFIയുടെ പ്രഖ്യാപിത നിലപാട്. അത്തരം നീക്കങ്ങളുമായി ഇന്ന് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ SFI പരസ്യമായ നീക്കങ്ങളും പ്രക്ഷോഭ പരിപാടികളും പ്രഖ്യാപിച്ചു കഴിയുകയും അത് നീക്കം നടത്തിക്കഴിയുകയും ചെയ്തു. അതിന് സമാനമായി ഇപ്പോൾ ABVP അല്ലെങ്കിൽ യുവമോർച്ച പോലെയുള്ള സംഘടനകൾ ഗവർണർക്ക് പിന്തുണയുമായി രംഗത്തിറങ്ങുന്ന മറ്റൊരു സാഹചര്യവുമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് കൃത്യമായ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുന്നു. അതിൻ്റെ ഒരു വശത്ത് ഗവർണറാണ്, ഒപ്പം സ്വാഭാവികമായും അതിന് പിന്തുണ നൽകാൻ BJP ഉണ്ട്. മറുവശത്ത് ഇടതുമുന്നണിയുണ്ട്. സർക്കാരിൻ്റെ നിലപാടിനൊപ്പം ഇടതുമുന്നണിയും രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്നതാണ് രാഷ്ട്രീയ പശ്ചാത്തലം. നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് ഗവർണറുടെ നീക്കത്തിനെതിരെ രാജ്ഭവന് മുന്നിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരം അടുത്ത മാസം ആദ്യം ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ അതിലേക്ക് ഇനി കാത്തിരിക്കുന്നില്ല. മറിച്ച് നാളെ മുതൽ തന്നെ ഇടതുമുന്നണി പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. നാളെയും നാളെ കഴിഞ്ഞുമായി സംസ്ഥാനത്ത് വ്യാപകമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇടതുമുന്നണി ഇപ്പോൾ നൽകിയിരിക്കുന്ന ആഹ്വാനം. സ്വാഭാവികമായും ആ രാഷ്ട്രീയ ചിത്രം വ്യക്തമാവുകയാണ്. എന്തായാലും ഗവർണറെ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുന്നു. ഇപ്പോഴത്തെ നീക്കം പിൻവാതിൽ ഭരണത്തിനാണ്, അതിന് അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് മുമ്പും ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ പോരിൽ മുഖ്യമന്ത്രിയൊന്നും അത്ര ശക്തമായി ഗവർണർക്കെതിരെ പരസ്യമായി നിലപാടെടുക്കാൻ മടിച്ചു നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വാർത്താസമ്മേളനം വിളിച്ച് തന്നെ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുവേദികളിലടക്കം അദ്ദേഹം ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയുള്ള വിമർശനവും നടത്തുന്നു. ഈ തരത്തിലേക്ക് ഈ രാഷ്ട്രീയ സംഘർഷം നീളുന്നു എന്നതാണ് പുതിയ പശ്ചാത്തലം. ഒരു കാര്യം ഉറപ്പാണ്, ഈ VC വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അത് പൊതുവിൽ സംസ്ഥാനത്തെ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അതൊരു പക്ഷേ ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ മാത്രം നിൽക്കില്ല. മറിച്ച് ഗവർണറുടെ പരിഗണനയിലുള്ള പ്രധാനപ്പെട്ട ചില ബില്ലുകളുണ്ട്, ഇതുവരെയും ഒപ്പിടാതെ നിൽക്കുന്ന ബില്ലുകൾ. ഈ വിഷയങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള നീക്കമായിരിക്കും ഇടതുമുന്നണി നടത്തുക. ഈ വിഷയത്തിൽ അതേസമയം ആശയക്കുഴപ്പത്തിലാവുന്നത് സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമായ UDF ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിൽ ഏത് നിലപാടെടുക്കുമെന്ന ആശയക്കുഴപ്പം അവർക്ക് ഇപ്പോൾ തന്നെയുണ്ട്. പല നേതാക്കളും വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ പോലെയുള്ള UDF-ലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി ആവട്ടെ സർക്കാരിൻ്റെ നിലപാടുകളോട് ചേർന്ന് പോകുന്ന നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്, അത്തരം പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം അത് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF-ലെ ഈ ആശയക്കുഴപ്പവും ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ്, അത് ചർച്ചയാവുകയാണ്. എന്തായാലും സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഗവർണർ ഒരു സൈഡിലും സർക്കാർ മറ്റൊരു സൈഡിലും നിന്നുകൊണ്ടുള്ള ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ അപ്പോൾ വരും ദിവസങ്ങളിൽ കാണാൻ പോയി പറഞ്ഞു വരുന്നത് പോലെ തന്നെ വരും ദിവസങ്ങളിൽ കാണാൻ ഒരുങ്ങുന്നത് LDF-ന്റെ പ്രതിഷേധം, ആ ബോധവൽക്കരണ ക്യാമ്പയിനുകളുമായി പാർട്ടി അടക്കം CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് രാഷ്ട്രീയമായി തന്നെ അതിനെ ഇപ്പോൾ തന്നെ കാണാം. BJP മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയാണ്. ആ രീതിയിലേക്കുള്ള ഒരു പ്രതിരോധം മറുവശത്ത് ഉയർത്തുക, ഈ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചയിലേക്ക് കൂടിയായിരിക്കുമോ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കടന്നു പോവുക? തീർച്ചയായും അത്തരം നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. ഗവർണർക്ക് പിന്തുണ നൽകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകാൻ BJP മുന്നിട്ടിറങ്ങും. BJP-യുടെ നേതാക്കളെല്ലാം അത്തരത്തിലുള്ള പ്രസ്താവനകളും സമരപരിപാടികളും സർക്കാരിനെതിരായി തിരിച്ചുകൊണ്ടുള്ള സമരപരിപാടികളും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകും. മറുവശത്ത് സർക്കാരും ഗവർണർക്കെതിരെ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ, അതായത് RSS-ന്റെ രാഷ്ട്രീയ അജണ്ട, BJP-യുടെ രാഷ്ട്രീയ അജണ്ട എന്നൊക്കെ മുൻപ് ഉന്നയിച്ചിരുന്ന വാദങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള അവസരമായി കൂടി ഇത് മാറ്റുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും തൊട്ടു മുമ്പിലുണ്ടായ കോടതിയിലുണ്ടായ നീക്കങ്ങൾ അത് സ്വാഭാവികമായും സർക്കാർ ആയുധമാക്കും. കാരണം ഗവർണർക്ക് നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റി എന്നതാണ് കോടതിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. അത് സ്വാഭാവികമായും VC-മാർക്ക് വീണ്ടും താൽക്കാലികമായെങ്കിലും തുടരാൻ ഒരു അവസരമൊരുക്കുക കൂടി കോടതി തീരുമാനത്തിലൂടെ ഉണ്ടാവുന്നതുമുണ്ട്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഇന്നലെ അടിയന്തര രാജി ആവശ്യപ്പെട്ട ഗവർണർ കൂടുതൽ വിശദീകരണം ചോദിച്ച് അതിനൊരു സമയപരിധി അനുവദിക്കാൻ കൂടി ഇന്ന് തയ്യാറായിട്ടുമുണ്ട്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരമാവധി ചർച്ചയാക്കാൻ ഇടതുമുന്നണിയും ശ്രമിക്കുമെന്നതാണ് നിലവിലുള്ള രാഷ്ട്രീയ ചിത്രം. എന്തായാലും ഇതൊരു VC-യോട് രാജി ആവശ്യപ്പെട്ടുള്ള വിവാദത്തിലേക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള വിശാല അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായി ഇത് മാറും. ഒരു സൈഡിൽ കേന്ദ്ര സർക്കാർ, മറ്റൊരു വശത്ത് സംസ്ഥാന സർക്കാർ എന്ന
സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമെന്നതാണ് ഇപ്പോഴത്തെ നീക്കം. ഞാൻ തിരികെ എത്താം സജിത്ത്. MS അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കേരളം കടക്കുന്ന സാഹചര്യത്തിൽ കൂടി സർവകലാശാലാപരമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഗവർണർ സ്വീകരിക്കുന്ന നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കൂടി ഉറ്റുനോക്കേണ്ട വിഷയമാണ്. അപ്പോൾ നേരത്തെ വി സിമാരുടെ ഹർജിയിൽ ഉൾപ്പെട്ട പ്രധാന ആവശ്യങ്ങളിലൊന്ന് പ്രവർത്തനങ്ങളിൽ ഗവർണർ ഇടപെടുന്നത് തടയണം എന്നുള്ള ആ ഒരു കാതലായിട്ടുള്ള ഒരു ആവശ്യം ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? തിരികെ എത്താം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപരിപാടിയിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം ഈ പശ്ചാത്തലത്തിൽ ഏത് പ്രതികരണം നടത്തുമെന്നുള്ളത് 99 സീറ്റ് നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ ധൈര്യമായി കാര്യങ്ങൾ മുന്നോട്ട് നയിച്ചോളൂ എന്നാണ് LDF-നോട് പറഞ്ഞത്. അതാണ് കേരളത്തിലെ ജനവിധി. ആ ജനവിധി നടപ്പാക്കാനാണ് സർക്കാർ നിലകൊള്ളുന്നത്. അതിൽ അസൂയുള്ളവരുണ്ടാവും, കുറച്ച് കുശുമ്പുള്ളവരുണ്ടാവും, ചില ആളുകൾക്ക് അത് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നുണ്ടാവില്ല. അതൊക്കെ ഏതാനും പേര് മാത്രമാണ്. നാടും നാട്ടുകാരും ജനങ്ങളും എല്ലാം ഒന്നാകെ ഈ നാട് മുന്നേറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളെ ഏൽപ്പിച്ച ആ ചുമതല നിറവേറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത് തുറന്നും ചെയ്യും. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ അതിൻ്റെ ആവർത്തനത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം വീണ്ടും ചിലത് പറയുന്നതായി കണ്ടു. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരു പിടികിട്ടുന്നില്ല. സാധാരണ നമ്മൾ പല ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ടല്ലോ. അതിലൊരു ഗണത്തിൽ അദ്ദേഹം പെട്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം. അത് ഞാനോ സർക്കാരോ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. അതിന് നല്ല രീതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് സ്നേഹബുദ്ധ്യ അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഗവർണറുടെ ചുമതല നിർവഹിച്ചാൽ മതി കേട്ടോ. ചില തോണ്ടല്, ചില കുത്തല് ഒക്കെ കണ്ടു. അത് മനസ്സിലാക്കണം എന്തായിരുന്നു കാലം എന്നുള്ളത്. എന്തോ വലിയ അപരാധമായിട്ട് മാധ്യമങ്ങളെ സിൻഡിക്കേറ്റ് എന്നൊരു കാലത്ത് വിളിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടത്. ഞാൻ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. പോകാൻ വിഷമമുള്ളത് കൊണ്ടൊന്നുമല്ല, നമ്മളെത്രയോ പറഞ്ഞതല്ലേ. പക്ഷേ ആ പരിപ്പൊന്നും ഇവിടെ വേവില്ല കേട്ടോ. നിങ്ങൾ ആരോട് ഇറങ്ങിപ്പോകാൻ ആര് പറഞ്ഞു എന്നാണ്? ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിൽ അന്തസ്സോടെ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നവർ തന്നെയാണ് ഞങ്ങൾ. ആരോടും അവമര്യാദയായി പെരുമാറുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കാനാവണം. മെല്ലെ ഒന്ന് തോണ്ടിക്കളിയാന്ന് വെച്ചാൽ ആ തോണ്ടലൊന്നും യേശില്ല കേട്ടോ. എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഗവർണർ എന്ന സ്ഥാനത്തിരിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്കുള്ള അധികാരങ്ങളും പദവിയുമുണ്ട്. അത് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊള്ളണം. അതിനപ്പുറം ഒരു ഇഞ്ച് കടക്കാമെന്ന് കരുതരുത്. ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളുണ്ട്. ആ അധികാരം സംസ്ഥാന സർക്കാർ എന്താണോ നിങ്ങളെ ഉപദേശിക്കുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരു കാര്യവും ചെയ്യാനാവില്ല. അത്തരത്തിലുള്ള ഒന്നുമായിട്ടും പുറപ്പെടുകയും വേണ്ട. അങ്ങനെയുള്ള ഒരു പുറപ്പെടലും സമ്മതിക്കുന്ന ഒരു നാടല്ല ഈ കേരളം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വരും. നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. കാരണം നമുക്ക് നമ്മുടെ നാട് കൂടുതൽ പുരോഗതിയിലേക്ക് പോകണം, കൂടുതൽ വികസനത്തിലേക്ക് ഉദിക്കണം.
ഇതാണ് ഇന്നത്തെ നിലയിൽ ഏറ്റവും ആവശ്യം. അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ നമുക്ക് നേരമില്ല. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, ജനാധിപത്യത്തിൻ്റെതായ രീതികളുണ്ട്, അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതെല്ലാം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതെല്ലാം അനുസരിച്ച് മാത്രമേ ഗവർണർക്കും പ്രവർത്തിക്കാനാവൂ. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് തടയിടാൻ ആര് വന്നാലും അത് എന്റെ ഗവൺമെന്റ് എന്ന് LDF ഗവൺമെന്റിനെ വിളിക്കുന്ന ഗവർണറായാൽ പോലും ഈ നാട് അംഗീകരിക്കില്ല. അത്തരം ശ്രമങ്ങളെ ശക്തമായി നേരിടും എന്നത് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്കെല്ലാം ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. വാർത്താ സമ്മേളനത്തിലേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ഗവർണറെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. മെല്ലെ തോണ്ടാനുള്ള അത്തരം ശ്രമങ്ങളൊന്നും ഇവിടെ നടപ്പാക്കുകയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് ഗവർണറോട് തന്നെ ചോദിച്ചിരിക്കുന്നു. പൊതുവേദിയിൽ ഗവർണറുടെ അധികാര പരിധിയിൽ നിന്ന് 1 ഇഞ്ച് കടക്കാമെന്ന് കരുതണ്ട എന്നുള്ള താക്കീതും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. വ്യക്തിപരമായി ഒരു പുറപ്പെടലിനും പുറപ്പെടേണ്ട, അത്തരം പുറപ്പെടലുകളൊന്നും സമ്മതിക്കുന്ന നാടല്ല കേരളമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പാലക്കാട് നടക്കുന്ന പൊതുപരിപാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം. അതായിരുന്നില്ല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. വീണ്ടും സജിത്തിലേക്ക്. സജിത്ത്, നമുക്കറിയുന്നത് പോലെ തന്നെ ഈ വിഷയത്തിനകത്ത് ഒരുപക്ഷെ ഇത്ര അധികം രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വ്യക്തമാണ് വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കാണ്, ഏത് രീതിയിലേക്കുള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് LDF കടക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത്. എങ്ങനെ വേണം അദ്ദേഹത്തിന്റെ ശരീരഭാഷയടക്കം മനസ്സിലാക്കാൻ ഈ നിമിഷത്തിൽ? അപർണ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് ഗവർണർ സർക്കാർ ബന്ധം മാറുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിലൊക്കെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ ഗവർണർക്കെതിരെ രംഗത്തെത്തുന്നു എന്നതാണ് സാഹചര്യം. അത് സ്വതുവേ സംസ്ഥാനത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഭരണനിർവഹണത്തെ തന്നെ ബാധിച്ചേക്കുമോ എന്നതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം സുപ്രധാനമായ ബില്ലുകളിൽ ഗവർണറുടെ അംഗീകാരം വരേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ ഗവർണറുടെ അല്ലെ രാജ്ഭവന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. സ്വാഭാവികമായി ഇത്തരത്തിൽ വളരെ മോശമായ ഒരു ബന്ധം മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം തമ്മിൽ നിലനിൽക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഗവർണറും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. നമ്മൾ കണ്ടതാണ് ഗവർണറുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹം മുൻകാലങ്ങളിൽ നടത്തിയ ഇടപെടൽ, അദ്ദേഹം മുൻകാലങ്ങളിൽ മാധ്യമങ്ങൾക്കെതിരെ നടത്തിയ വിമർശനം, ഇതൊക്കെ രൂക്ഷമായി പരാമർശിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർ തന്നെ രംഗത്തെത്തുകയും മുഖ്യമന്ത്രി അതിനിപ്പോൾ മറുപടി നൽകുകയും ചെയ്തു. സ്വാഭാവികമായും ഇനിയുള്ള രാഷ്ട്രീയ വേദികളിൽ ഇത്തരത്തിൽ കൊണ്ടും കൊടുത്തുമുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. അത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ നീക്കം മാത്രമല്ല എന്നതാണ് ഇതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. കാരണം സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവന്മാർ തമ്മിലാണ് ഈ ഏറ്റുമുട്ടുന്നത് എന്നതാണ് ഇതിൻ്റെ പൊതുവിലുണ്ടാകുന്ന പ്രതിസന്ധി. സ്വാഭാവികമായും അത് സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണത്തെ ബാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. മറ്റൊന്നുകൂടി വ്യക്തമാവുന്ന ഒരു കാര്യം, ഈ ഗവർണറുടെ പരിഗണനയിലുള്ള ചില സുപ്രധാന ബില്ലുകൾ, അതിലൊന്ന് സർവകലാശാല നിയമമാണ്, മറ്റൊന്ന് ലോകായുക്ത ഭേദഗതി പോലെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇത്തരം ബില്ലുകളിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും അനുകൂലമായൊരു നടപടി ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷ സർക്കാർ പുലർത്തിയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അത്തരമൊരു പ്രതീക്ഷ സർക്കാരിനില്ല എന്നുകൂടി ഈ നീക്കത്തിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഈ ബില്ലുകളിൽ ഗവർണറുടെ അംഗീകാരം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അതുകൂടി തങ്ങളുടെ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാട്ടുക എന്നത് സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ നീക്കമാണ്. അത് സ്വാഭാവികമായും ഉണ്ടാകാം. ഇനി അങ്ങോട്ടുള്ള വേദികളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ചർച്ചയാകുമെന്നതും ഉറപ്പാണ്. എന്തായാലും ഒരു അസാധാരണ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നു എന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. റൈറ്റ്, അസാധാരണമായ വഴിത്തിരിവ് കൂടി കോടതിയുടെ ഇടപെടലോട് കൂടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. TG സൈത്ത് കൂടിയാണ് വിശകലനങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. സർവകലാശാലകളിലും VC നിയമനങ്ങൾ നടന്നത് എന്നാണ് ഗവർണർ പറയുന്നത്. 9 സർവകലാശാലകളിലും ഗവർണറാണ് നിയമന അധികാരി. VC നിയമനങ്ങൾ ചട്ടവിരുദ്ധമായാണ് നടന്നതെങ്കിൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം
നിയമനാധികാരിയായ ഗവർണർക്ക് തന്നെയല്ലേ? ഗവർണറുടെ തന്നെ ലോജിക്ക് പ്രകാരം പദവിയിൽ നൊഴിയേണ്ടത് വി സിമാരാണോ? അതും ആലോചിക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ഇപ്പോൾ പ്രതികരണമില്ലെന്നും ഗവർണർ പറഞ്ഞു. നിയമനങ്ങൾ നടന്നു. I can only tell you, please, whosoever wants to talk to me, they can send a request to Raj Bhavan. I will make it sure that I talk to you, but I do not know who among you is a genuine journalist and who are the cadre masquerading as media. And I do not wish to speak to the cadre. വി സി തർക്കം ഹൈക്കോടതിയിലേക്ക് നീങ്ങി. സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട 9 വി സിമാരും നൽകിയ ഹർജി പ്രത്യേക സിറ്റിംഗ് നടത്തി 4 മണിക്ക് ഹൈക്കോടതി പരിഗണിക്കും. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി 6 വി സിമാർ ഗവർണറെ രേഖാമൂലം അറിയിച്ചു. MG സർവകലാശാല, ഫിഷറീസ്, KTU വി സിമാരാണ് കത്ത് നൽകിയത്. രാജിയില്ലാത്ത സാഹചര്യത്തിൽ ബദൽ നീക്കവുമായി രാജ്ഭവന് മുന്നോട്ട് പോകുന്നുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ യൂണിവേഴ്സിറ്റി വി സിമാർക്ക് കൂടി രാജിവെക്കാൻ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകാനാണ് തീരുമാനം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. MS അനീഷ് കുമാറും ചേരും. ആദ്യം അരുണിലേക്ക്. അരുൺ, വളരെ അസാധാരണമായ സാഹചര്യം, എന്താകും സംഭവിക്കുക എന്നുള്ളത് കോടതി തീരുമാനിക്കും. പക്ഷേ അപ്പോഴും ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാട്ടം അത് വലിയ തോതിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കും, തലങ്ങളിലേക്ക് മാറുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? രാജ്ഭവൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ്? രഞ്ജിത്ത്, 9 വി സിമാർക്ക് രാജിവെക്കാൻ ഗവർണർ നൽകിയ അന്ത്യശാസന സമയം കഴിഞ്ഞ് 1.5 മണിക്കൂർ പിന്നിടുന്നു. രാജ്ഭവന്റെ തുടർ നടപടികളാണ് ഇനി നിർണായകമാവുക. 2 കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന്, ഹൈക്കോടതിയിൽ വി സിമാർ നൽകിയ കേസ് വൈകിട്ട് പരിഗണിക്കും. അതിനുശേഷം മാത്രം രാജ്ഭവനിൽ നിന്ന് തുടർ നടപടികൾ ഉണ്ടാകും. മറ്റൊന്ന്, രാജ്ഭവന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അന്ത്യശാസനം തള്ളിയാൽ അടുത്ത നടപടി കാരണം കാണിക്കൽ നോട്ടീസാണ്. 9 വി സിമാർക്കും രാജ്ഭവൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയേക്കാം. അതിന്റെ മറുപടിയുടെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങളും ഉണ്ടാകും. ഏതായാലും ഇതിലേത് വേണമെന്ന കാര്യത്തിൽ രാജ്ഭവനിൽ തന്നെ ഒരു അവ്യക്തത ഉണ്ടെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇന്ന് വൈകുന്നേരം ഹൈക്കോടതിയിൽ വരുന്ന ഹർജികൾ വളരെ നിർണായകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാകും ഈ 9 വി സിമാരുടെയും ഭാവി. 9 വി സിമാർ മാത്രമല്ല, 2 വി സിമാർക്കെതിരെ കൂടി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും വി സിമാർക്കെതിരെ കൂടി ഇപ്പോൾ നോട്ടീസ് തയ്യാറാവുകയാണ് രാജ്ഭവനിൽ. ഇവരും UGC ചട്ടങ്ങൾ ലംഘിച്ചാണ് വി സിമാരായത്, അല്ലെങ്കിൽ അതിനുശേഷം പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന പരാതിയാണ് രാജ്ഭവന് ഉള്ളത്, അല്ലെങ്കിൽ വിലയിരുത്തലാണ് രാജ്ഭവനുള്ളത്. അതിൽ കൂടി നോട്ടീസ് നൽകും. ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാരോ രാജ്ഭവനോ തയ്യാറല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞത് സമവായത്തിന്റെ പാതയാണ് നേരത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഗവർണർ ചർച്ചയ്ക്ക് തയ്യാറായാൽ സർക്കാരും തയ്യാറാകും. എങ്കിലും അത്തരമൊരു സമവായ സാധ്യത ഒരിടത്തും കാണുന്നില്ല. സർവകലാശാലയുടെ ഭരണം പ്രതിസന്ധിയിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളർന്നു കഴിഞ്ഞു. ഹൈക്കോടതി ഇന്ന് വൈകിട്ട് എന്ത് പറയുമെന്നത് നിർണായകമാണ്. അനീഷ് കുമാർ, MS അനീഷ് കുമാർ. അനീഷ്, വി സിമാർ ഒരുമിച്ച് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു പ്രത്യേക സിറ്റിംഗ് നടത്തണം. 9 സർവകലാശാലകളിലും വി സി നിയമനങ്ങൾ നടന്നത് എന്നാണ് ഗവർണർ പറയുന്നത്. 9 സർവകലാശാലകളിലും ഗവർണറാണ് നിയമന അധികാരി. വി സി നിയമനങ്ങൾ ചട്ടവിരുദ്ധമായാണ് നടന്നതെങ്കിൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം നിയമനാധികാരിയായ ഗവർണർക്ക് തന്നെയല്ലേ? ഗവർണറുടെ തന്നെ ലോജിക്ക് പ്രകാരം പദവിയിൽ നൊഴിയേണ്ടത് വി സിമാരാണോ? അതും ആലോചിക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ഇപ്പോൾ പ്രതികരണമില്ലെന്നും ഗവർണർ പറഞ്ഞു. നിയമനങ്ങൾ നടന്നു. I can only tell you, please, whosoever wants to talk to me, they can send a request to Raj Bhavan. I will make it sure that I talk to you, but I do not know who among you is a genuine journalist and who are the cadre masquerading as media. And I do not wish to speak to the cadre. വി സി തർക്കം ഹൈക്കോടതിയിലേക്ക് നീങ്ങി. സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട 9 വി സിമാരും നൽകിയ ഹർജി പ്രത്യേക സിറ്റിംഗ് നടത്തി 4 മണിക്ക് ഹൈക്കോടതി പരിഗണിക്കും. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി 6 വി സിമാർ ഗവർണറെ രേഖാമൂലം അറിയിച്ചു. MG സർവകലാശാല, ഫിഷറീസ്, KTU വി സിമാരാണ് കത്ത് നൽകിയത്.
രാജിയില്ലാത്ത സാഹചര്യത്തിൽ ബദൽ നീക്കവുമായി രാജ്ഭവന് മുന്നോട്ട് പോകുന്നുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ യൂണിവേഴ്സിറ്റി VC-മാർക്ക് കൂടി രാജിവെക്കാൻ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകാനാണ് തീരുമാനം. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. MS സനീഷ് കുമാറും ചേരും. ഇന്ത്യൻ വംശജൻ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകും. ബോറിസ് ജോൺസണിന് പിന്നാലെ പെനി മോർഡന്റും പിന്മാറി. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സരുൺ ജോസ് ചേരുന്നു. സരുൺ, അനിഷേധ്യമായ രീതിയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഋഷി സുനക് എന്ന വാർത്ത വരുമ്പോൾ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമോ? UK-ലെ ആദ്യ ഇന്ത്യൻ വംശജനായ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എപ്പോഴത്തേക്കായിരിക്കും ഉണ്ടാവുക? അപർണ, കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിൽ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അല്പം മുമ്പാണ് അവസാനിച്ചത്. ഋഷി സുനകിന് വെല്ലുവിളിയായി രംഗത്തുണ്ടായിരുന്ന പെനി മോർഡന്റ് ഈ മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണെന്ന് അല്പസമയം മുമ്പ് അറിയിച്ചു. ഇതോടെയാണ് ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചത്. ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വെള്ളിയാഴ്ചയാകും ഉണ്ടാവുക. ഏതായാലും ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടെ ഋഷി സുനക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 1.5 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ലിസ്ട്രസുമായുള്ള മത്സരത്തിൽ തലനാരിഴയ്ക്കാണ് ഋഷി സുനക് മത്സരത്തിൽ പരാജയപ്പെട്ടത്. തൊട്ടു പിന്നാലെ സെപ്റ്റംബർ 6-ന് ലിസ്ട്രസ് പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും പിന്നീട് അവരുടെ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ രാജിവെച്ചൊഴിയേണ്ടിയും വന്നു. പിന്നീടാണ് ഈ കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിൽ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. 100 MPമാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നാമനിർദ്ദേശ പത്രിക നൽകാൻ സാധിക്കൂ എന്നായിരുന്നു ആ നിബന്ധന. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ MPമാരുടെ പിന്തുണ ഋഷി സുനകിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ഘട്ടത്തിൽ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും മത്സരരംഗത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബോറിസ് ജോൺസൺ ഋഷി സുനകിന് പിന്തുണ പ്രഖ്യാപിച്ച് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചത്. പിന്നെ പെനി മോർഡന്റും ഋഷി സുനകും തമ്മിലുള്ള പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. പക്ഷേ പെനി മോർഡന്റിന് 100 MPമാരുടെ പിന്തുണ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്നത്. അപർണ സൂചിപ്പിച്ചതുപോലെ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനക്. പഞ്ചാബിൽ നിന്ന് കുടിയേറിയവരുടെ പിന്മുറക്കാരനാണ്. 42 വയസ്സാണ് പ്രായം. ഋഷി സുനകിന്റെ ഭാര്യ അക്ഷത മൂർത്തിയാണ്. ഇൻഫോസിസ് സ്ഥാപകൻ NR നാരായണമൂർത്തിയുടെയും സുധാമൂർത്തിയുടെയും മകളാണ് അക്ഷത. നേരത്തെ തന്നെ ഈ ലിസ്ട്രസുമായുള്ള മത്സര സമയത്ത് തന്നെ ഈ ഋഷി സുനകിനെതിരെ ഇന്ത്യൻ വംശജനാണെന്നും അതിസമ്പന്നനാണെന്നുമുള്ള പ്രചാരണം ശക്തമായിരുന്നു. പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഋഷി സുനകിന്റെ മുന്നേറ്റം. നേരത്തെ ബോറിസ് ജോൺസൺ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു ഋഷി സുനക്. ബ്രിട്ടൻ കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് സാമ്പത്തിക രംഗം താറുമാറായ സമയത്തായിരുന്നു ഋഷി സുനക് ധനമന്ത്രിയായി ചുമതലയേറ്റത്. അന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങളെല്ലാം ഈ ഋഷി സുനകിന്റെ ഈ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ ഋഷി സുനകിന്റെ പ്രകടനം ഏറെ പ്രശംസാർഹനീയമാണെന്ന വിലയിരുത്തലായിരുന്നു ബ്രിട്ടീഷ് മാധ്യമങ്ങളടക്കം നടത്തിയത്. പിന്നീട് ലിസ്ട്രസ് പ്രധാനമന്ത്രിയായ ശേഷവും ഈ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ അവർ ഏറെ വിമർശിക്കപ്പെട്ടു. അപ്പോഴെല്ലാം ഈ പോപ്പുലിസ്റ്റ് നയങ്ങൾ, അതായത് ജനകീയ പ്രശംസ നേടുന്ന നയങ്ങൾ നടപ്പാക്കാമെന്നായിരുന്നു ലിസ്ട്രസിന്റെ വാഗ്ദാനം. പക്ഷേ നികുതി പരിഷ്കാരം, നികുതി ഇളവുകൾ പ്രഖ്യാപിക്കാതെ തന്നെ ബ്രിട്ടന്റെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്തുമെന്ന വാഗ്ദാനമായിരുന്നു ഋഷി സുനക് ആ ഘട്ടത്തിൽ നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ലിസ്ട്രസിന്റെ രാജിയും ഈ ഋഷി സുനകിന്റെ സാമ്പത്തിക നയങ്ങളാണ് നടപ്പാക്കേണ്ടതെന്നും അതാണ് പ്രായോഗികമായി നടപ്പാക്കപ്പെടുകയെന്നുമായിരുന്നു ഈ ലേബർ പാർട്ടിയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം അക്കാലത്ത് ആ സമയത്ത് വാദിച്ചത്. അങ്ങനെ ഋഷി സുനക് എൻ്റെ കൈകളിലാണ് ഇനി ബ്രിട്ടന്റെ ഭരണം എന്ന് പറയാം. നമുക്ക് ഈ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഒരു ഇന്ത്യൻ വംശജൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപർണ, റൈറ്റ്, ഞാൻ തിരികെ എത്താം. സാർ, ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, കോവിഡ് സമയത്ത് ജീവനക്കാർക്കും ബിസിനസ്സുകാർക്കും അനുവദിച്ച സാമ്പത്തിക പാക്കേജ് അദ്ദേഹം
ശ്രീമോഹൻ വർഗീസ്, അദ്ദേഹത്തെ ബ്രിട്ടൻ ഉറ്റുനോക്കുന്നത് ഈ വലിയ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ സമയത്ത് ഏത് രീതിയിലുള്ള നയങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമെന്നുള്ളതാണ്. കോവിഡ് സമയത്ത് അദ്ദേഹം നടപ്പാക്കിയ ആ പാക്കേജ് കൊണ്ടു മാത്രം ബ്രിട്ടന്റെ വിഷയങ്ങൾ തീരുമോ എന്നുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളും ട്വിറ്ററുകളും എല്ലാം ഉയർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏത് രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് താങ്കൾ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി വരുമ്പോൾ ബ്രിട്ടന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ കാണുന്നത്? ബ്രിട്ടൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന അന്തരീക്ഷത്തിലാണ് ഋഷി സുനക് അധികാരം ഏറ്റെടുക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വംശജനായ ഒരാൾ ബ്രിട്ടന്റെ തലപ്പത്ത് വരുന്ന പ്രധാനമന്ത്രിയായി വരുന്നത് വളരെയധികം ആവേശമുണ്ടാക്കുന്ന, കൗതുകമുണ്ടാക്കുന്ന, നേരിട്ട് പ്രയോജനമൊന്നും പ്രത്യേകമായി ഉണ്ടായില്ല എങ്കിൽ പോലും കൗതുകമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സാമ്പത്തിക രംഗമാണല്ലോ ചർച്ചാ വിഷയം. ഇവിടെ ബ്രിട്ടൻ ഇന്ന് അനുഭവിക്കുന്ന വലിയ ക്രൈസിസ്, ഒരു വൻ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ നിന്നും വളരെ ദ്രുതഗതിയിൽ ബ്രിട്ടൻ താഴേക്ക് പതിക്കുകയാണ്. ആ പതനത്തിൽ ബ്രിട്ടീഷ് പൗണ്ട് അമേരിക്കൻ ഡോളറുമായുള്ള വിനിമയ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പൗണ്ട് വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക പാക്കേജ്, ഉത്തേജക പാക്കേജുകൾ പ്രഖ്യാപിച്ചതൊന്നും തന്നെ വേണ്ട രീതിയിൽ ഫലം ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കേവലം 45 ദിവസത്തിനുള്ളിൽ ലിസ് ട്രസ് മുന്നോട്ട് കൊണ്ടുവന്ന നികുതി കട്ട്, വൻതോതിലുള്ള ടാക്സ് കട്ട്, 45 ബില്യൺ പൗണ്ടിന്റെ ടാക്സ് കട്ടാണ് കൊണ്ടുവന്നത്. അത് അമ്പേ പരാജയമാണ്. ഈ ടാക്സ് കുറയ്ക്കുമ്പോൾ, നികുതി കുറയ്ക്കുമ്പോൾ അതിനുള്ള പണം എങ്ങനെ കണ്ടെത്താം, ഖജനാവിലേക്ക് അതിനുള്ള പണം എങ്ങനെ കണ്ടെത്താം, മറ്റ് വികസന പദ്ധതികൾക്ക് എങ്ങനെ പണം കണ്ടെത്താം എന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അങ്ങനെയുള്ള നികുതി കുറവുകൾ വരുത്തിയത്. ഇതെല്ലാം ഞൊടിയിടയിൽ പരിഹരിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. ഋഷി സുനകിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻ ധനകാര്യമന്ത്രിയാണ്. ഇവർ പറയുന്ന ചാൻസലർ ഓഫ് എക്സ്ചക്കർ, ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ ധനകാര്യമന്ത്രിയാണ്. ബോറിസ് ജോൺസന്റെ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെയധികം പുകൾപെറ്റ ധനകാര്യ മാനേജ്മെന്റ് ആയിരുന്നു. ബ്രിട്ടൻ 2002 കാലത്ത് വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ചപ്പോൾ, കോവിഡ് പ്രതിസന്ധി കാലത്ത് വളരെയധികം കാര്യക്ഷമതയോടുകൂടി ഖജനാവിനെ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ധനകാര്യമന്ത്രിയായിരുന്ന ഋഷി സുനക്. പിന്നീട് ബോറിസ് ജോൺസനെ പിന്നിൽ നിന്ന് കുത്തി ഒരു നിർണായക സമയത്ത് അദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിച്ചു എന്ന പഴി രാഷ്ട്രീയമായി അദ്ദേഹം കേൾക്കുമ്പോഴും ഋഷി സുനക്കിനുള്ള ധനകാര്യ മാനേജ്മെന്റ് വൈഭവത്തെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്, വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ബ്രിട്ടന്റെ ഒരു സ്ഥിരത എന്ന് പറയുന്നത് എപ്പോഴും ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ചിരുന്നതാണ്. രാഷ്ട്രീയ അസ്ഥിരത എന്നത് ബ്രിട്ടന്റെ ഒരു രീതിയല്ല. ഫ്രാൻസിലും ഒരു പരിധിവരെ ഇറ്റലിയിലും ഒക്കെ വൻതോതിൽ രാഷ്ട്രീയ അസ്ഥിരതയും ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന കാര്യവും നടക്കുമ്പോൾ ബ്രിട്ടൻ സാധാരണഗതിയിൽ 5 വർഷവും ഒന്നുകിൽ കൺസർവേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ ലേബർ പാർട്ടി അധികാരം കൈയാളുകയും കാലാവധി പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രിമാരുടെ വലിയ നിര തന്നെയാണ് കഴിഞ്ഞ കാലം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 5 പ്രധാനമന്ത്രിമാരെ മാറ്റി പരീക്ഷിക്കേണ്ട ഗതികേടിലായി ബ്രിട്ടൻ. അങ്ങനെ വരുമ്പോൾ ഇനി 2 വർഷം കൂടെ തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട്. 2024 ബ്രിട്ടൻ തെരഞ്ഞെടുപ്പിന് പോകേണ്ടത്. അപ്പൊ 24 വരെ 2 വർഷക്കാലം സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ട്രാക്കിൽ കൊണ്ടുവരാൻ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ഋഷി സുനക്കിന് കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഏവരും പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. അതാണ് അതിന്റെ ഒരു രീതി. എന്നാൽ ഋഷി സുനക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയമായി എത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം കൺസർവേറ്റീവ് പാർട്ടി ഇന്ന് പഴയ ടോറീസ് അല്ല. കൺസർവേറ്റീവ് പാർട്ടി വളരെയധികം ഒരു ഡിവൈഡഡ് ഹൗസ് ആണ്. കൺസർവേറ്റീവ് പാർട്ടിയിൽ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. അവരുടെ പിന്തുണ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല, പ്രധാനമന്ത്രി കാംക്ഷികളായി പലരും ഉണ്ടായിരുന്നു. ബോറിസ് ജോൺസൺ അവസാന റൗണ്ടിൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് തന്നെ കൺസർവേറ്റീവ് പാർട്ടി